പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ഒരു 5-6 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊച്ചിയിൽ തന്നെയുള്ള ഭാരതീയ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി, അത് മത്സ്യ മേഖലയിൽ എന്തൊക്കെ സംരംഭങ്ങൾ തുടങ്ങാം എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന അതാണ് അവർ. അതോടൊപ്പം തന്നെ നമുക്ക് തഞ്ചാവൂരുള്ള ഫുഡ് എൻ്റർപ്രണർഷിപ്പ് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എൻ്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് നിഫ്റ്റം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇത് മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജിയുടെ കീഴിലുള്ളതാണ്. അവിടെയുള്ള ഡോക്ടർ സിനിജ ഉണ്ട്, നമ്മുടെ ഓൺലൈനിലായിട്ടാണുള്ളത്. അതോടൊപ്പം നമുക്ക് സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്ത്. അവിടെയും ഇൻക്യുബേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്. ഇൻക്യുബേഷൻ സംരംഭകർക്ക് അവിടെ പോയി അവിടെയുള്ള മെഷീനറീസ് ഉണ്ട്, അത് ഉപയോഗിക്കാനും സ്വന്തം പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യാനും അത് മാർക്കറ്റ് ചെയ്യാനും വരെയുള്ള സഹായങ്ങൾ അവർ നൽകുന്നതാണ്. ഡോക്ടർ MS സജീവ്, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്, നമ്മുടെ കൂടെയുണ്ട്. മറ്റൊന്ന് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവരും ആ മേഖലയിൽ, പ്ലാന്റേഷൻ ക്രോപ്സ് മേഖലയിലുള്ള വിവിധ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ്. അവിടെയും ഇൻക്യുബേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്. വളരെ സീനിയറായിട്ടുള്ള അവിടുത്തെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ K മുരളീധരൻ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം അത് വിശദീകരിക്കുന്നതാണ് അവരുടെ പ്രവർത്തനങ്ങൾ. പിന്നെ ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ് റിസർച്ച്. എല്ലാവർക്കും അറിയാം. മില്ലറ്റിൽ നിന്ന് ഇപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് താഴെ ഒത്തിരി മില്ലറ്റിൻ്റെ എൻ്റർപ്രണേഴ്സ് വന്നിട്ടുണ്ട്. ഈ മില്ലറ്റ് നിന്ന് എന്തൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം, മില്ലറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ക്ലിയറായിട്ട് ഐഡിയ ഉള്ള ആളുകളാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ് റിസർച്ചിലെ ആളുകൾ ഹൈദരാബാദിൽ. അവിടെ ഇൻക്യുബേഷൻ സെൻ്റർ ഉണ്ട്. മില്ലറ്റിൽ നിന്നുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾ ദിവസേന എന്നോണം അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് എൻ്റർപ്രണേഴ്സിന് അവിടെ പോകാം, ട്രെയിനിങ് എടുക്കാം. അതിനെക്കുറിച്ച് ഡോക്ടർ ശ്രീനിവാസ് വിശദീകരിക്കുന്നതാണ്. ഷെഡ്യൂളിൽ അദ്ദേഹത്തിൻ്റെ പേര് 5ാമതാണ് കിടക്കുന്നതെങ്കിലും അദ്ദേഹത്തിന് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഡോക്ടർ ശ്രീനിവാസ് ആയിരിക്കും ആദ്യം സംസാരിക്കുന്നത്. മറ്റൊരാൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച്, സുഗന്ധവ്യഞ്ജന മേഖലയിൽ എന്തൊക്കെ സംരംഭങ്ങൾക്ക് സാധ്യതയുണ്ട്, എന്തൊക്കെ സപ്പോർട്ട് സർവീസുകളാണ് ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കൊടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിക്കാൻ നമ്മുടെ കൂടെ ഡോക്ടർ സജീഷ് ഉണ്ട്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് CSIRയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻ്റർ ഡിസിപ്ലിനറി സയൻസസ് ആൻഡ് ടെക്നോളജി. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് ഉള്ള ഈ ഇൻസ്റ്റിറ്റ്യൂട്ടും സംരംഭകർക്കായിട്ട് ഒത്തിരി സേവനങ്ങൾ നൽകുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ചീഫ് സയൻറ്റിസ്റ്റും ഹെഡുമായിട്ടുള്ള ഡോക്ടർ വേണുഗോപാലൻ സാറ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും നിങ്ങളോട് അവരവരുടെ മേഖലയിൽ അവരവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എന്തൊക്കെ സർവീസുകളാണ് ബിഡിങ് എൻ്റർപ്രണേഴ്സിന് കൊടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. ഞാൻ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ പ്രോഗ്രാമിൽ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഡോക്ടർ A ശ്രീനിവാസിനെ ക്ഷണിക്കുന്നു. ഡോക്ടർ ശ്രീനിവാസ്, അദ്ദേഹം ICARൽ 2015 ജോയിൻ ചെയ്തിട്ടുള്ള ശാസ്ത്രജ്ഞനാണ്. അഗ്രികൾച്ചർ ടെക്നോളജി ആപ്ലിക്കേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ജോധ്പൂരിലാണ് അദ്ദേഹത്തിൻ്റെ സർവീസ് തുടങ്ങിയത്. പിന്നീട് അദ്ദേഹം സെൻട്രൽ ടുബാക്കോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് രാജമുണ്ട്രിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്തിടയ്ക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ് റിസർച്ചിൽ ജോയിൻ ചെയ്യുകയുണ്ടായി. അദ്ദേഹം അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷനിൽ PhD ഉള്ള ആളാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ ഇവിടെ വരുന്ന ആസ്പയറിംഗ് എൻ്റർപ്രണേഴ്സിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ് റിസർച്ചിന് എന്തൊക്കെ സഹായങ്ങളാണ് നൽകുക എന്ന് അദ്ദേഹത്തിൻ്റെ എക്സിബിഷൻ സ്റ്റോളിൽ വിശദീകരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഒരു വലിയ ഓഡിയൻസിന് മുമ്പിൽ അദ്ദേഹം പ്രസൻറ്റേഷൻ്റെ സഹായത്തോടു കൂടി വിശദീകരിക്കുന്നതാണ്. സോ ഡോക്ടർ A ശ്രീനിവാസ്, പ്ലീസ് കം ഫോർ യുവർ പ്രസൻറ്റേഷൻ. Please come, Srinivas. Somebody else is there to change the slide. I have to change the You have to change. Good morning. Myself, Dr. Srinivas, scientist working at ICAR Indian Institute of Millet Research, Hyderabad. So you all of know that IIM is a sister organization
similar to this CMFRI, it is also working under Indian Council of Agriculture Research. So basically our institute mandate is to do research and development activities on all type of millets. So the research includes crop production, varietal development, and crop improvement, crop protection technologies, as well as value addition. So this is, with this mandate, the AMR is working hard to improve the millet industry or millet farmers in a prosperous way. And this institute recently recognized as Global Center of Excellence for R&D on millets. So this is a recognition for our institute for our R&D efforts. And if we come to the millets, can anyone tell how many millets are there? Number, total number of millets cultivated in India. So there are 9 millets which are majorly cultivated in India. Out of these 9 millets includes jowar, bajra, ragi, foxtail millet, kodo millet, proso millet, little millet, barnyard millet, and brown top millet. So these are the 9 millets majorly cultivated in India. So out of these 9 millets, jowar means sorghum, bajra, that is parle millet, and ragi, finger millet. These 3 millets we will call it as major millets, because 95% of the area in the country, area in production in the country, is occupied by these 3 major millets, jowar, bajra, and ragi. And rest 6 millets like foxtail, kodo, little, proso, barnyard, and brown top are called as minor millets, because of the grain size. These grains are smaller in size, and also these are occupied only 5 to 10% of the area in the country. So that is the reason why you can see the price. Now can you imagine brown top millet? I don't know what it is called in Kerala. The price of brown top millet now is rupees 250 rupees per kg in the market. Because of the less production and availability of grain is very limited. So that is why the price for the minor millets is very high. Almost minor millets price ranges from 110 to 130 rupees per kg. Except this brown top millet. Brown top millet is having high demand. It is now present rate is 250 rupees per kg. Whereas major millets like jowar, bajra, and ragi, you will get at the price of 50 to 60 rupees. Earlier it was more cheaper. It is around 30 to 25 to 30 to 40 rupees for jowar, bajra, and ragi. So now because of the last drought and all, now the price is increased. Now it is 50 to 60 rupees per kg for major millets. So the advantage of millet crops, these millets are, we can say, climate resilient crop. Climate resilient crop means the farmer can take this crop with minimal water, with minimal fertilizer, or with minimal efforts. So that is why these are the climate resilient crop. Even the rainfall below 500 mm also, farmer can get this crop. Even for example, pearl millet, that bajra, which is majorly cultivated in the state of Rajasthan, will come in rainfall lower than the 300 mm. And if we take the millets area, there are 3 major states which contribute more than 50% of the millet production. So these includes Rajasthan. Rajasthan is known for pearl millet, bajra. 60% of the bajra, pearl millet, comes from the Rajasthan state. And this bajra rank first among all millets in area and production. And the next important millet crop is jowar. So jowar mostly cultivated in the state of Maharashtra, followed by different states like Karnataka and Madhya Pradesh, Uttar Pradesh, almost in Haryana, Punjab. So most of the states will cultivate millets, but majorly it's grown in Maharashtra. So this ranks second in area and production.
And the next third most important millet crop is finger millet, ragi. So ragi, the major state is Karnataka. More than 50% of the ragi finger millet is comes from the Karnataka state, followed by the other states like Andhra Pradesh, Chhattisgarh, Madhya Pradesh, and rest remaining states. And if you take the minor millets, the minor millets spread across the country, cultivated by different states. Among Tamil Nadu is one of the important states, Karnataka, and Chhattisgarh known for kodo and little millet, and Orissa, and this Uttarakhand and this Haryana also. These are known for minor millets. In Uttarakhand, here we can find barnyard millet. So almost 80% of the barnyard millet will come from the Uttarakhand state. And we all of us know why we are promoting the millets, why this year we are celebrating as International Year of Millets. Because of now we can say that millets are superfood. The name given for the millet as a superfood because these are high in carbohydrates similar to rice and wheat. Apart from the carbohydrates, these are rich in dietary fiber, minerals, vitamins, proteins, and other important nutrients. So because of this nutrition rich in nature, these millets are renamed in the year 2018 in the Gazette notification of Government of India as Nutri-Cereals. So recently, in the year 2015, we branded and promoted it in the name of Nutri-Cereals. But recently, again, these millets are rebranded as Shri Anna. So now, these millets we are branding as Shri Anna because this word is taken from the Karnataka. Shri Anna means food may serve straight. That means the grain which is superior than all cereals. So now we are branding it as Shri Anna. So you can see these are the climate resilient crops and omit very less amount of CO2. And this millet, the goodness of millets is each plant part can be used. Millets are used as grain, food, feed, fodder. So each and every part of the plant can be used. So the slide is not changing. Okay. Slide is not changing. So apart from this nutritional benefit, so millets are also having health benefits. So like for example, millets are rich in antioxidants which will be helpful. Antioxidants as well as some of the minerals and vitamins. For example, if we take the finger millet is rich in calcium, so which is very much beneficial to the children for their bone development as well as pregnant women. And another crop, important crop, pearl millet, is rich in the zinc and iron. So the patients who are suffering from anemia disease or some blood related disease, they can consume pearl millet to increase their blood. So likewise, each and every millet has its own uniqueness or its own benefit for the health. And these millets are good for the people who are suffering with diabetic, the lifestyle diseases like diabetic, cardiovascular diseases, and these millets are having anti-cancer agents and all those things. So here you can see the major millets. I already told you first three and rest six are minor millets: barnyard, little, proso, foxtail, kodo, and brown top. And this is the area continent-wise. So India produces 170 lakhs ton millet. 80% of Asia production comes from India, and in the global production, 20% of the production comes from India. And the average productivity is 1229 per kg per hectare. And this is the graph. Gradually, the millet area from the year 1950 is coming down. So because of the green revolution and introduction of high yielding varieties of rice and wheats and all those things and availability of irrigation, so slowly we have shifted our food habits. Actually, in the before 1915, our grandmothers and grandfathers used to consume these millets. But because of this green revolution and government incentives towards the rice and wheat crop,
slowly we shifted our food habits from millet to rice and wheat. So again, by we are reinventing the same thing. Now we are again moving to the millets. So area is decreasing. So now we are all talking about millet. So there is a need of the about to increasing area. This I already told you millet map of India. And yield also different crops. Even though the area decreased, the productivity is gradually increased because of R&D efforts. Still we are maintaining the quantity of the millets what we get in the 1950, and we are also in the same quantity now, but we have to increase that quantity and area in order to meet the demand, present demand of the millets. And this is the uniqueness. If you take millet as a millet as compared to other crops, this is a uniqueness of millet crops. From the production side, these requires low chemicals, low water, and low input, as well as it will be used as food, feed, and fodder. And from the demand side also, nowadays you can see the increase in demand for the millet-based product like value-added products like ready-to-eat and ready-to-cook products. You can see the demand for the stalls, the millet product stalls you can see, which is arranged in this millet and fish mela. And this is an important chart of nutritional values of millets. So in the downside, all millets are compared with rice and wheat. On the upper side, all millets. I already told different for millet or its nutrition. You can see this chart. And these are some of the health benefits. Like millets it protects against heart diseases, respiratory problems, and reduce the risk of type 2 diabetes. And also it increase the immune power. It will also effective in decreasing the blood pressure, and also millets are having anti-cancer agents. So this is utilization. Right now direct consumption is more, but in future the export percentage is going to increase. Right now it is only 1%, and in future it is 10%. This is for sorghum, and for ragi and bajra also similar things. So reviving millet, we are also talking about the decreasing the millets area and how to revive the millets area and consumption in India. So at IIMR we have started a value chain, and this is our model. So we have initially started this work in the year 2008. From that time onwards, we trying to establish the value chain, and we try to promote the millet value-added products among the consumers. So this is what our model is. Instead of going individual farmers, we are forming self-help groups, FPOs, and farmer interest groups, and we are connecting. We are helping them with the technology and processing technology, value addition technologies, and finally we are connecting them to the market. So this is the value chain model we established at IIMR, and this is successful now, and we are able to connect many number of farmers, and now many FPOs are established in this millet sector. So this is basically apart from the production and variety development, our institute is working more on value addition and entrepreneurship development in this millet sector. So these are some of the areas what we cover in training program or in technology consultation. So with this, IIMR is having an incubation center which is branded as NutriHub. So at this incubation center, the aspirant entrepreneurs can come and join as an incubatee and can do the business by taking the support from the NutriHub, that IIMR incubation center. So I will tell what are the support given by this NutriHub. Basically, this NutriHub is supported by the Department of Science and Technology and Ministry of Agriculture also, different funds, and we are receiving fund support from these two agencies. So DST and IIMR also is supporting this incubation center. RKV Raftar from the Ministry of Agriculture. So basically, this incubation center offers incubation program, which is a 1-year duration program.
In this incubation center, the aspirant incubators can join as a incubatee. If he join as a incubatee, he has many advantages. He can use incubation fee is 80,000 rupees per annum for physical incubation and 50,000 rupees per annum for virtual incubation. If one take incubation, he can use all our machinery to manufacture his product. Apart from that machinery, he will also get R&D support from our R&D experts. Also, he will get marketing support. So, Nutrihub, a technology business incubator of ICR IAMR, is having a network of 500 startups of millet-based network. And among those, 200 plus startups have been already incubated at our incubation center. The new aspirant entrepreneurs who take the incubation can take advantage of this already established network at IIMR. So if he take incubation, he will get working space also. We will give a physical space which is well connected with internet, and we have that conference hall and all other office space that he can use. And investor network, we have very big investor network. We connect with them to get the funds. And mentoring network, we have experts from different institutions and different disciplines. So we will connect with our expert, our incubators with our experts. And discounted rates also, if he want to develop product on his own, we will give a discount rate for his product analysis. So you can see this is the discounted rates. If you want to analyze something, we will give a 15 to 20% discount for different parameters. And apart from this incubation, this IAMR is also give funding support to the startups in the form of two schemes. One is NEST Agripreneurship program. So this is a 5 lakh grant. It is a grant, not a loan. This 5 lakh grant will be given to the entrepreneurs with an innovative idea, with entrepreneurs who are coming up with an innovative business idea. And under this, another scheme is Engrain. That is 25 lakh grant will be given to the entrepreneurs who are already doing a millet business and have completed 1 year of service. And for getting this 25 lakh grant, he has to be 1 year experience in millet business. So these two are competitive grant. Not all who apply will get this grant. It is a competitive grant. That means many people will apply for this grant. So based on the uniqueness or based on the innovativeness of their business proposal or their business idea, the selected candidates will be given a 5 lakh rupee grant for entrepreneurs who are coming with idea stage, and 25 lakh rupee grant for entrepreneur who are already doing the business and struggling to get the funds to upscale their business. So under these two schemes, as of now, 13 crores rupees were sanctioned and more than 120 startups were benefited. So under these two schemes, if you are interested, you also can apply for this 5 lakh grant and 25 lakh grant. So the procedure to application is we will give a notification in a website. You can check our IAMR website or Nutrihub website. So probably after this March, another notification will come. So you can send your business proposal to that idea. A committee will be there. You have to present in front of committee. If the committee is satisfied, you will get a grant of 5 lakh, or if you are already doing business, you will get up to 25 lakh of grant. So these are the two funding support exclusively from IAMR. So as of now, 7 batches we have completed. And apart from this, we regularly organize training programs. So these are some of the training program glimpses. Training on primary processing, secondary processing. So this is the cooking with millets. This is one regular training program. Every second Friday of the month, one training program. We will organize this training program. And under this training program, we will demonstrate 7 to 8 recipes of millet to the aspirant entrepreneurs who want to start a millet-based kitchen or millet-based hotel. And one more training program is Startup Ignition. This is also one day training program. Every month, a regular training program. 4th Friday of every month, we will organize this training program. This is for our aspirant entrepreneurs. All millet business opportunities and all those things will be taught, and there will be a guided tour to all our production facilities will be arranged under this training program. And for the both training program, the training fee is 1,600 rupees
per day per trainee. And this is the services given to the startups from our incubation center: technology consultancy, business facilitation, funding facility, mentoring, networking, and awareness creation. This technology consultancy, so being a R&D institute, we have developed 88 plus millet products. That means 88 plus millet value added products we have developed. So these, whatever the products we developed, we transfer to the startups or companies who are interested to start a millet business. So as of now, 200 plus startups have been taken technology from our ICR IAMR. So this is R&D services also we can use, and these are some of the startups to whom we have transferred the technologies, like Ahobilam Foods, Inner Being. So likewise, 200 plus startups have been taken technology from us, like idli rava, instant mixes, millet puffs, and millet cookies. All those things have taken by the different companies. So this is the technology, range of technology offered by the IAMR: puffing technology, flaking technology, baking technology, extrusion technology, hot extrusion, fortified food, instant mixes, and the recipes. So these are the diversified, like millet based product, value added products like flakes, vermicelli, cookies, and fortified foods like pasta, zinc rich pasta, iron rich pasta. Likewise, we have developed 88 plus products. So this is Eat-Right is a brand name of IAMR. Under Eat-Right brand name, we are selling the product at our office itself, and mostly we are encouraging the startups. Whatever the technology we develop, we encourage the startups to commercialize in a larger scale. So these are some of the books published by IAMR. These books are available at our website. You can download also recipe books. And we have developed 500 plus recipes on the recipe books, international recipes and national recipes. So those are available at online. You can download those recipe books. So apart from this millet processing technologies, if you take the processing technologies, it is broadly categorized into the two types: primary and secondary processing. So this is some of the facilities at IAMR. The incubators can use this facility for manufacturing their products. So this is a primary processing machinery of millets, like a destoner, milling machine, and dehuller. From where we can get flour, different types of ravas, and millet rice. These machines are required to get these type of products. And the secondary processing, from where we can get the products like cookies, pasta, vermicelli, and rusk, any number of products. Whatever you see in the market, those are all secondary processing based products. And these machinery at IAMR, state-of-art technology, all people who take incubation, they can use this machinery. This is a baking line, this is a primary processing, and cold extrusion and muruku making machine, hot extrusion line, cup making machine, milling machine, chicky making line, and gun puff. Like popcorn, yeah, millets also can be popped. Similar to popcorn, we can get jowar corn, jowar puffs, bajra puffs, ragi puffs, and all those things. This is a machinery used for the making of puffs, and this is a packing machine. So business opportunities, there are a number of business opportunities in millets. So one can start with ready-to-eat products, one can start with ready-to-cook products, one can start primary processing like flours, ravas, and attas. One can be in the seed production sector. So likewise, there are a number of successful stories also who are very much successfully doing business in this millet products. For example, if you take some Perfura technologies and Nidinsa technologies, they are manufacturing the millet machinery, and they are able to sell this millet machinery to the many number of entrepreneurs. And the startups like Health Sutra, Millinova, M for Millet, Health Basket, Hapap. So these are all making products like cookies, puffs, that means ready to eat products. So the startups like many are there, and many success stories are there. At IAMR itself, we have 400 plus startups.
And this is our impact, more than 200 plus entrepreneurship development program, and the growth story almost all are in a positive way. And the revenue generated for the entrepreneurs also in positive way. And incubators, as 2021 487, this year itself we have incubated 100 plus startups. And this is some of the success story. Coastal Food, his brand name is Eat Millet. So he invested rupees 18 crores in the millet business for primary processing and secondary processing machinery. And now his revenue reached 20 crores rupees. And these are the incubators of IAMR, some of the incubators like Yummy Millet, Superlet, Hub, Maxul, Rashmi Millet, and Millet Chef, Avinash. Likewise, we have 400 plus incubators. And after this incubation program is for 1 year period. After incubation, we will graduate them and send them out to start the business on their own. And we have the connection with international partners like ICSAT, FAO, and some of the universities. And these are the national partners like different agencies like MOFPA, APEDA, NIFM, NARC, FSSI. And state government also, we are supporting 8 states, state government in their, we are providing consultation services to the different state millet missions. And our corporate linkage with Pitane, Big Basket and ITC and all. And these are our ecosystem partners. So this is the way forward. So if you want to promote the millets, it has to be included in the ICDS or midday meal schemes, and all the integrated efforts is needed to promote the millets. Multidisciplinary, multi-stakeholder approach is needed. And to increase in area value addition at farm gate level is also important. So with this, I am concluding my session. If any doubts, you can ask. It is open for discussion now. Thank you, sir. Thanks. Thank you, Dr. S. Srinivas, Scientist Agriculture Extension from ICR, Indian Institute of Millet Research, Hyderabad. It was a precise, crisp and clear summary of the technology developed and the services provided ICR IAMR. In fact, our Director, CMFRI and Head of KVK, Dr. Shinod sir also visited ICR IAMR, and they know about the facilities and the services provided by the ICR IAMR. We are very much impressed by the, after hearing the, we are very much impressed by your presentation. It was very comprehensive, and all the activities covered by ICR IAMR was covered in that presentation. And in fact, we'll be sending our entrepreneurs and bakery association people to ICR IAMR for training and the entrepreneurship development program. So we sincerely thank you, Dr. Srinivas sir, for your wonderful presentation. And I request the audience to ask some questions if you have any. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാം. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ചോദിക്കാം. എന്തെങ്കിലും ചോദ്യം ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? എന്താണ്? ഇപ്പോൾ ഒരു ബ്രീഫ് സെഷനാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഞങ്ങൾക്ക് ഫർദർ അദ്ദേഹമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സോ? ഓക്കെ. പിന്നെ ഒരു സംശയം കൂടെ. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ടെക്നോളജി എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യുന്ന കൂടുതലും അവിടുത്തെ എക്സ്റ്റൻഷൻ സയൻറ്റിസ്റ്റുമാരായിരിക്കും. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലും അവിടുത്തെ എക്സ്റ്റൻഷൻ്റെ മെയിൻ ആണെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ എ ശ്രീനിവാസ് എക്സ്റ്റൻഷൻ സയൻറ്റിസ്റ്റ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ നോട്ട് ചെയ്യുക എല്ലാവരും. 91 82 52 56 96.
ഒന്നുകൂടെ പറയാം. 9182525696. Okay, thank you very much. I request Dr. Greenson, Head MBAFM MD, and Dr. Shinod Subramanian, Head KVK, to come forward and give memento to the speaker. Thank you, Dr. Greenson, sir, and Dr. Shinod, sir. Thank you, Srinivas, sir, once again. And please answer the question and go, sir. അവിടുത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പറയണേ. ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് പറയണേ. നമ്പർ തന്നു, വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നല്ലോ. ഈ മില്ലറ്റ് സബ്സിഡി ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ? സബ്സിഡി ഇൻ മില്ലറ്റ്. ടൈറ്റസ് ചേട്ടൻ ഉദ്ദേശം എന്താണെന്ന് ഒന്നുകൂടെ ഒന്ന് പറയണേ. എന്ത് സബ്സിഡി? പ്രോസസ്സിങ്ങിന് വേണ്ടി, അതായത് ഇപ്പോൾ ഒരു ബേക്കറി നമ്മൾ ഇതിൻ്റെ മില്ലറ്റിൻ്റെ ഉണ്ടാക്കുകയാണെങ്കിൽ, ബിസ്ക്കറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ മില്ലറ്റ് സബ്സിഡി ആയിട്ട് കിട്ടുമെന്നിരിക്കുന്നത്. Sir, they are asking whether any subsidy will be available to initiate a startup or something like that to make cookies and all, some machinery subsidy and all. Subsidy means for startup or for farming, for startup. Actually, there are many schemes from Government of India. For example, MOFPI is offering 80% subsidy for machinery on one district, one product. That scheme is there, Ministry of Food Processing and Industry. So you can apply for that scheme. So and one more thing, Ministry of Agriculture also giving a decreased interest of loan for the millet-based machinery procurement. For example, if the market rate is 8%, they are giving it 4.5% interest rate for the millet-based machinery funded by the Ministry of Agriculture. And Ministry of Food Processing also giving subsidy for the machinery. And apart from this, we are giving 5 lakh rupee grant for the startup. If you want to start a business, your idea you can submit to us. We will give up to 5 lakh grant if your idea found innovative and it is unique among all. 5 lakh grant we ourselves are giving. ഇപ്പോൾ ഫാമിങ്ങിൽ ഇവിടെ നമ്മളുടെ ഈ ഏരിയയിൽ ചെയ്യാൻ പറ്റിയ ഒരു മില്ലറ്റിൻ്റെ പേര് പറയാൻ പറ്റുമോ? ഫാമിങ്ങിൽ, അതായത് നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഫോക്സ് ടെയിൽ മില്ലറ്റ്, ലിറ്റിൽ മില്ലറ്റ് ചാമ ചെയ്യാൻ പറ്റും, ഫോക്സ് ടെയിൽ മില്ലറ്റ് തിന ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഇവിടെ എറണാകുളത്ത് നമ്മൾ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്. അതിന് റാഗി ചെയ്യാൻ പറ്റും. അതിന് തൊട്ട് മുമ്പ് ഇദ്ദേഹം പറഞ്ഞത് ഞാനൊന്ന് വിശദീകരിക്കട്ടെ. അതായത് സബ്സിഡികളുണ്ട്, പക്ഷേ ആ സബ്സിഡികൾ വരുന്നത് എപ്പോഴും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇൻഡസ്ട്രി സെൻറ്ററുകളും നമ്മളുടെ ലോക്കലായിട്ടുള്ള കൃഷിഭവനുകളും വഴിയാണ് സബ്സിഡികൾ വരുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മില്ലറ്റ് റിസർച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത്, അവിടെ ഇൻക്യുബേഷൻ യൂണിറ്റ് ഉണ്ട്. ആ ഇൻക്യുബേഷൻ യൂണിറ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാ വർഷവും അവർ ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഐഡിയാസ് കൊടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി വെച്ചിട്ട് ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇൻക്യുബേഷൻ അസിസ്റ്റൻസ് ആണ് അവർ കൊടുക്കുക. അതാണ് അവർക്ക് ചെയ്യാൻ പറ്റുക. ആ അസിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് കമ്പനികൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ കമ്പനികൾ ഡെവലപ്പ് ചെയ്ത ആളുകൾ IMRൻ്റെ ഫണ്ട് വെച്ചിട്ടുള്ള ആളുകളുണ്ട് ഇവിടെ. താഴെ അയാളുടെ ഒരു എക്സിബിഷൻ സ്റ്റോളും ഉണ്ട്, ബിന്ദു ഗൗരിയുണ്ട്. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും.
ഹലോ സാർ, നമസ്കാരം. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത് ഇതുപോലെ ഇൻക്യുബേഷൻ സെൻറ്റർ ഉള്ളത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയാണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് തൊട്ടടുത്ത് വരുന്ന സ്പീക്കർ ഡോക്ടർ ഇളവരശൻ സംസാരിക്കുന്നതാണ്. ചോദിച്ചോളൂ സാർ. ഈ പാക്കിംഗ് യൂണിറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഈ മില്ലറ്റ്സ് 5 പോസിറ്റീവ് മില്ലറ്റ്സ് നമുക്ക് എവിടുന്ന് ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഡയറക്ഷൻ കിട്ടുമോ? Grain, actually millet grains, basically you have to get from the FPOs, farmer producing organizations, as well as some of the millers also giving the grains. And directly from the farmers you cannot get, because the farmers are scattered here and there. For example, here there are 2 stalls in this millet fish mela. One is Busari farmer producer organizations. He is giving the millet grain in a bulk quantity. If you want to grain the dehulled grain or unhulled grain, raw grain, he will supply whatever quantity required. Likewise, many FPOs are there. If you want, I will give you some of the contact numbers to the head KVK Ernakulam sir. Busari farmer producer organizations. He is from Karnataka. So from there you can get the grains. Okay. ഞാൻ പറയാം അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു പോയിന്റ്. അതായത് ഈ ബുസ്രി മില്ലറ്റ്സ് FPO ആണ് ഇപ്പം ഇവിടെ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. അതുപോലെ കർണാടകയിലും തമിഴ്നാട്ടിലുമുള്ള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളിൽ നിന്നാണ് നമുക്കിത് ബൾക്കായിട്ട് വാങ്ങാൻ പറ്റുക. ഞങ്ങൾ ഈ കർണാടകയിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലുമുള്ള ഇത്തരത്തിലുള്ള ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളെ ഈ പ്രോഗ്രാമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്തിരുന്നതാണ്. അതിൽ 2 പേര് മാത്രമേ വന്നിട്ടുള്ളൂ. കാരണം ഈ കോവിഡിൻ്റെ ഒരു പ്രോബ്ലം കേരളത്തിൽ ഭയങ്കരമായിട്ടുണ്ട് എന്ന് കർണാടകയിലെയും ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും മീഡിയ റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വരാതിരുന്നത്. പക്ഷേ അവരുടെ കോൺടാക്റ്റുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാനിപ്പോൾ പറയാം, അത് നോട്ട് ചെയ്തെടുത്തോളൂ. എൻ്റെ ഇത്തരത്തിൽ ഗ്രെയിൻസ് വേണ്ട ആളുകൾ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചാൽ മതി. സംസാരിക്കുന്നതിനേക്കാളും നല്ലത് മെസ്സേജ് അയക്കുകയാണ്. അപ്പോൾ ഞാൻ ഒത്തിരി ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആന്ധ്രയിലും ഇവിടെയൊക്കെ ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കോൺടാക്റ്റ് എൻ്റെ അടുത്തുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എൻ്റെ നമ്പറാണ് 9496 303457. ഒന്നുകൂടെ പറയാം, 9496 303457. അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്തോളാം. ഡോക്ടർ ശ്രീനിവാസിൻ്റെ അടുത്തൊന്നും കളക്ട് ചെയ്ത് ഞാൻ ഷെയർ ചെയ്തോളാം. എൻ്റെ പേര് ഷിനോജ് സുബ്രഹ്മണ്യൻ. താങ്ക് യു. ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കാൻ ഒരാളും കൂടി ചോദിച്ചിരുന്നല്ലോ. സാർ, നമുക്ക് ഇതിൻ്റെ ഒരു മില്ലറ്റിൻ്റെ മറ്റു ഉൽപ്പന്നങ്ങളൊക്കെ കൂടി നമുക്ക് ചെയ്യാനുള്ള ഒരു ഔട്ട്ലെറ്റ്, ഒരു ഷോപ്പ് തുടങ്ങണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഈ ഉൽപ്പന്നങ്ങൾ അവിടെ കിട്ടും എന്നൊക്കെ ഉണ്ടല്ലോ. അതെ. പക്ഷെ അത് നമുക്ക് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. ഒരു ഔട്ട്ലെറ്റ് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അസിസ്റ്റൻ്റ് സഹായം കിട്ടും എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ളായിരുന്നു. അതാണ് ഈ ഇൻക്യുബേഷൻ സെൻറ്ററിനെ കുറിച്ച് പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സാപ്പ് അയച്ചോളൂ. അതിനു മുമ്പ് ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന ആളുകളോടൊക്കെ സംസാരിക്കുക. ഇവരെല്ലാവരും ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ആളുകൾ മുഴുവൻ ഇതുപോലെ ചെറിയ സംരംഭങ്ങൾ തുടങ്ങിയ ആളുകളാണ്. അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടൊരു പാനൽ ഡിസ്കഷൻ ഉണ്ട് 3 മണി. അതിൽ മില്ലറ്റ് എൻ്റർപ്രനേഴ്സ് വരുന്നുണ്ട്. അപ്പം അവരവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കും. അതിനുശേഷം എവിടെയാണ് സ്ഥലം? കുന്നുകര, അത് എറണാകുളം ജില്ലയാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യാം. KVK ഈ IMRO-ആയിട്ടും ഇനിയുണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർ ഡിസിപ്ലിനറി സയൻസസ് ഉണ്ട്, നിഫ്റ്റം തഞ്ചാവൂരിലുള്ള ഡോക്ടർ CJ ഓൺലൈനിലുണ്ട്. അവരോടൊക്കെ കണക്ട് ചെയ്യാം. ഞങ്ങൾ ജോലി ചെയ്തതാണ് ശരിക്കും KVK. എനിക്ക് പറയാം, നിങ്ങൾക്ക് ആ ഇൻക്യുബേഷൻ സെന്ററിന്റെ കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലായിട്ടാന്ന് തോന്നുന്നു. ഇപ്പൊ CIFT-യിലെ ശാസ്ത്രജ്ഞ പുള്ളി സംസാരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദര CMFRI പോലുള്ള സ്ഥാപനമാണ് CIFT ആണ് ഈ ഭാഗത്തുള്ള ഇൻക്യുബേഷൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ഇൻക്യുബേഷൻ സെന്ററിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോർപ്പറേറ്റ് ഓഫീസിൽ കിട്ടാവുന്ന ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഓഫീസ് തുടങ്ങി രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ പൈലറ്റ് പ്രൊഡക്റ്റ് ഇറക്കുന്ന വരെയുള്ള കാര്യങ്ങൾ അവർ സഹായിക്കും.
അതിന് CIFTയിലെ ഇൻക്യുബേഷൻ സെൻ്ററായിട്ട് ബിന്ദുമേടല്ലേ കൈകാര്യം ചെയ്യുന്നത്? പാര അല്ലേ? മോഹൻ സാറൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ മോഹൻ സാറായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫെസിലിറ്റി ലഭിക്കും. നിങ്ങൾക്കൊരു പുതിയ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാനും നിങ്ങളുടെ പൈലറ്റ് പ്രൊഡക്റ്റ് അവിടെ നിന്ന് ഇറക്കാനും അതുവരെയുള്ള എല്ലാ സഹായങ്ങളും CIFTയിൽ ചെയ്യും. Thank you, Kiran sir and Shinat sir. Next, Dr. Ilarasan. അടുത്ത സ്പീക്കർ ഡോക്ടർ ഇളവരശൻ കൃഷ്ണമൂർത്തി. അദ്ദേഹം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജിയിലെ PhD ഹോൾഡറാണ്. വളരെ കാലമായിട്ട് അദ്ദേഹം ഈ മില്ലറ്റും ഫിഷും മിക്സ് ചെയ്തിട്ടുള്ള ചില പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പേപ്പറിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് വന്നിട്ടുണ്ട്, വായിച്ചിട്ടുണ്ടാവും പലരും. റാഗി ഫിഷ് സോസേജ്, അതിവിടെ ടേസ്റ്റ് എന്നുണ്ടല്ലോ. ടുഡേ ഇറ്റ് ഈസ് അവൈലബിൾ റൈറ്റ്? ഇന്നും ഈ റാഗി ഫിഷ് സോസേജ് ഇവിടെ ലഭ്യമാണ് ടേസ്റ്റ് ചെയ്യാൻ. ബാൻയാർഡ് മില്ലറ്റും കോഡോ മില്ലറ്റും, അതായത് കുതിരവാലിയും വരക് മിക്സ് ചെയ്തിട്ടുള്ള ഫിഷ് സോസേജ് ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ സംസാരിക്കാൻ പോകുന്നത്. സോ ഐ വെൽക്കം Dr. Ilavareshan. Please proceed. Thank you, sir. So, first I would like to thank you for the opportunity given, the organizer, CMFRI and the KVK head. So let me move on to my job. A very good morning to all of you. So I will be briefing about ICR-CIFT, Central Institute of Fisheries Technology, Cochin, and the kind of services we offer for more than 5 decades in the country. So I will be briefing about those services and some of the works which we have carried out on, millet and fish, a healthy combination. So we will be sharing our experience. I will try to stick with my time. So I was given 20 minutes. I'll try to finish it by 15 and 5 minutes of discussion. Yeah, the Indian seafood export industry history and ICR-CIFT, it always travel together. The reason to say this, the very first consignment of Indian seafood export is processed and exported from Central Institute of Fisheries Technology, Cochin, which is available very next to Willingdon Island. Just like other fisheries institutes, we are one of the 7 fisheries institutes available in India, and one and only institute which deals about the post-harvest technology of fish as well as the harvesting technology. So these are all some of the areas where we continue to work, like innovation, commercialization, then business incubation, of course the research and development and communication through publication, then intellectual property rights. So these are all the areas we continue to work. And not only business incubations, we also conduct various training programs within the country as well as at international level. So to say some of the significant achievements very relevant to today's talk, we have more than 35 value-added fish products which are available in the form of technology, training, the kind of support we render. So, and we also work intensively on nutraceutical as well as functional food products development using fish-based ingredients as well as from seaweed. So I'm very proud to say that one of the 8 laboratories which have got recognition from FSSI as National Reference Laboratory
So CAFT also one of them, and we are also member of, global exports, supporting in terms of scientific inputs to the United Nations. As I was mentioning, we have a very active business incubation unit. These are all some of the facilities available. As he was mentioning, we have, very well-furnished space. Like someone who wants to start the business, he can register. I think the cost is around 4,000 rupees. And we give the support in terms of mentoring, then the facilities in terms of equipments, and any technical flaws in their ideas, that also we nurture, we develop. So that's where we are working. So these are some of the images. You can see the incubation office space, and we have a product development center well equipped with the processing machineries. So I mean the pilot plant facilities, and we also have well equipped laboratory facilities. Even the mass spectra, identifying the molecules, characterizing the active compounds in so-called nutraceutical products or functional foods. To that extent, we have the, of course, we have, well-furnished conference room as well as library with a lot of resources in terms of books, magazines, then research journals. And we have engineering workshop, net fabrication unit. These are all something relevant to the fishing area. So for food business operators, we have a very good pilot plant facility. We also offer trainings on quality, processing technology, HACCP concepts, certification, one of the major area today in food business. So certification, then also value-added products development, and teaching them to operate and maintain cold storage, machineries, and all those things. So this single slide will depict the kind of support we offer, starting from training, IP protection, branding, another very important area. So there are so many teas, so many idlis, so many vadas, but you are very specific to particular shop. So what I mean to say, branding also is more important. That makes sense in the business development. Similarly, the certifications, we are not very good at marketing research, but we support in terms of giving ideas for marketing. Just for an example, a dried shrimp, if you would have visited Central Institute of Fisheries Technology stall in last 2 days, you would have seen one of the incubative from our side is marketing his dried shrimp products. You find two different products. One is with head, another one is without head. So that makes actually sense in terms of price, in terms of acceptability by the buyers. So small ideas, but make big change when it goes for marketing. So that kind of support also we provide. And networking, just to share one of the experience. We have some Matsyafed in Kerala. So they have a unit called chitin production unit. So chitin is one polymer which is produced from shrimp processing waste. So we are in collaboration with them for some of the technology transfer and product development. So we came across a query from them. They have 12 tons of material in the stock. They are unable to sell it for quite few years. Very casually, we just shared a number, and he could export almost 15 tons of material, and now they couldn't meet the demand of 3 ton chitin for every month. Why do I say we involve in networking also? So that makes sense when you mobilize the product, whatever you develop. So these are all the areas. So we are supporting the people who aspire to do business. So here some of the pictures where the products of our incubators are developed. So I think in the recent days, the Kallu Makkai Narachadu, I think it's one of the local delicious, probably in Kollam and this area. So now it is available in ready-to-eat form, the retarded, in the sense heat processed, shelf stable, and ready to eat. So in that form, it is being marketed even in Amazon. So just for an example, I am sharing some of the stories. Like this, there are n number of stories to tell you where the time is not enough. So these are some of the brands with the help of CAFT is being developed.
I think Pranos is a kind of kurkure kind of products from prawn flavored. So like this we have so many stories to share. So this is again cookies from seaweed. And this sharing group, this is something just which I want to mention. These three young entrepreneurs are from Kashmir. They came for a training how to handle the fish hygienically and technically, in the sense scientifically how to handle them. So later they ended up with putting up a business model sharing. So B2B, we connected with some of the people. Now they are sending this Himalayan trout. This is something available only for the states which are closer to the Himalayan bed. But now it is available throughout the country, through the logistical intervention. So like this, an entrepreneur enter to the CAFT, probably he is a child. He has got some curious ideas. Sometimes he is a pretty matured, well-experienced aged guy, a very big entrepreneur. But we have something to offer them. So when the one who comes is a child, we seed, we nurture, we care, we maintain, and finally they harvest the profit, we harvest the happiness. So that's how we work with the entrepreneurs. When a big player who has got well experience, just like Matsefed, when they come, they normally come with the problem. So we try to give them the best solutions to the best of our knowledge which is available with us. So of course, being a government organization, there are limitations, but that can be overcome together. So we also learn from you. So you also will learn from us. So that's how CF is working in a nutshell. And to say some of the work which we have carried out, because of course the year of millet started in 2023, but our research on millet-based fish products started way back in 2020. So 3 years. We were not knowing that there will be something called millet year and it will have a lot of attention. So just like that, then Director Dr. C. N. Ravi Shankar, we initiated some research projects in combination with millet work as Nanan sir as PA. So of course we couldn't get the grant, but we continued our work on fish-based, fish and millet-based composite products. As everybody was talking for last 2-3 days, otherwise also is a well-known fact that fish is something, as it is said to the millet, this is also a natural superfood. You have everything. You have everything except something called dietary fibers and some of the polyphenols, which are not there in the fish. We need to accept that. So in order to complement, it is always better to extend the hand when we don't have something in our hand. So millet is one choice. That's what we thought, because it is rich in antioxidants, in terms of polyphenols, flavonoids. There are n number of smaller metabolites which are there in the millets that could support some of the lactose available in fish or shellfish as a food. To produce a wholesome food, we need that kind of support. So the first product what we took was fish sausage, because normally fish sausage, the traditional recipe includes cornstarch in the composition. Sometimes the tapioca starch also is used, potato starch is used. So it is something that can be replaced with whole millet flour. So it can provide the kind of nutrients which are available, at least in a smaller fraction, but that can complement the fish. So here is the picture just to demonstrate that. So the cleaned tilapia fish, then the meat is separated, so boneless. Again, the target is children, even the mothers, they are a bit scared to feed the children with fish because of spines. So they are a bit worried. If in my home, if we have to cook, if we have to feed our kids, my wife or myself has to sit there, remove all the bones, and we have to give the meat. So it is always something, if you can give the fish without spines and bones, definitely the kids will be enjoying that. It's not only enjoying the taste, it gives the kind of benefits. Even the international organization suggests that first 1,000 days for a kid, from the conception then up to 2 years, fish is something that we need to feed, because it provides the nutrients for the brain development in the very early stage of child.
So one issue is the pin bones and the spines. So the product which has no spines and bones will definitely have better acceptability by the kids. So that's how the fish sausage came to the mind. So we worked with all the 9 varieties of millets, whatever the major and minor varieties which are available. We well characterized their nutritional value. The advantage what we found, of course, they offer a kind of micronutrients and antioxidants. In addition, they have good amount of proteins also. Of course, fish is a good source for protein, but some of the amino acids will be in a very little quantity that can be supported by the proteins from millet sources. So after a year of study in the lab, and we found that in terms of texture, taste, it was pretty satisfying. Then we started popularizing this product. So well before, the year of millets. Later the year of millet came, again our research, the CFT research on millet based products were intensified. Now we have other products like breadsticks, which has millet as one of the component. And we also have seaweed as well as millet added breadsticks or soup sticks. So these are all some of the products. We have kurkure type of products with millets and fish proteins. So why I am telling this, of course the cookies enriched with the fish oil, most of the health benefits what we are talking from fish, it's all very particular ingredients. If we have to ascribe, a fish oil is something that always stand first. So the idea is then such an ingredient, if you can extract it, isolate, put into other formulations and deliver in the acceptable form, that still, good to deliver the benefits to the n number of audience. So cookies was also studied. We have standardized the, recipe as well as storage studies, and those things have been taken. So these are all some of the millet-based products, and the related technology is readily available with the CAFT to support the entrepreneurs. Not only this, and recently we got a project cost about 70 lakhs by DST, and focusing on the entrepreneurship development, particularly in the Kerala state. So the last portion, which is the gaps still even the research community not addressed, maybe is a point of interest for the entrepreneurs, because whenever you find a gap, you got a chance. Entrepreneur is someone who is ready to take the risk. It means he is trying to fill the gap and harvest the benefit out of it. So with that angle, I have just floated some of the gaps available. We do not know how the fish proteins are going to react with various millet components. These are all some of the points for the interest of research. And when at the end of the research, you come out with the product, process or solution to problems. That's how these points are very important. And we have many ingredients from aquatic side. It's not just only fish meat. We have something called chitosan. We have collagen peptide. We have gelatin from fishery resources. And just imagine a collagen peptide soup enriched with, millet flour or millet-based ingredients. On the other side, collagen peptide is known for its antioxidant, bioactive properties, anti-aging properties. People started taking in the form of tea along with the vitamin like vitamin C. When such health benefits are proven through many researchers, why can't we take collagen peptide and a millet in the form of soup? This is just the kind of ideas what we are floating, but there are gaps, how the people will accept, what kind of problems it will pose. Say for ragi, it has got iron content. On the other side, if I try to include ragi in the cookies, so oil is again very prone to, fish oil is very prone to oxidation. I have the idea of incorporating fish oil along with the ragi-based cookies, but ragi has got iron. So it will promote the oxidation. On the other side, I'll end up with producing a cookies with a lot of rancid flavor. So we need to address, can I use ragi or the brown top millet is the best choice for such aspect, or poroso millet is the best choice for such aspect. These kind of gaps are yet to be filled. The other point is the regulatory aspects. Okay, I am producing fish sausage with the millet. What kind of regulation FSSAI may seek? Alone for the fish sausage there will be regulation. Alone for the millets there will be regulations. But what about when I put them together? So say for millets have got some anti-nutritional factors. On the other side, shrimp has got some allergens.
when I put them together, how they are going to react. Still some people will show allergenicity to these products, or whether the allergenicity will be masked. So these kind of questions need to be still addressed. Lot many more research have to go ahead before we say that, how best we can harvest the benefit. But one thing is pretty much sure that definitely millet is a very good complementary ingredient when we think of fishery products. Just imagine a retard pouch processed tuna in one packet with complementary meal from Kodo millet in the ready to farm. Somebody sitting in USA from Kerala, he has gone there to serve. He wants to enjoy the deliciousness of this fish with millet. Some entrepreneur make this product and market, obviously it is well accepted. So with this saying, I thank the organizer once again for the opportunity given. And if you have any questions, I am very happy to take it up. Thank you. Thank you, Dr. Levereson, for a wonderful presentation, and he has explained about the incubation facilities which ICR-CAFT is having, and also he talked about the engineering workshop and also the fish processing technology activities they are doing and the value-added products they are making. And he mentioned about the ABI facilities initially, and towards the end he has mentioned that the complementary ingredients of fish and fish and millet they are developing, and a lot of activities are going on. It was a wonderful presentation, sir. Thank you so much for your presentation. I request Shinod sir to come forward and felicitate the speaker. After that, if you have any queries or questions, you can ask the speaker. Dr. Ileveson's number is 9446 147131. 9446147131. ആർക്കെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. If anybody have any queries or doubts, you can ask now. He will answer your question. After that, we will disperse for tea. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായക്ക് വേണ്ടി പിരിയും. പിന്നെ 5 മിനിറ്റിനകം നമ്മൾ തിരിച്ചു വരും. അടുത്ത പ്രസൻറ്റേഷൻ, അടുത്ത ഒരു ഓൺലൈൻ പ്രസൻറ്റേഷൻ ആണ്. Just one announcement. Today from ICR CIF stall, we, for experiencing the taste of fish sausage with barnyard millet and kodo millet, we provide samples for tasting. So I request everyone to visit CFT stall and experience the taste of fish sausage with the millet. Thank you. ആർക്കെങ്കിലും എന്തെങ്കിലും? Sir, I am very much impressed with your nice session. I feel good. What kind of support you will provide for the startups, like incubations and grant and the further assistance? What support you will provide? Basically, we are a research and technology development institute.
and we have agri-business incubation center. So you got an idea, you want to make some products for market trial, or you have some problem in your ideas that you end up with making, or you messed up with your products, you need some technical support. So if you have only idea, you don't know what to do further, you don't know about the science behind the product, the regulatory aspects. So we will be supporting you if you register in our incubation center. It's for a year program, like 12 months. There are different modes, like you may need to approach the director, then there will be signing of agreement. Then we will, based on your idea, the kind of necessary supports in terms of facility as well as the technical expertise we will provide. So wherever we have some lack, we try to link you with the people who are expert in the particular area. So that's how we handhold you until you become success. Thank you. It was a clear explanation. Are you satisfied with the explanation? Okay. Thank you. Thank you. Now I think we'll disperse for tea. And you come back after 5 minutes, please. ഇപ്പോൾ ചായക്ക് വേണ്ടി പിരിയാം. 5 മിനിറ്റിന് ശേഷം നമ്മൾ തിരിച്ചിവിടെ ഹാളിലെത്താം.
sir. Hello. അടുത്ത നമ്മളുടെ സ്പീക്കർ ഡോക്ടർ സിനിജ വി ആർ ഓൺലൈനാണ്. മാഡം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എൻ്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്, നിഫ്റ്റം, തഞ്ചാവൂർ.
അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിങ്ങിൻ്റെ കീഴിലാണ്. മാഡം അവിടുത്തെ പ്രൊഫസർ ആൻഡ് ഹെഡ് ഫുഡ് പ്രോസസ്സിംഗ് ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റർ ആണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി എൻ്റർപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ്. ആൻഡ് ഞാനൊരു ചെറുതായിട്ട് മാഡത്തിന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഡോക്ടർ സിനിജ വി ആർ അക്വയർഡ് ഹെർ PhD ഇൻ അഗ്രികൾച്ചറൽ ഫുഡ് എഞ്ചിനീയറിംഗ് and M.Tech in Post-Harvest Engineering degrees from the prestigious Indian Institute of Technology, Gorakhpur. After her B.Tech in Agricultural Engineering degree from Kerala Agricultural University. She was awarded with a National Doctoral Fellowship by All India Council for Technical Education, New Delhi, for carrying out her research work. She has 18 years of teaching and research experience in the field of food processing. Dr. Sinija is member of Academic Council, Board of Studies and Board of Examinations of various institutions across the country. Her research works have been published as papers in 79 peer-reviewed journals, 20 popular articles, 5 book chapters, and more than 85 international and national conference proceedings. She also possesses 3 patents. She has been received the prestigious Professor Jeevan Singh Sidhu Award for the award. She has been also received the Bharat Vikas Award by Institution of Self-Reliance Bhubaneswar. Now also for the year 2022, she has been conferred the Dr. V. Subramanian Best Scientist Award. As the head of Food Processing Incubation Center, she has coordinated more than 500 skill development training programs, and 120 budding entrepreneurs have successfully set up their food processing business through FBBIC. She is the Pradhan Mantri Kaushal Vikas Yojana coordinator of the NIFTAM Tanjavur and also the NIFTAM Tanjavur coordinator for Prime Minister Formalization of Food Micro Food Processing Enterprises. അപ്പോൾ ഡോക്ടർ സിനിജ നമുക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരുമെന്ന് വിശ്വസിക്കുന്നു. ഡോക്ടർ സിനിജ, പ്ലീസ്. Thank you, Dr. Srinoj. Am I audible? Yes. Please let me share the screen. Hope my screen is visible. Yes, visible. എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി പേഴ്സണലായി വരണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ചില പ്രത്യേക സാഹചര്യം കൊണ്ട് എനിക്ക് പേഴ്സണലായിട്ട് വരാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നതിന് നമ്മുടെ ഷിനോജ് സാർ അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തു തന്നു. സോ താങ്ക് യു വെരി മച്ച് ഡോക്ടർ ഷിനോജ് for making this online presentation and inviting me for this millet and fish event. So actually നമ്മളുടെ ആദ്യത്തെ സ്പീക്കർ മില്ലറ്റ്സിനെ കുറിച്ചും മില്ലറ്റ്സിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് അങ്ങനെ നിറയെ കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ കുറെ സ്ലൈഡുകൾ അങ്ങോട്ട് വിടുകയാണ്. ഇതെല്ലാം ഓൾറെഡി ഫസ്റ്റ് സ്പീക്കർ കവർ ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, സോ ഞാൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തെല്ലാം ടെക്നോളജികളാണ് ഈ മില്ലറ്റിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, മെയിൻലി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ രൂപത്തിലും അതുപോലെ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഫെസിലിറ്റീസ് അത് നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം അതിനെക്കുറിച്ച് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. സോ നമുക്കറിയാം, നേരത്തെ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരുടെ ആഹാരമായി കരുതിയത് മില്ലറ്റ് ഇപ്പോൾ UN വരെ അംഗീകരിച്ച് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു വൺ ഓഫ് ദ സീരിയൽ ടൈപ്പ് സ്റ്റാപ്പിൾ ഫുഡ്സ് എന്ന് കൂടെ പറയാം. ഇപ്പൊ നിറയെ സ്റ്റേറ്റ്സ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പല ഇപ്പൊ നിലവിലുള്ള പല മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും, അതായത് നമ്മുടെ പഴയ കാരണവന്മാര്, നമ്മുടെ മുത്തശ്ശിമാര് അല്ലെ അമ്മുമ്മമാരൊക്കെ ഉപയോഗിച്ചിരുന്ന ടെക്നിക്കുകളൊക്കെ ഒരു പൊടി തട്ടിയെടുത്ത് അതിനെ ഒരു പുതിയ പാക്കറ്റിലിട്ട് ഒരു പുതിയ രൂപത്തിലും ഭാവത്തിലും ഒരു പുതിയ പേരൊക്കെ കൊടുത്ത് പുറത്തിറക്കുന്നതാണ് മെയിൻ ആയിട്ട് ഇപ്പൊ കസ്റ്റമേഴ്സിനെ കൂടുതൽ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ കസ്റ്റമർ എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ്. അവരെല്ലാവരും ഇപ്പോ എന്താണ് ഏറ്റവും കുറച്ച് കെമിക്കൽസ് പ്രിസർവേറ്റീവ്സ് അതൊക്കെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ, അല്ലെങ്കിൽ കൂടുതലും നാച്ചുറൽ അഡിറ്റീവ്സ് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ, അങ്ങനെയുള്ള ഒരു ആംഗിളിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഇതിന് നമ്മൾക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയാം, ട്രഡീഷൻ ടു മോഡേൺ. അതായത് നമ്മുടെ പഴയ കാലത്തില് ലഡു, അതായത് ഈ റാഗിയൊക്കെ കൊണ്ട് മഞ്ഞപ്പുല്ല് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ലഡു, അതേപോലെ മുറുക്ക്, അങ്ങനെയുള്ള പല പല സ്നാക്ക് ഐറ്റംസ് ഇപ്പൊ കുറച്ചുകൂടെ മോഡേൺ ആക്കി മാറ്റി. ഇപ്പൊ ഈ അവലും പൊരി, മലര്, അങ്ങനെയുള്ള പല സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് രൂപവും ഭാവവും ഒക്കെ മാറ്റിയിട്ട് ഫ്ലേക്സ് അല്ലെങ്കിൽ ബാറ്, പിന്നെ മാക്രോണി, പാസ്ത, അങ്ങനെയുള്ള പുതിയ പുതിയ രൂപത്തിലായി വരികയാണ്. ഇപ്പൊ മില്ലറ്റുകൾ, അതായത് ചെറുധാന്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ 3 രീതിയിലുള്ള പ്രോഡക്റ്റുകളാണ് അതിനകത്തുനിന്ന്. ഇതില് ഞാൻ പറയുന്ന പ്രോഡക്റ്റുകൾ മോസ്റ്റ്ലി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അതായത് നിഫ്റ്റം തഞ്ചാവൂർ എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസിന്റെ കീഴിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സുകളാണ് മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിൽ ഒന്ന് പ്രൈമറി പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ആദ്യം തന്നെ നമ്മൾ മില്ലറ്റുകള് അതിന്റെ എന്താ പറയുന്ന ഡീഹസ്കിങ് ചെയ്തിട്ട് അതിന്റെ അരിയായിട്ട് എടുക്കുക. അത് ഒന്നില് പോളിഷ് ചെയ്തതെടുക്കുക, അല്ലെ പോളിഷ് ചെയ്യാതെ എടുക്കുക. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ സാധാരണ അരിയാണെങ്കിൽ പോലും ഇപ്പൊ ബ്രൗൺ റൈസിലോട്ട് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? തവിടിന്റെ ഗുണഗണങ്ങൾ അറിയാവുന്നത് കൊണ്ട് എല്ലാവരും അതിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മില്ലറ്റിന്റെ കാര്യത്തിൽ ഇതുപോലെ പോളിഷ് ചെയ്ത റൈസ് ആയിട്ട് എടുക്കാം, അല്ലെ പോളിഷ് ചെയ്യാത്ത റൈസ് ആയിട്ട് എടുക്കാം. പിന്നെ അതിനെ തന്നെ നമ്മുടെ റവ അല്ലെങ്കിൽ സൂചി ആ രീതിയിൽ ബ്രോക്കൺ ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. പിന്നെ നല്ല ഫൈൻ പൗഡർ ആയിട്ട് എടുക്കാം. റാഗിയുടെയും ഇതിന്റെയൊക്കെ പുട്ടുപൊടി, അങ്ങനെ പല പ്രോഡക്റ്റുകൾ ഈവൻ നമ്മുടെ കേരളത്തിലും ഇപ്പം ഉപയോഗിച്ചു വരുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഫെർമെന്റ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ. അതിൽ മെയിൻ ആയിട്ടും ബീവറേജസ് വരും, ബിയർ, വൈന്, അങ്ങനെയുള്ള കുറെ പ്രോഡക്റ്റുകൾ. അത് കൂടാതെ ഇപ്പൊ നമ്മള് പപ്പടം, നമ്മുടെ സാധാരണ പപ്പടം നമുക്കറിയാം ഉഴുന്ന് വെച്ചിട്ടുണ്ടാക്കുന്നത്, അതും നമുക്ക് മില്ലറ്റ് കൂടെ ചേർത്തിട്ട് അങ്ങനെയുള്ള ഫ്രൈംസ് ഐറ്റംസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നോൺ കൺവെൻഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഓൾ ടൈപ്സ് ഓഫ് റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് ഐറ്റംസ്, അതായത് ഫ്ലേക്സ്, പഫ്ഡ് പ്രോഡക്ട്സ്, പോപ്ഡ് പ്രോഡക്ട്സ്, വീനിങ് ഫുഡ്, മൾട്ടി ഫുഡ്, പാസ്ത, മ്യൂസിലി, വെർമിസെല്ലി, എക്സ്ട്രൂഡഡ് പ്രോഡക്ട്സ്, പിന്നെ ഹെൽത്ത് മിക്സസ്, അങ്ങനെ നിറയെ ഐറ്റംസ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് മെയിൻ ആയിട്ട് ഈ 3 വിധത്തിലുള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ മില്ലറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇപ്പൊ നമുക്കറിയാം റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക്, അതായത് ഒരു ശരാശരി ഒരു ഇന്ത്യക്കാരന്റെ സ്പെൻഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇനി അടുത്ത 2 വർഷം, അതായത് 2025 ആകുമ്പോൾ ഇപ്പോൾ ഉള്ളതിന്റെ ഡബിൾ ആയി പോകും. അപ്പൊ എന്താകുമെന്ന് വെച്ചാല് എല്ലാവരും വന്ന് ആർക്കും ഇപ്പൊ കിച്ചണിൽ കയറി കുക്ക് ചെയ്യാനൊന്നും സമയമില്ല. സോ ബട്ട് അറ്റ് ദ സെയിം ടൈം എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വേണം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് വേണം, പക്ഷെ അതിന് ടേസ്റ്റ് ഒട്ടും കുറയാൻ പാടില്ല. ഇങ്ങനെയുള്ള എല്ലാം കൂടെ ഒത്തുചേരണമെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് ഈ റെഡി ടു ഈറ്റ് അല്ലെ റെഡി ടു കുക്ക് ഇതുമാതിരിയുള്ള ഒരു സിസ്റ്റത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഫ്രഷ് പ്രൊഡക്ട്സ് ആണ്. കമ്പയർഡ് ടു അതർ മറ്റ് വിദേശ രാജ്യങ്ങളെയൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു 80 to 90% പ്രോസസ്ഡ് ഫുഡാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോഴും ഒരു 50% നമ്മൾ ഫ്രഷ് പ്രൊഡക്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇനി ഫ്യൂച്ചറിൽ നമുക്കറിയാം ഈ ജനസംഖ്യ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾക്ക് ലാൻഡും അതുപോലുള്ള മറ്റ് റിസോഴ്സസ് എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച്, അങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനെ അഫക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് മോസ്റ്റ്ലി നമ്മൾക്ക് പ്രോസസ്ഡ് ഫുഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ്. സോ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഈ RTC ഫുഡിന് നമുക്ക് എല്ലാവർക്കും അറിയാം അവല്. ഈ അവല് അരിന്ന് മാത്രമല്ല നമുക്ക് അവലുണ്ടാക്കാവുന്ന, ഈ മില്ലറ്റ്സിനകത്ത് നിന്ന് നമുക്ക് അവലുണ്ടാക്കാം. ആ അവലിനെ അവലായിട്ട് എടുത്താൽ നമ്മളിപ്പോ പിള്ളേർക്കാണെങ്കിലും അല്ലെങ്കിൽ നമുക്കാണെങ്കിലും അത്ര വലിയ പിടിക്കത്തില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് ഫ്ലൈറ്റിലൊക്കെ കിട്ടുന്ന ഒരു സാധനമുണ്ട്, പോഹ എന്ന് പറഞ്ഞിട്ട്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. അതിൽ നമ്മൾ എന്താ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഉപ്മാവ് പോലെ ഒരു നല്ല ഒരു ഡിഷ്. സോ ആ രീതിയിൽ പോഹ നമ്മൾ റെഡി ടു ഈറ്റ് ഐറ്റമായിട്ട് അല്ലെങ്കിൽ ഒരു റെഡി ടു കുക്ക് എന്നുള്ള ഇതിൽ കൺസിഡർ ചെയ്യാൻ ഹോട്ട് വാട്ടർ ഒഴിച്ച് കുറച്ചു നേരം വെക്കുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ഐറ്റം, അതൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നം. സാധാരണ അവല് കൊടുക്കുന്നതിന് പകരം അതിനെ ഇങ്ങനെയാക്കി മാറ്റിയെടുക്കുക. ഈ അവല് തയ്യാറാക്കുന്നതിന് നമുക്കിപ്പോൾ ഒരു ഫ്ലേക്കിംഗ് മെഷീൻ അവൈലബിൾ ആയിട്ടുണ്ട്. ഫ്ലേക്കിംഗ് മെഷീൻ വളരെ ചെലവ് കുറഞ്ഞ ഒരു ആസ്പയറിംഗ് എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാമെന്ന് ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ ഒരു ആംഗിളിൽ എടുക്കാവുന്നതാണ്. അതിനൊരു 5 ലക്ഷം രൂപയുള്ളൂ ഈ ഫ്ലേക്കിംഗ് മെഷീനിന് വരത്തുള്ളൂ. അത് നമ്മൾ ഓരോ ഗ്രെയിനെയും നമ്മൾ അതിനെ കുറച്ചു നേരം കുതിർത്ത് വെച്ചിട്ട് പിന്നെ അതൊന്ന് ലൈറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലേക്കിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്താൽ അത് ഫ്ലേക്ക് ചെയ്ത് വരും. അതിനുശേഷം നമ്മൾ അതിനെ
ചെറുതായിട്ടൊന്ന് ഡ്രൈ ചെയ്തിട്ട് നമുക്കത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അതില്ല ഇനി പഫ് ചെയ്തിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ പഫിംഗ് മെഷീൻസ് ഉണ്ട്. നേരത്തെ പഫിങ്ങും നേരത്തെ തന്നെ നമ്മൾ ഈ മണലൊക്കെ ഇട്ടിട്ട് വറുത്തിട്ടാണ് ഈ മലരും പൊരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പൊ അതിന് പകരം അതിനുള്ള മെഷീനുകളുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പഫിംഗ് യൂണിറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ തന്നെ പട്ടാമ്പി റൈസ് റിസർച്ച് സ്റ്റേഷനിലോട്ട് ഒരു യൂണിറ്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അത് ഒത്തിരി ഇംപ്രൂവ് ചെയ്തിട്ട് പുതിയ വേർഷൻ ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ വളരെ ഹൈജീനിക് ആയിട്ട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഈസി ആയിട്ട് ഏത് ഗ്രെയിൻ വേണമെങ്കിലും നമുക്ക് പൊരി അല്ലെങ്കിൽ മല്ലറിന്റെ രൂപത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതിന് നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാം. അത് എസ്പെഷ്യലി ഈ മില്ലറ്റ്സിൽ സ്വർഗ്ഗമല്ല അതിന്റെ ബെസ്റ്റ് കാൻഡിഡേറ്റ്സ് ആണ്. പൊരി ആക്കി തയ്യാറാക്കാൻ നല്ല ടേസ്റ്റ് ആണ്, ഒന്നും ഇടാതെ തന്നെ നല്ല ടേസ്റ്റ്. ഇനി അതിനെ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആക്കാനായിട്ട് നമുക്ക് കുറച്ച് മസാലയൊക്കെ കൂടെ മിക്സ് ചെയ്ത് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതിൽ കൂടുതലും മുതൽമുടക്കൊന്നുമില്ല. ജസ്റ്റ് ഒരു പഫിംഗ് മെഷീനും ഒരു പാക്കിംഗ് യൂണിറ്റും മാത്രം മതി അതിന്. അതേപോലെ പിന്നെ ഉള്ള ഒരു മേജർ ഏരിയ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ബാർ. അതായത് നമ്മുടെ പിള്ളേർക്കൊക്കെ ഇപ്പോൾ രാവിലെ അല്ല സ്കൂളിൽ പോകുന്നതിന് മുമ്പ് കോളേജിൽ പോകുന്നതിന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഈക്വലന്റ് ആയിട്ടുള്ള എല്ലാ ന്യൂട്രീഷനും അതേപോലെ അവർക്ക് വേണ്ട എനർജിയും കൊടുക്കുന്നതിന് ആവശ്യമായിട്ട് ഒരേ ഒരു ബാർ നിങ്ങൾ രാവിലെ അവർക്ക് കൊടുത്താൽ മതി. ഓക്കെ, ഈ ന്യൂട്രി ബാർ എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കര പ്രോമിസിംഗ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. ആ ന്യൂട്രി ബാറിൽ നമുക്ക് മില്ലറ്റ് ന്യൂട്രി ബാർ എന്നുള്ള രീതിയിൽ ഇറക്കാം. നമുക്കറിയാം മഞ്ച്, കിറ്റ്കാറ്റ്, അങ്ങനെ നിറയെ ബാർ, യോഹ ബാർ, സോ മെനി ബാർസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ അതിന് പകരം നമ്മൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ മില്ലറ്റ്സുകൾ ഉപയോഗിച്ചിട്ട് ആ മില്ലറ്റ്സ് തന്നെ നമുക്ക് ഐദർ അതിന്റെ പഫ്ഡ് ഫോമിലോ അല്ലെങ്കിൽ അത് ഫ്ലേക്ക് ചെയ്തിട്ടോ അത് നമുക്ക് ഈ ബാർ ഉണ്ടാക്കാനായി ഉപയോഗിക്കാം. അത് സാധാരണ ഷുഗറിന് പകരം നമുക്ക് ശർക്കര ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചക്കരയെ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ച് ഈവൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് നട്ട്സ് ആഡ് ചെയ്യാം. അങ്ങനെ അതിന്റെ ന്യൂട്രിറ്റീവ് വാല്യൂ കൂട്ടാം. അപ്പൊ മില്ലറ്റ്സിന് നേരത്തെയുള്ള നമ്മൾ സ്പീക്കേഴ്സ് ഒക്കെ പറഞ്ഞതുപോലെ പ്രോട്ടീൻ റിച്ച് ആണ്, ഫൈബർ റിച്ച് ആണ്, മിനറൽസ്, നിറയെ മിനറൽസ് നമ്മൾക്ക് ആവശ്യമായ എല്ലാ മൈക്രോ ന്യൂട്രിയൻസ്, അതേപോലെ വൈറ്റമിൻസ്, എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. സോ ഈ ഒരു ബാർ 100 ഗ്രാം അല്ലെ 150 ഗ്രാം ഉള്ള ഒരു ബാർ കഴിച്ചാല് നമുക്ക് അന്ന് രാവിലത്തേക്കുള്ള ആ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് നമുക്ക് ഏത് എനർജിയാണോ കിട്ടുന്നത് അതിലും കൂടുതൽ എനർജി കിട്ടും. അറ്റ് ദ സെയിം ടൈം നമുക്ക് ആവശ്യമായ എല്ലാ പോഷക ഗുണങ്ങളും അടങ്ങിയ ഒരു ഫുഡായിട്ട് നമുക്ക് എടുക്കാം. പിള്ളേർക്കാണെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ടവര് കഴിച്ചിട്ട് പോകും. ഓക്കെ, അതൊരു ഓപ്ഷനാണ്. യു ക്യാൻ തിങ്ക് അബൌട്ട് ദാറ്റ് വൺ. സോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ മില്ലറ്റ്സിൽ നിന്നും ബാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാതെ അതിന്റെ കൂടെ ഈ ഇലിപ്പപ്പൂവ് എന്ന് പറയും, മഹുവ ഫ്ലവർ. ആക്ച്വലി മഹുവ ഫ്ലവറിന് വളരെയധികം മെഡിസിനൽ വാല്യൂസ് ഉള്ള ഒരു ഫ്ലവർ ആണ്. അതും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അത് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. ഈവൻ ഞങ്ങൾ അത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചോക്ലേറ്റ്സ് കഴിച്ചു കഴിയുമ്പോൾ എസ്പെഷ്യലി ഈ ഗേൾ കിഡ്സ് ദേ വുഡ് ലവ് ടു ഹാവ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഓക്കെ, സോ അങ്ങനെ ഒരു അഡിക്ഷൻ കൂടെ വരുന്നത്. പക്ഷെ അതിന് ഓക്കെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. ഓക്കെ, സോ ഇത് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അതുപോലെ മാൾട്ടഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുമില്ല, ജസ്റ്റ് മുളപ്പിച്ച ധാന്യങ്ങൾ. അത് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് അല്ലെ. ചെറുപയറോ കടലയൊക്കെ മുളപ്പിച്ച് കഴിക്കാറുണ്ട്. അതുപോലെ അത് മുളപ്പിച്ചതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഗ്യാസിന്റെ പ്രോബ്ലംസ് അങ്ങനെ ഒന്നും ഉണ്ടാകാറില്ല. അതേ ഐഡിയ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ മില്ലറ്റുകളും ഇതുപോലെ തന്നെ മുളപ്പിച്ചതിന് ശേഷം നമ്മൾ അതിനെ ഒന്നുകിൽ വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ട് ആ പൾപ്പ് നമുക്ക് ഡ്രൈ ചെയ്ത് പൗഡർ ആക്കിയേക്കാം, അല്ലെങ്കിൽ നമ്മൾ മുളപ്പിച്ച സാധനം ഡ്രൈ ഗ്രൈൻഡിങ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അതിന് റോസ്റ്റ് ചെയ്ത് ആ പൗഡർ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട് അത് പല പല പ്രോഡക്ട്സ്, അതായത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബേബി ഫുഡ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വയസ്സായവർക്കുള്ള ജിയാട്രിക് ഫുഡ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഇതിലൊക്കെ എന്താന്ന് വെച്ചാൽ ഒരു മെയിൻ അഡ്വാൻറ്റേജ്, ഇപ്പൊ നമ്മൾ വീറ്റ് എടുത്താൽ വീറ്റിലെ ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ വന്ന് നിറയെ പേർക്ക് അതിൽ അലർജി ഉണ്ട്. സോ അത് ഉപയോഗിക്കാൻ പറ്റാത്തവർക്കൊക്കെ നമുക്ക് ഈ മില്ലറ്റ് ബേസ്ഡ് ഡയറ്റ്സിലോട്ട് മാറാം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഡയബറ്റിക് വളരെ ഓൾമോസ്റ്റ് എല്ലാവർക്കും വളരെ കോമൺ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഈ മില്ലറ്റ് പോലെയുള്ള ധാന്യങ്ങൾ അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫൈബർ റിച്ച് ആണ്, അതുപോലെ തന്നെ നല്ല എനർജി ഉണ്ട്. പക്ഷെ അത് ഒരു അതായത് ഗ്ലൈസെമിക് ഇൻഡെക്സ് നമ്മുടെ അരിയെ കഴിഞ്ഞൊക്കെ നോക്കിയാൽ കുറവായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് ഈവൻ ഇപ്പൊ ഡോക്ടേഴ്സ് ഇവിടെ അഡ്വൈസ് ചെയ്യുന്നുണ്ട് ഡയബറ്റിക് പേഴ്സൺസ് അറ്റ്ലീസ്റ്റ് ഈ റൈസിന് പകരം
ഈ മില്ലറ്റിൽ നിന്നുള്ള റൈസോ അത് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കാനായിട്ട് പറയുന്നുണ്ട്. സോ ഇപ്പൊ ഇങ്ങനെ നമ്മൾ മുളപ്പിച്ചെടുത്ത ഈ മില്ലറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ അതിന് ഡൈജഷൻ കപ്പാസിറ്റി കൂടുതലായിരിക്കും, അത് എളുപ്പം ദഹിക്കും. അതുപോലെ തന്നെ അതിലുള്ള ഈ ന്യൂട്രിയൻസും ബയോ ആക്റ്റീവ് കമ്പോണൻസ് ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി കൂടുതലായിരിക്കും. അതായത് ബയോ അവൈലബിലിറ്റി എന്ന് പറയും അതിന്, അത് കൂടുതലായിരിക്കും. അങ്ങനെ നിറയെ ഗുണങ്ങളുണ്ട്. പിന്നെ ഈ ഗാബ എൻറിച്ച് ചെയ്യുന്നുണ്ട് ഇത് കാരണം, അങ്ങനെ നിറയെ ബെനിഫിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നിറയെ പ്രോഡക്ട്സ് ഇപ്പൊ നമ്മുടെ പോറിജ് മാതിരിയുള്ള ഹെൽത്ത് മിക്സസ് ഉണ്ടാക്കാം. പിന്നെ ബേബി ഫുഡ്സിന് അങ്ങനെ നിറയെ ഐറ്റംസ് അതിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഈ ഫ്ലോർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ബിവറേജസ് ഉണ്ടാക്കാം. ബിവറേജസ് എന്ന് പറയുമ്പോൾ ലൈക്ക് ആൽക്കഹോളിക് ബിവറേജസ്, ബിയർ, വൈൻ അതൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആ വൈനിന്റെ ആൽക്കഹോൾ എമൗണ്ട് കൺട്രോൾ ചെയ്തിട്ട് നമുക്കൊരു ഞാൻ പറയുന്ന ഒരു ആപ്പിറ്റൈസിങ് ഇതായിട്ട് ഒരു റിഫ്രഷിംഗ് ബിവറേജ് ആയിട്ട് കൂടെ നമുക്ക് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ മില്ലറ്റിൽ നിന്ന് വൈൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഇതൊരു പുതിയ ടെക്നോളജി എന്ന് പറയാം, കാരണം ഓരോ രാജ്യത്തിലും പല പല പേരുകളിൽ ഈ ബിയർ, മില്ലറ്റ് വൈൻ ഒക്കെ പണ്ടേ ട്രഡീഷണൽ ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇത് ഒരു ഇപ്പം നമ്മുടെ ഈ ഫ്രൂട്ട് ബിവറേജ്, അതായത് നമ്മൾ ഗ്രേപ്സിൽ നിന്നല്ലാതെ, മുന്തിരിയിൽ നിന്നല്ലാതെ എപ്പോ വൈൻ ഉണ്ടാക്കിയാലും അതിനെ നമുക്ക് ഫ്രൂട്ട് വൈൻ എന്ന് പറയാം. അതിന്റെ ആൽക്കഹോൾ കണ്ടന്റ് കൂടി ഒരു ബിലോ 5% നമ്മൾ ആക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ഇത് ഈവൻ ലേഡീസിനോ ആർക്ക് വേണമെങ്കിലും കുടിക്കാം. അങ്ങനത്തെ ഒരു ഫ്രൂട്ട് വൈൻ കാറ്റഗറിയിലോട്ട് നമുക്ക് ഈ മില്ലറ്റ് വൈനെ കൊണ്ടുവന്ന് അതിനുള്ള മാർക്കറ്റിംഗ് പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ്. ഇത് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഫിംഗർ മില്ലറ്റ്, പേൾ മില്ലറ്റ്, സോർഗ ഈ മൂന്നുമാണ് ഇങ്ങനെ ഈ ബീവറേജിന് ഉപയോഗിക്കുന്നത്. അതിന് പല മൈക്രോ ഓർഗാനിസം ഫെർമെന്റേഷൻ ലൈക്ക് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ അല്ലെങ്കിൽ ഈസ്റ്റ്, അങ്ങനെ പല മൈക്രോ ഓർഗാനിസം യൂസ് ചെയ്ത് നമുക്ക് ഈ ഫെർമെന്റഡ് ബീവറേജസ്, ഈ ഒരു ടെക്നോളജി നമ്മളുടെ കയ്യിലുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം, സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ്സും ഓൾമോസ്റ്റ് എല്ലാവരും നിറയെ ഉപയോഗിക്കുന്നതാണ് ഇഡ്ലി ദോശ. അതിന്റെ കൂടെ സാമ്പാർ ചട്നിയാണ് നല്ല ഒരു സമീകൃത ആഹാരം എന്ന് നമുക്ക് പറയാം. സോ ഇതിന്റെ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലേഡീസ് ഒക്കെ ഇപ്പോൾ വർക്കിംഗ് ലേഡീസ് ആണ്, ആർക്കും കിച്ചണിൽ സ്പെൻഡ് ചെയ്യാൻ ടൈം ഇല്ല. സോ ഇഡലിയൊക്കെ ബാറ്റർ ഉണ്ടാക്കണമെങ്കിൽ അരി ഉഴുന്നും എല്ലാം വെള്ളത്തിലിട്ട് കുതിർത്ത് പിന്നെ അത് അരച്ച് ഫെർമെന്റേഷൻ ഒരു ഓവർനൈറ്റ് വെച്ച് പിന്നെ നമുക്ക് ഇഡലിയോ ദോശയോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ അതിന് പകരം എന്ത് ചെയ്യാം, നമുക്ക് കൂടുതൽ പോഷക സമ്പൂർണമായ ഒരു ഇഡലി ബാറ്റർ, അത് പൗഡറിന്റെ ഫോമിൽ നമുക്കാക്കാം. അതിനകത്ത് തന്നെ ഈ ഫെർമെന്റേഷനുള്ള ഓർഗാനിസം കൂടെ മിക്സ് ചെയ്തിട്ട്, ഇപ്പൊ നമ്മൾ അരിക്ക് പകരം നമ്മൾ ഈ മില്ലറ്റ് എടുക്കുന്നു. അത് പല മില്ലറ്റുകൾ വെച്ചുണ്ടാക്കാം, ഫിംഗർ മില്ലറ്റ്, ഫോക്സ്റ്റൈൽ മില്ലറ്റ്, ലിറ്റിൽ മില്ലറ്റ്, ഏത് വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. അരിക്ക് പകരം മില്ലറ്റ് എടുത്തിട്ട് ഉഴുന്നും കൂടെ ചേർത്തിട്ട് ഈ ഓർഗാനിസം കൾച്ചർ കൂടെ അതിൽ മിക്സ് ചെയ്ത് ഡ്രൈ പൗഡറായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്നാൽ അത് നമുക്ക് ഒരു 6 മാസം വരെ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ബാറ്ററാണ് 1-2 ദിവസത്തിനുള്ളിൽ പുളിച്ചിട്ട് പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പൗഡർ ആണെങ്കിൽ എന്താ ചെയ്യേണ്ട, 1 മണിക്കൂർ മുമ്പ് നിങ്ങൾ വെള്ളത്തിൽ കലക്കി ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റായ ഇഡലിയോ ദോശ ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതില് ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഇതില് പ്രോട്ടീന്, ഫൈബർ രണ്ടും വെരി ഹൈ ആണ്. നമ്മുടെ സാധാരണ ഇഡലി അരി വെച്ചിട്ടുള്ള ഇഡലിയോ ദോശയോ കഴിഞ്ഞാൽ വളരെയധികം ബെനിഫിറ്റ്സ്. അതേപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ്, അതുപോലെ അമിനോ ആസിഡ്സ് എല്ലാം വെരി ഹൈ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. പിന്നെ ഇപ്പൊ എല്ലാവരുടെ ഒരു മോഡേൺ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പാലിന് പകരം പ്ലാന്റ് ബേസ്ഡ് മിൽക്ക്, നമ്മുടെ പശുവും പാലിന് പകരം പ്ലാന്റ് ബേസ്ഡ് മിൽക്ക്. അതായത് നിറയെ പേർക്ക് ഈ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന ഒരു അലർജിക് പ്രോബ്ലം, അതായത് ഓൾമോസ്റ്റ് ഇപ്പൊ ഗ്ലോബലിൽ തന്നെ എടുത്താൽ ഒരു 65% ആൾക്കാർക്ക് ഈ ലാക്ടോസ് ഇൻടോളറൻസ് പ്രോബ്ലം ഉണ്ട്. സോ അപ്പോൾ നമ്മൾ ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ, നമ്മുടെ പശുവും പാലിന് പകരം നമ്മൾ ഒരു ഓപ്ഷൻ കണ്ടുപിടിക്കണം. അതിന് ഇപ്പോൾ പറഞ്ഞത് വീഗൻ, മോർ ടുവേർഡ്സ് വീഗനിസം. ഓക്കെ, സോ പ്ലാന്റ് ബേസ്ഡ് മിൽക്ക്. ഇതിന് എന്നാ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ലാക്ടോസ് ഫ്രീ ആണ്, പിന്നെ അതിൽ ഗ്ലൂട്ടൻ ഇല്ല, പിന്നെ അതുപോലെ തന്നെ അതിന് നിറയെ പ്രോട്ടീൻസ്, അതർ ബയോ ആക്റ്റീവ് കോമ്പോണൻസ്, വൈറ്റമിൻസ്, ഈവൻ മിനറൽസ്, അതുപോലെ ഫാറ്റ് കുറവാണ്, പിന്നെ അമിനോ ആസിഡ്സ്, അതുപോലെയുള്ള നിറയെ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഏരിയയിൽ ഏത് മെറ്റീരിയൽ ആണോ നിറയെ അവൈലബിൾ ആയിട്ടുള്ളത്, ആ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് പ്രോസസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഈ പ്ലാന്റ് മിൽക്കിന്റെ അഡ്വാൻറ്റേജ്. ഇപ്പൊ നമ്മൾ ഈ മില്ലറ്റിന്റെ മിൽക്ക് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ മില്ലറ്റിന്റെ മിൽക്കിൽ നിന്ന് നമുക്ക് നിറയെ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ നമ്മുടെ തൈര് പശുവും പാലിൽ നിന്ന് ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് ഈ മില്ലറ്റിന്റെ മിൽക്കിൽ നിന്നും തൈര് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ അതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ
ഫാറ്റ് കുറവും അതേസമയം ബാക്കി പ്രോട്ടീന് ബാക്കി കോമ്പോണൻസ് അതെല്ലാം കൂടുതലായിരിക്കും. ഓക്കെ. പിന്നെ അടുത്ത ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡെവലപ്പ് ചെയ്തതാണ് ഈ ബബിൾ ടീ, അതുപോലെ തന്നെ ഫ്ലേവേർഡ് മില്ലറ്റ് അല്ലെ ഈ മില്ലറ്റ് ഷേക്ക്. അത് ആക്ച്വലി നമ്മളിപ്പോ ലാസ്റ്റ് വേൾഡ് ഫുഡിന്റെ ഡൽഹിയിൽ നടന്ന ഫെയറിൽ കൂടെ ഈ ഫ്ലേവേർഡ് മില്ലറ്റ് മിൽക്ക് നമുക്ക് പല ഫ്ലേവറിൽ, ഇപ്പൊ വാനില ഫ്ലേവറോ ചോക്ലേറ്റ് ഫ്ലേവർ, കിവി ഫ്ലേവർ, അങ്ങനെ എന്ത് ഫ്ലേവറാണോ നമുക്ക് പിടിക്കുന്നത് ആ ഒരു ഫ്ലേവറിൽ നമ്മൾ നിറയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പബ്ലിക്കിന്. ഭയങ്കര നല്ല ഒരു അക്സെപ്റ്റബിലിറ്റി ആണ് അതിൽ നിന്ന് കിട്ടിയത്. അത് ഇപ്പൊ അത് ആരെങ്കിലും ഒരു ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഏരിയ ആണ്. കാരണം ഈ പ്ലാന്റ് മിൽക്കിന്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതില്ല മില്ലറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മില്ലറ്റ് മിൽക്ക് എടുക്കുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഒരു സോഴ്സ് തന്നെയാണ് കമ്പയർഡ് ടു കൗ മിൽക്ക്. കൗ മിൽക്കിന്റെ റേറ്റും ഇതിന്റെ റേറ്റും നോക്കിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ പൗഡർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണോ ആ സമയത്തെടുത്ത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഫ്ലേവർ ആഡ് ചെയ്ത് മിൽക്ക് ഷേക്കോ മിൽക്ക് ഫ്ലേവേർഡ് മിൽക്കോ അങ്ങനെ ഏത് പ്രോഡക്റ്റ് ആയിട്ട് വേണമെങ്കിൽ മിൽക്കാം. അതുപോലെ ബബിൾ ടീ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അത്രയധികം പ്രചാരത്തിൽ ആയിട്ടില്ല. ബട്ട് വെളിനാടുകളിലെല്ലാം ഈ ബബിൾ ടീക്ക് ഭയങ്കര ഒരു ഡിമാൻഡാണ്. ആക്ച്വലി ഇതൊരു നല്ല ഡ്രിങ്ക് ആണ്. ലൈക്ക് നമ്മുടെ ടീയുടെ ഗുണങ്ങൾ കിട്ടും. അതേപോലെ തന്നെ പാലിന് പകരം ഈ മില്ലറ്റ് മിൽക്ക് ഉപയോഗിക്കുന്നു. പിന്നെ അതിനകത്ത് ഈ ബബിൾസ് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ പേൾസ്, അതായത് ചൗവരിയാണ്. ചൗവരി ചോക്ലേറ്റ് കോട്ടിങ് അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ആ ചൗവരിയാണ് ഇതിനകത്തെ ഈ ബബിൾസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ആ ചൗവരിക്ക് പകരവും നമുക്ക് മില്ലറ്റിൽ നിന്നുള്ള സ്റ്റാർച്ച് എടുത്തിട്ട് അതിനകത്ത് ഈ പേൾസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ബബിൾ ടീ അത് ഇന്നൊരു ഓപ്ഷനാണ്. പുതിയ പുതിയ ഐഡിയാസ് തുടങ്ങുമ്പോൾ നമ്മളുടെ പ്രോഡക്റ്റുകൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ആഴ്ച സൂപ്പർ മാർക്കറ്റിൽ പോയി നിങ്ങൾക്ക് ഒരു 10 പ്രോഡക്റ്റിലും പുതിയതായിട്ട് ഫുഡ് ആയിട്ട് നിങ്ങൾക്ക് ഷെൽഫിൽ കാണാൻ പറ്റും. പക്ഷേ അതേ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ അടുത്ത ആഴ്ച പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 10 പ്രോഡക്റ്റിൽ ഒരു 5 എണ്ണം പോലും അവിടെ ഉണ്ടാവത്തില്ല. കാരണം ഒരു സസ്റ്റൈനബിലിറ്റി ഇല്ല. ഒരു പ്രോഡക്റ്റ് ചുമ്മാ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഈസി. പക്ഷെ അത് സസ്റ്റൈനബിൾ ആയിട്ട് അതിന് ഒരു മാർക്കറ്റിംഗ് ഡിമാൻഡ് നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ചാലഞ്ചിങ് ആയിട്ടുള്ള ജോബ്. അതിനെന്ത് ചെയ്യണം? നമ്മളുടേതായ ഒരു USP നമുക്ക് ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള മറ്റു പ്രോഡക്റ്റിനെ കഴിഞ്ഞും കൂടുതൽ മേന്മയുള്ളതാണെന്നുള്ള ഒരു USP, നമ്മളുടേതായ ഒരു USP ഉണ്ട്. അതുപോലെ തന്നെ കുറച്ചൊരു ഇന്നോവേഷൻ, അങ്ങനെ നമ്മളുടെ ആൻസിസ്റ്റേഴ്സിന്റെ നോളജ് ഒക്കെ എടുത്തിട്ട് കുറച്ചൊന്ന് മോഡിഫൈ ചെയ്ത് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിനെ നല്ല ഒരു പൊടി തട്ടി എടുത്ത് നല്ല ഒരു പാക്കിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നോൺ ഡയറി മില്ലറ്റ് ഐസ്ക്രീം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പാൽ ഐസ്ക്രീം ബിസിനസ് എന്ന് പറയുന്നത് വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ആണ്. കാരണം അത് ഒന്നുമില്ല, വെള്ളം എയർ ഇത് മാത്രമാണ് അതിനകത്ത് മേജർ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ബാക്കി വളരെ ചെറിയൊരു പോർഷൻ മാത്രമേ നമ്മുടെ പാലോ, അത് ഏത് പാലാണോ ഷുഗർ ആണോ ആ കോമ്പോണൻസ് ഉള്ളൂ. ഓക്കെ. സോ ഇത് നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ചൂസ് ദിസ് മില്ലറ്റ് മിൽക്ക് ഐസ്ക്രീം. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് നമ്മളുടെ സാധാരണ ഐസ്ക്രീമിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കാലറീസ് വളരെ കുറവാണ്, ഫാറ്റ് കണ്ടന്റ് കുറവാണ്. അറ്റ് ദ സെയിം ടൈം അതിൽ പ്രോട്ടീൻ, മിനറൽസ്, അങ്ങനെ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം റിച്ച് ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണിത്. നമ്മുടെ കേരളത്തിൽ കൂടെ ഒരാൾ ടെക്നോളജി എടുത്തിട്ടുണ്ട്. ഒരു എന്റർപ്രണർ, ഒരു ലേഡി എന്റർപ്രണർ ആണ്. ഷീ ഓൾറെഡി സെറ്റ് അപ്പ് ഹെർ പ്ലാന്റ്. ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു 1 മന്തിനുള്ളിൽ എന്താണെങ്കിലും ലോഞ്ച് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് പുള്ളിക്കാരി. സോ ഇത് ഒരു പാറ്റന്റ് ടെക്നോളജിയാണ്. ഈ മില്ലറ്റ് മിൽക്ക് വെച്ചിട്ട് ആ കൺസിസ്റ്റൻസി കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഇച്ചിരി ട്രിക്കിയാണ്. സോ അതുകൊണ്ട് ഇതിന്റെ ടെക്നോളജിക്ക് കുറച്ച് കോസ്റ്റ്ലിയാണ്. 5 lakhs ആണ് ടെക്നോളജി ട്രാൻസ്ഫർ കോസ്റ്റ്. സോ 5 lakhs കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ടെക്നോളജി ഫുൾ റിപ്പോർട്ടോടെ എല്ലാ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്ങും എല്ലാം കൊടുത്ത് നിങ്ങൾ ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നത് വരെ നമ്മൾ ഹാൻഡ് ഹോൾഡിംഗ് സപ്പോർട്ട് കൊടുക്കും. ഇതേ മില്ലറ്റ് ഐസ്ക്രീമിൽ നമുക്ക് ഇന്നും കുറച്ചുകൂടെ ഇതാക്കാൻ വേണ്ടിയിട്ട് omega-3 ഫാറ്റി ആസിഡ് ചേർത്തിട്ട് എൻറിച്ച് ചെയ്യും. omega-3 ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്. അത് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന അതും വെജിറ്റേറിയൻ സോഴ്സ്. അതായത് ചിയ എന്ന് പറയുന്ന ഒരു സീഡ് ഉണ്ട്. അത് വളരെ omega-3 റിച്ച് ആയിട്ടുള്ള ഒരു സീഡാണ്.
അതിനകത്ത് നിന്ന് നമുക്ക് ഈ omega-3 എടുത്ത് അതുകൂടെ ഈ ഐസ്ക്രീമിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ചില കമ്പാരിസൺ ഒക്കെ സാധാരണ ഐസ്ക്രീമും ഇത് തമ്മിലുള്ള ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഒരു ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് നമ്മൾ ഫസ്റ്റ് എക്സ്ട്രൂഡഡ് പ്രോഡക്ട്സ്, അതായത് റെഡി ടു ഈറ്റ്, റെഡി ടു കുക്കിൽ പറഞ്ഞു. ഇതിപ്പോ വളരെ കോമൺ ആണ്. നിങ്ങളിപ്പോ ഒരു റാഗി എടുത്ത് കഞ്ഞി വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല് പൂക്കി കൊടുക്കുകയോ ചെയ്താൽ നമ്മുടെ കുട്ടികളെന്നല്ല നമുക്ക് പോലും അത് കഴിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അതേസമയം അതിന് പകരം നിങ്ങൾ വന്ന ഒരു വെർമിസെല്ലി അല്ലെങ്കിൽ ഒരു മാക്രോണി അല്ലെങ്കിൽ ഒരു പാസ്ത അങ്ങനെ ഒരു ഫോമിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് അത് കഴിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇനി അതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മില്ലറ്റിന്റെ ആ ഗുഡ്നെസ്സിനോടൊപ്പം തന്നെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ചില പൊടിക്കൈകൾ കൂടെ ചേർക്കാം. ഈ പാസ്ത ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കുറച്ച് അതിലൊരു മുരിങ്ങ ലീഫ് പൗഡർ, അതായത് നമ്മുടെ മുരിങ്ങയില അരച്ചത് അതിന്റെ ഒരു പൊടിയെ, അല്ലെങ്കിൽ ക്യാരറ്റിന്റെ പൗഡർ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ടർമറിക്, അങ്ങനെ പല പല നമ്മളുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പല ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ആഡ് ചെയ്യാം. മുരിങ്ങ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വളരെയധികം പ്രോട്ടീൻ റിച്ച്, അയൺ റിച്ച് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഈസിലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൂടെ അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഇനിയും അതിന്റെ ന്യൂട്രീഷണൽ വാല്യൂ ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനൊക്കെ നിറയെ ഷെൽഫ് ലൈഫ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു 6 months ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാം. അതിന്റെ കൂടെ നിങ്ങളുടേതായ ഒരു മസാല പാക്ക് കൂടെ, ഈ അജിനോമോട്ട അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്ത നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള, നമ്മുടെ ഇപ്പോൾ കേരളത്തിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഏത് രീതിയിലുള്ള മസാലയാണോ പ്രിഫറബിൾ ആയിട്ടുള്ളത് ആ രീതിയിലുള്ള ഒരു മസാല പാക്ക് കൂടെ അതിനുള്ളിൽ വെച്ചിട്ട് യു ക്യാൻ ഈസിലി സെയിൽ ഇറ്റ് ഓഫ്. ഓക്കെ, അതിനും വലിയ മുതൽ മുടക്കൊന്നും ആവശ്യമില്ല. ഒരു പാസ്ത മെഷീൻ മാത്രം മതിയോ. പാസ്ത മെഷീനും ജസ്റ്റ് ഒരു സീലിങ്ങിനുള്ള, പാക്കിങ്ങിന്റെ സീലിങ്ങിനുള്ള പ്രൊവിഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലും പല ഷേപ്പിലുള്ള പാസ്ത, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പാസ്ത നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാസ്ത ആണ്. അതുപോലെ തന്നെ സ്നാക്സ്, ഇപ്പോ ഈ എന്താ പറയുക, നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ലീസ് അങ്ങനെയുള്ള സ്നാക്സ് വളരെ പിടിക്കുമല്ലോ, അവരെല്ലാം അതിന് അഡിക്റ്റ് ആണ്. അമ്മമാരാണെങ്കിലും കുട്ടികൾക്ക് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പാക്കറ്റുകളാണ് വാങ്ങി കൊടുക്കുന്നത്. പക്ഷെ അതിന്റെ പിന്നിലുള്ള അപകടങ്ങളെ കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. സോ അതിന് പകരം നമുക്ക് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് നമ്മൾ കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള മില്ലറ്റ്, അതുപോലെ റൈസ് കോമ്പിനേഷൻ, നമ്മുടെ നാട്ടിൽ കേരളത്തിലാണ് നിറയെയധികം ട്രഡീഷണൽ റൈസസ് ഉണ്ട്. അതും മില്ലറ്റും എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട്, ഈവൻ പൾസസ് ഓൾസോ യു ക്യാൻ കമ്പൈൻ അലോങ് വിത്ത് ദാറ്റ് വൺ. അതേപോലെ അതിനെ സ്പൈസി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് പൗഡർ, ഇപ്പൊ അവല് ഞാൻ പറഞ്ഞ നേരത്തെ, ഈ അവല് തന്നെ നമുക്കൊരു ചോക്ലേറ്റ് കോട്ടഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോൺഫ്ലേക്സ് കഴിക്കുന്ന പോലെ രാവിലെ നമ്മുടെ കുട്ടികൾക്ക് പാലിന്റെ കൂടെ അത് കഴിക്കാൻ പറ്റും. സോ അങ്ങനെയുള്ള നിറയെ സ്നാക്സ് ഐറ്റംസ് അതിന് നമ്മൾ ഫ്ലേവർ കളറൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഈ പൊരി, ഞാൻ പറഞ്ഞു പൊരി വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ അധികം ഇഷ്ടമില്ല. ആ പൊരി തന്നെ ഒരു റൗണ്ട് ഷേപ്പിലാക്കി അതിനെ കംപ്രസ് ചെയ്ത് അതിലൊരു ടൊമാറ്റോ ഇതിന്റെ കൂടെ ഫ്ലേവർ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അതിനെ കേക്ക് എന്നുള്ള ഒരു ഫോമിൽ എടുത്തിട്ട് വരും. ഓക്കെ, ആ ഒരു ഫോമിൽ വരുമ്പോൾ അത് നല്ല ക്രിസ്പി ആയിരിക്കും. അതേസമയം എന്താ ഒരു സ്പൈസിന്റെ ടേസ്റ്റ് എല്ലാം കൂടെ വരുമ്പോഴേനും നമ്മുടെ കുട്ടികൾ സ്നാക്സ് ആയിട്ട് അത് നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു പ്രവണത ഇപ്പൊ ഇവിടെ എല്ലാം കണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ള നിറയെ സ്നാക്സ് ഐറ്റംസ്, അതിനുള്ള ടെക്നോളജി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. പിന്നെ അതുകൂടാതെ ഇപ്പൊ അറിയാം നമ്മളെല്ലാവരും എന്താണ് കസ്റ്റമൈസ്ഡ് ന്യൂട്രീഷൻ, അതായത് എനിക്ക് ആവശ്യമായ ന്യൂട്രീഷനിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ എനിക്ക് വേണ്ട ഫുഡ് ഞാൻ തന്നെ പ്രിന്റ് ചെയ്തെടുക്കുക. ആ ഒരു യുഗത്തിലോട്ടാണ് ഇപ്പൊ നമ്മൾ വാങ്ങിക്കുന്നത്. ഇപ്പൊ എന്റെ ന്യൂട്രീഷൻ ആയിരിക്കത്തില്ല നിങ്ങൾക്ക് വേണ്ടിയത്, നിങ്ങളുടെ ന്യൂട്രീഷൻ ആയിരിക്കത്തില്ല നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിരുന്ന റിക്വയർമെന്റ്. സോ ഓരോരുത്തർക്കും എന്ത് റിക്വയർമെന്റോ അതിനനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ, ഇപ്പൊ പിള്ളേർക്കാണെങ്കിൽ നല്ല ഷിഞ്ചൻ കാർട്ടൂൺ ക്യാരക്ടർ ഷേപ്പിൽ അല്ലെ ബട്ടർഫ്ലൈ ഷേപ്പിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സ്, പക്ഷെ അതിനകത്ത് നമുക്ക് അവർക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസും ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുള്ള ടെക്നോളജിയാണ് ഫുഡ് 3D പ്രിന്റിംഗ് ആൻഡ് 4D പ്രിന്റിംഗ്. ഇപ്പൊ 5D 6D ഒക്കെ വരുന്നുണ്ട്. സോ അത് ഇപ്പൊ നമുക്ക് മൈക്രോവേവ് ഓവൻ നമ്മുടെ എല്ലാ വീടുകളിലും ഒരു കോമൺ ഐറ്റമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ ഇനി ഫ്യൂച്ചറിൽ ഈ 3D പ്രിന്റർ മോസ്റ്റ്ലി എല്ലാ വീടുകളിലും കടകളിലും ഒക്കെ ഒരു കോമൺ ഐറ്റമായിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ കാണാൻ കഴിയും. സോ ഇത് 3D പ്രിന്റർ നമ്മുടെ നിഫ്റ്റത്തിലാണ് ആദ്യമായിട്ട് 3D പ്രിന്റിംഗിൽ ഇന്ത്യയിൽ റിസർച്ച് തുടങ്ങിയതും. നമ്മൾ 3D പ്രിന്റർ ഇൻസ്റ്റാൾ ചെയ്ത് ഇപ്പൊ ലാസ്റ്റ് നവംബറിൽ നമ്മുടെ വേൾഡ് ഫുഡ് ഇന്ത്യയിൽ കൂടെ പ്രൈം മിനിസ്റ്റർ കൂടെ വന്ന് വിസിറ്റ് ചെയ്തിരുന്നു ഈ 3D ഫുഡ് പ്രിന്റിംഗ് ഓപ്ഷന്. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചോക്ലേറ്റ്സ്, അതുപോലെ തന്നെ ക്യാൻഡീസ് കുട്ടികൾ വളരെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നത്. സോ അതിന് പകരം നമുക്ക് ഈ മില്ലറ്റിന്റെ, ഇപ്പൊ പോളോ എന്ന് പറയുന്ന മിക്കവാറും എല്ലാവരും കഴിക്കുന്ന സാധനമല്ല, ഈ പോളോ
ആ പോളോയുടെ ഷേപ്പിൽ തന്നെ നമുക്ക് മില്ലറ്റിൽ നിന്നുള്ള പെലറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ക്യാൻഡി കഴിക്കുന്ന സമയത്തിന് ഇത് കഴിച്ചാൽ ആ മില്ലറ്റ്സിനുള്ള എല്ലാ ബെനിഫിറ്റ്സും കിട്ടും. ഓൾറെഡി നമ്മുടെ നേരത്തെ സ്പീക്കേഴ്സ് ഒക്കെ പറഞ്ഞു ഹൈ ആന്റി ഓക്സിഡന്റ് ആക്ടിവിറ്റി, ഹൈ പ്രോട്ടീൻ, ഹൈ അമിനോ ആസിഡ്, അങ്ങനെ കുറെ ഗുണങ്ങളൊക്കെ പറഞ്ഞു. സോ ആ ഗുണങ്ങളെല്ലാം നമുക്ക് ഇതിൽ ടാപ്പ് ചെയ്തിട്ട് ഈസി ആയിട്ട് ചെല്ലാവുന്ന ഒരു സാധനമാണ്. ഇതിനൊരു കംപ്രസ്ഡ് ക്യാൻഡി, ഒരു കംപ്രസ്ഡ് ക്യാൻഡി മെഷീൻ മാത്രം മതിയാവും ഇങ്ങനെയുള്ള ഇത് ചെയ്യാനായിട്ട്. പിന്നെ അടുത്തത് പറഞ്ഞു പാപ്പേഡ് ആൻഡ് ടോർട്ടിലാസ്. ഇത് ഈസി ആയിട്ട് ലേഡീസിന് കൂടെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയതാണ്. ഇത് മില്ലറ്റിന്റെ കൂടെ നിങ്ങൾക്ക് ഉഴുന്ന, ഈവൻ നമ്മുടെ കപ്പ പൊടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എന്താണ് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളത് മില്ലറ്റിന്റെ കൂടെ. ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ മില്ലറ്റ്സ് അത്രയധികം അവൈലബിൾ അല്ല. സോ ഈ മില്ലറ്റ്സിന്റെ കൂടെ നിങ്ങൾക്ക് ബാക്കി പ്രോഡക്റ്റ് കൂടെ ആഡ് ചെയ്തിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്ന ചില ടെക്നോളജികളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. സോ അടുത്തതെന്ന് പറയുന്നത് ബേക്കറി പ്രോഡക്ട്സ്. ഏത് സമയത്തായിരുന്നാലും നിറയെ ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് ബേക്കറി പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് കാണാം, നമ്മുടെ നാട്ടിലാണെങ്കിലും മുക്കിലും മൂലയിലും എല്ലാം ബേക്കറി ഉണ്ട്. പക്ഷെ എന്ന് ആരും പുതിയ ബേക്കറി തുടങ്ങുന്നില്ലേ? ഇനിയും ആൾക്കാർ ബേക്കറികൾ തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇതിൽ എന്താണ് ഒരു അഡ്വാൻറ്റേജ് നമുക്ക് മില്ലറ്റ്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ മോസ്റ്റ്ലി മൈദ അല്ലെങ്കിൽ ഗോതമ്പിന്റെ പൊടികളാണ് നമ്മൾ ഈ ബേക്കറി ഐറ്റത്തിന് ഉപയോഗിക്കുന്നത്. സോ അത് നമുക്ക് റീപ്ലേസ് ചെയ്യാം. മൈദ റീപ്ലേസ് ചെയ്ത് നമുക്ക് ഈ മില്ലറ്റ് ഫ്ലോർ ആഡ് ചെയ്യാം. ഇപ്പൊ മില്ലറ്റ് ഫ്ലോർ വെച്ചിട്ട് ഇപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്ന ഈ കുക്കി ഉണ്ടല്ലോ, നമ്മുടെ ബോർബോൺ പോലത്തെ ഉള്ള ഈ കുക്കീസ്, ഇതൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയാണ്. അത് വളരെ ഡിമാൻഡ് ഉള്ള ടെക്നോളജി. അതിൽ യു കൻ സീ ദ പ്രോട്ടീൻ എത്ര ഹൈ ആണെന്നുള്ളത് നോക്കൂ. അതുപോലെ തന്നെ ഫൈബർ എത്ര ഹൈ ആണ്, ആഷ് കണ്ടന്റ്, മിനറൽ കണ്ടന്റ്. സോ ഇത് നമ്മൾ മറ്റുള്ള നമ്മുടെ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഈ സാൻഡ്വിച്ച് കുക്കീസ്, വീറ്റ് ക്രാക്കേഴ്സ് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് എത്രമാത്രം ഫങ്ഷണൽ ബെനിഫിറ്റ്സ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ടെന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ഓൾ കേക്ക് ഐറ്റംസ്, ഈവൻ മഫിൻസ്, ബ്രെഡ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇപ്പൊ നമുക്ക് ഗ്ലൂട്ടൻ ഫ്രീ ബേക്കറി പ്രോഡക്ട്സ് എന്നുള്ള ലേബലിൽ ഇത് ചെയ്ത് നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് കൊണ്ടുപോകാവുന്നതാണ്. ബേക്കറി ബിസിനസ്സിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കപ്പാസിറ്റി എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 8 ലക്ഷം രൂപ ഉണ്ടെങ്കിലും ഒരു ബേക്കറി തുടങ്ങാം, 50 ലക്ഷം രൂപ ഉണ്ടെങ്കിലും ബേക്കറി തുടങ്ങാം, 1 കോടി രൂപ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ബേക്കറി തുടങ്ങാം. ഓക്കെ, ആ രീതിയിൽ നമ്മൾക്ക് എന്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കപ്പാസിറ്റിയോ അത് ബേസ് ചെയ്ത് നമ്മൾ സ്മോൾ സ്കെയിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഈ ബേക്കറി ബിസിനസ്. നമ്മുടെ ഇൻക്യുബേഷൻ സെന്ററിൽ തന്നെ നിറയെ ബെനിഫിഷ്യറീസ് only with millet cookies, they are earning so much nowadays. I will tell you the story also. Then another product ആണ് millet starch. ഈ സ്റ്റാർച്ച് മാത്രം മില്ലറ്റിനകത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ സ്റ്റാർച്ചിൽ നിന്നുള്ള എഡിബിൾ ഫിലിംസ് ഉണ്ടാക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ടീ ബാഗ് ഒക്കെ നമുക്കിപ്പോ ഒരു പേപ്പർ ബാഗിൽ വരും അല്ലെ, ടീയിലല്ല. സോ അതിന് പകരം നമുക്ക് ഈ മില്ലറ്റിൽ നിന്നുള്ള സ്റ്റാർച്ച് എടുത്തിട്ട് ആ ഫിലിം വെച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അതും നമ്മൾ ടീ ഡിപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് അതും ഒരു കൺസ്യൂം ചെയ്യാവുന്ന രൂപത്തിൽ കൂടെ ആക്കാം. ഈവൻ സൂപ്പ് ബാഗ്സ് ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അത് ഇതിന് തിക്നെസ് ആഡ് ചെയ്യാൻ കൂടെ സഹായിക്കും. സോ അപ്പൊ മില്ലറ്റിന്റെ ബെനിഫിറ്റ്സും കിട്ടും, നമുക്ക് സൂപ്പിന്റെ ബെനിഫിറ്റ്സും കിട്ടും. അതുമാതിരിയുള്ള മില്ലറ്റ് എഡിബിൾ ഫിലിം ടെക്നോളജി, ഇതേപോലെ നിറയെ ടെക്നോളജീസ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് നിർത്തുകയാണ്. ഇപ്പോൾ ടെക്നോളജീസ് ഇതുപോലെ മില്ലറ്റിൽ ബേസ്ഡ് ആയിട്ടുള്ള നിറയെ ടെക്നോളജീസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൈലബിൾ ആണ്. സോ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നിഫ്റ്റം തഞ്ചാവൂർ. ഷോർട്ട് ഫോമിൽ പറഞ്ഞാല് ഒരു ചെറിയ ലാബായിട്ട് തുടങ്ങിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്, ലൈക്ക് IITs NITs പോലെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നമ്മുടെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് റിസർച്ച് ആൻഡ് ഇന്നോവേഷനും അക്കാഡമിക് പ്രോഗ്രാംസും ആണ് നമ്മുടെ മേജർ ആക്ടിവിറ്റി. അതിനുശേഷം 20% നമ്മുടെ ട്രെയിനിങ് ഔട്ട്റീച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ 20% ടെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, അതുപോലെ കൺസൾട്ടൻസി, ഇൻക്യുബേഷൻ സർവീസസ്. സോ അക്കാഡമിക് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് ബിടെക്, എംടെക് ആൻഡ് PhD ഇൻ ഫുഡ് ടെക്നോളജിയാണ് മെയിൻ ആയിട്ടുള്ളത്. ബിടെക് അഡ്മിഷൻ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ, JEE മെയിൻസിലെ റാങ്ക് വെച്ചിട്ടുള്ള അഡ്മിഷൻ ആണ് എടുക്കുന്നത്. അഡ്മിഷൻ ത്രൂ ജോസയാണ്, കോമൺ അഡ്മിഷൻ പ്ലാറ്റ്ഫോം വഴിയാണ്. എംടെക് PhD നമ്മളുടേതായ എൻട്രൻസ് ഉണ്ട്. 3 ഡിസിപ്ലിൻ ഉണ്ട്: ഫുഡ് പ്രോസസ് എഞ്ചിനീയറിംഗ്, ഫുഡ് പ്രോസസ് ടെക്നോളജി, ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്. അതേപോലെ ഇനി നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഫെസിലിറ്റികളെ കുറിച്ച് ഞാൻ ബ്രീഫ് ആയിട്ടൊന്ന് പറയാം. നമുക്കൊരു സെന്റർ ഓഫ് എക്സലൻസ് ഇൻ നോൺ തെർമൽ പ്രോസസിംഗ് എന്ന് പറയാം. നമുക്കറിയാം ഇപ്പൊ നമ്മൾ പ്രിസർവേഷൻ ഓഫ് ഫുഡ് അല്ലെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ടെമ്പറേച്ചർ ഉപയോഗിച്ച് സ്റ്റെറിലൈസേഷൻ, പാസ്ചറൈസേഷൻ, റിട്ടോട്ടിങ്, അങ്ങനെ நிறைய ടെക്നിക്സ്. സോ അതിലൊക്കെയുള്ള ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് പകുതിയും നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് ഈ പ്രോസസ്സിംഗ് കൊണ്ട്. അതേസമയം അതിന്റെ ഫ്രഷ് ടേസ്റ്റ് അല്ലെ ഫ്രഷ് ഫ്ലേവറും നഷ്ടപ്പെടുന്നു.
അതെല്ലാം റീറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ടെക്നിക്കാണ് ഈ നോൺ തെർമൽ ടെക്നിക് എന്ന് പറയുന്നത്. അത് ഹൈ പ്രഷർ പ്രോസസ്സിങ്, കോൾഡ് പ്ലാസ്മ, നിറയെ ടെക്നിക്കുകളുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. ഇപ്പൊ ഹൈ പ്രഷർ പ്രോസസ്സിങ് വഴിയുള്ള ജ്യൂസുകളൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു രണ്ടിടത്ത്, ബാംഗ്ലൂരിൽ, പൂനെയിലൊക്കെ 2 കമ്പനീസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഫുഡ് ഐറ്റംസ് ആണ്. അതുപോലെ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്രെയിൻ സയൻസസ്, ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് പാടി, പൾസസ്, ഗ്രെയിൻസ്, മില്ലറ്റ്സ്, അങ്ങനെയുള്ള എല്ലാ ഗ്രെയിൻസിന്റെ പ്രോസസ്സിംഗ് അതുപോലെ ടെസ്റ്റിങ്ങിനുമുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഇൻക്യുബേഷൻ സർവീസസിനും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് റെന്റൽ ബേസിസിൽ വി ആർ ഗിവിംഗ്. ഇപ്പോൾ ഇതിലുള്ള നമുക്കൊരു 1/2 ടൺ മോഡേൺ റൈസ് മില്ലെല്ലാം ഉണ്ട്. അതേപോലെ മില്ലറ്റിനുള്ള മെഷീനറീസും ഉണ്ട്. ഇപ്പോൾ ട്രഡീഷണൽ റൈസ് വെറൈറ്റീസ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നവര്, അല്ലെ ഓർഗാനിക് റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്നവര്, സാധാരണ മില്ലിൽ പോയി അത് നമ്മൾ മില്ല് എടുക്കുമ്പോൾ അതിൽ കണ്ടാമിനേഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ളവരെല്ലാം ഇതൊക്കെ എടുത്തിട്ട് വന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റൈസ് മില്ലിൽ വന്ന് അരച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ നമുക്കൊരു സെൻസറി സ്കൂൾ ഉണ്ട്. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കൺസ്യൂമേഴ്സിന് എത്രത്തോളം അക്സെപ്റ്റബിൾ ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെൻസറി അനാലിസിസ് കൊടുക്കുന്നത്. ഈ സെൻസറി സ്കൂളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ ഒരാളുടെ മുഖത്തുണ്ടാകുന്ന എക്സ്പ്രഷൻസ് അതുവരെ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. അത് ക്യാപ്ചർ ചെയ്തിട്ട് നമുക്ക് അതിനകത്തുനിന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റും വെദർ ദ പേഴ്സൺ ലൈക്ക് ദ പ്രൊഡക്റ്റ് ഓർ നോട്ട് എന്നുള്ളത്. ഓക്കെ, അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ടെക്നിക്സുകളുള്ള, അതേപോലെ ഈനോസ്, നമ്മുടെ മൂക്ക് ചെയ്യുന്ന പ്രവൃത്തി മെഷീൻ വഴി ചെയ്യുന്നത്, അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് കൂടിയ ഒരു സെൻസറി സ്കൂൾ ഉണ്ട്. പിന്നെ അടുത്ത് ഇതാണ് എന്റെ കേന്ദ്രം, ഫുഡ് പ്രോസസിംഗ് ബിസിനസ് ഇൻക്യുബേഷൻ സെന്റർ. ഇപ്പോൾ നമ്മുടെ IIMRലോ സിഫ്റ്റിലോ ഒക്കെ ഉള്ള പോലെ അവര് സ്പേസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഇൻക്യുബേഷൻ സെന്ററിൽ നമുക്ക് ഓൾറെഡി ലാൻഡ് കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ട്, അല്ലെ സ്പേസ് കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ട് സ്പേസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷെ ഈ ഇൻക്യുബേഷൻ സെന്ററിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ പ്രോസസ്സിംഗ് ലൈൻസും, ഗ്രെയിൻ പ്രോസസ്സിംഗ് ആകട്ടെ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ പ്രോസസ്സിംഗ്, സ്പൈസ് പ്രോസസ്സിംഗ്, എക്സ്ട്രൂഷൻ ലൈന്, ഹോട്ട് കോൾഡ് എക്സ്ട്രൂഷൻ, cryogenic grinding, beverage plant like including bottling, carbonated beverage, non-carbonated beverage, ice cream line, അതേപോലെ വെർജിൻ കോക്കനട്ട് ഓയിൽ. സോ എന്ത് ലൈൻ, ചോക്ലേറ്റ് ആൻഡ് കൺഫെക്ഷനറി, ബേക്കറി, ഏതെടുത്താലും എല്ലാം അണ്ടർ എ സിംഗിൾ റൂഫ് നമുക്ക് നെഫ്റ്റ തഞ്ചാവൂരിലെ ഇൻക്യുബേഷൻ സെന്ററിൽ അവൈലബിൾ ആണ്. സോ ഇവിടെ മേജർ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് പറഞ്ഞാൽ ട്രെയിനിങ് ആണ്, സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് ആക്ടിവിറ്റീസ്. ആ ട്രെയിനിങ് പല ഡ്യൂറേഷൻ ട്രെയിനിങ്. ഇപ്പോൾ ഒരു ഫുഡിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക്, ബട്ട് അയാൾക്ക് ഫുഡിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല, ഫുഡ് പ്രോസസിങ് എന്താണെന്ന് അറിയാനില്ലാത്ത ഒരാൾക്കാണെങ്കിൽ ഒരു ബിഗിനേഴ്സ് ട്രെയിനിങ്, അതായത് ഒരു 1 ഡേ ട്രെയിനിങ്, നമ്മൾ അത് ഒരു അവയർനെസ്, ഏതൊക്കെയാണ് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഏതൊക്കെ തരത്തിലുള്ള പ്രോഡക്ട്സ് ചെയ്യാം, അതെങ്കിൽ അതിന്റെ ഡിമാൻഡ് എങ്ങനെയാണ്, അതൊക്കെ അങ്ങനെയുള്ള ഒരു ബേസിക് ലെവൽ ട്രെയിനിങ്. ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സെലക്ട് ചെയ്യാം ഫ്യൂച്ചറിൽ അവരൊരു പർട്ടിക്കുലർ ഏരിയ സെലക്ട് ചെയ്തിട്ട് പിന്നെ ഒരു 3 ഡേയ്സ് ട്രെയിനിങ്ങോ 5 ഡേയ്സ് ട്രെയിനിങ്ങോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് അത് ചെയ്യുന്നതിനുള്ള ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് കൊടുക്കുന്നത്. അങ്ങനെ പല ഡ്യൂറേഷനിലും പല ടൈപ്പിലുമുള്ള ട്രെയിനിങ് ആക്ടിവിറ്റീസ് കൊടുക്കുന്നു. അത് റെഗുലർ ആയിട്ട് നമ്മൾ ഷെഡ്യൂൾഡ് ട്രെയിനിങ് ഉണ്ട്. അതില്ലാതെ ഓരോരുത്തരുടെ റിക്വസ്റ്റിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് ട്രെയിനിങ് ഓപ്ഷൻസും ഉണ്ട്. പിന്നെ അത് കൂടാതെ ചെയ്യുന്ന നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർവീസ് എന്ന് പറയുന്നത് ഇൻക്യുബേഷൻ സർവീസസ്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് നിങ്ങൾക്ക് അറിയാം അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് എല്ലാം നിങ്ങൾക്ക് അറിയാം. പക്ഷെ നിങ്ങൾക്ക് അത് ഇനീഷ്യൽ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റിനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല, പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻവെസ്റ്റ്മെന്റിനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ എന്താ ചെയ്യുക വെച്ചാൽ, വി ആർ ഗിവിംഗ് നമ്മളുടെ എല്ലാ മെഷീനറീസും റെന്റൽ ബേസിസിൽ അവർക്ക് കൊടുക്കുന്നു. ആ റെന്റൽ ബേസിസ് എന്ന് പറഞ്ഞാൽ ഓൺലി ഇലക്ട്രിസിറ്റി ചാർജസ്. ഇപ്പൊ നിങ്ങൾ ഒരു മെഷീൻ ഒരു 1 മണിക്കൂർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെഷീനിന് എത്ര ഇലക്ട്രിസിറ്റി ചാർജ് ആകുമോ, ചില മെഷീനിന് 50 രൂപയായിരിക്കും, ചില മെഷീന് പെർ അവർ 30 രൂപയായിരിക്കും, ചിലതിന് 100 റുപ്പീസ് ആയിരിക്കും, ചിലത് 200 റുപ്പീസ് ആയിരിക്കും. ഏത് മെഷീൻ എത്ര സമയം നിങ്ങൾ യൂസ് ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള ചാർജ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് അത് ടെസ്റ്റ് മാർക്കറ്റ് ചെയ്യാം. ടെസ്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 1 ഇയർ നിങ്ങൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. ഓക്കെ, നമ്മുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ട്, നമുക്കിത് മാർക്കറ്റിൽ ഇറക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് വന്നതിന് ശേഷം നമുക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് വരും. അല്ലെങ്കിൽ എല്ലാവർക്കും ഭയമായിരിക്കും, പുതിയൊരു സംരംഭം തുടങ്ങുമ്പോൾ അത് വിജയിക്കുമോ, നമ്മൾ ഇത്രയും പൈസ മുടക്കി മെഷീനറി ഇതെല്ലാം വാങ്ങി വെച്ചിട്ട് അവസാനം വേസ്റ്റ് ആയി പോകുമോ എന്നുള്ള ഭയം കാരണം പലരും അതിൽ നിന്ന് പിന്മാറുന്നുണ്ട്. സോ അങ്ങനെയുള്ളവർക്കായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് ഇത്. സോ ഇതിന് നമ്മൾ എങ്ങനെ ഇൻക്യുബേഷൻ സർവീസസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ലൈക്ക് നമ്മളുടെ ഒരു 5 ഡേ ട്രെയിനിങ്, അല്ലെ നമ്മുടെ ഒരു ടെക്നോളജി എടുത്തവര്, അല്ലെ നമ്മുടെ ഒരു കൺസൾട്ടൻസി സർവീസ് എടുത്തവരാണെങ്കിൽ അവർക്ക് ആദ്യത്തെ 6 മാസത്തേക്ക് there is no registration fee. രജിസ്ട്രേഷൻ ഫീ ഒന്നും ആവശ്യമില്ല. അവർക്ക്
ആ ട്രെയിനിങ്ങിന്റെ ബേസിസിൽ അടുത്ത 6 മാസത്തേക്ക് അവർക്ക് റോ മെറ്റീരിയൽ കൊണ്ടുവന്ന് പ്രോസസ് ചെയ്ത് എടുത്തിട്ട് പോകാം. അതിനുശേഷം അവർക്ക് അത് റിന്യൂ ചെയ്യണം. റിന്യൂ ചെയ്യാനായിട്ട് 10,000 rupees ആണ് റിന്യൂവൽ ഫീസ്. ആ ട്രെയിനിങ് ഒന്നും എടുക്കാത്തവരാണ്, ഫ്രഷ് ആയിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ഇനീഷ്യലി തന്നെ രജിസ്റ്റർ ചെയ്ത് ഇൻക്യുബേറ്റ് ആയതിനു ശേഷം അവർക്ക് ഈ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ ഇത് കൂടാതെ നമ്മളുടെ ഒരു NABL അക്രഡിറ്റഡ് ലാബ് ഉണ്ട്. അത് FSSAയുടെ റെഫറൽ ലബോറട്ടറി ആണ്. അതുകൂടാതെ നാഷണൽ ലെവലിലെ റെഫറൻസ് ലാബും ആണ്. ഓക്കെ. ഓൾമോസ്റ്റ് എല്ലാ ഹൈടെക് എക്യുപ്മെന്റ്സും നമ്മളുടെ ഈ ലാബിൽ അവൈലബിൾ ആണ്. ഇതിൽ നമ്മൾ കൊമേഴ്ഷ്യൽ സാമ്പിൾസ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ നമുക്ക് FSSAയുടെ ഒരു ലൈസൻസ് ഇല്ലാതെ ഒരു ഫുഡ് പ്രോഡക്റ്റ് പോലും നമുക്ക് വിൽക്കാനായിട്ട് പറ്റത്തില്ല, മാർക്കറ്റിൽ ഇറക്കാൻ പറ്റത്തില്ല. സോ അങ്ങനെയുള്ള FSSAI ലൈസൻസ് ഒക്കെ രജിസ്ട്രേഷൻ നമ്പർ എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് അതിന് റിപ്പോർട്ട് കൊടുക്കാം. സോ അതിന് നിങ്ങളുടെ സാമ്പിൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണം, ഈവൻ പെസ്റ്റിസൈഡ് റെസിഡ്യൂ എന്ത് ടെസ്റ്റ് ചെയ്യണമെങ്കിലും നമ്മുടെ ലാബിൽ സാമ്പിൾ അയച്ചു കൊടുത്താൽ മതി. നമ്മുടെ വെബ്സൈറ്റിൽ അതിന്റെ ഡീറ്റെയിൽസ്, ഓരോ ടെസ്റ്റിനും എത്ര ചാർജ്, എന്തെല്ലാം പാരാമീറ്റേഴ്സ് ടെസ്റ്റ് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ ഏതെങ്കിലും ഇൻഡസ്ട്രിക്ക് യൂസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ they can send the sample and then they can get the results. Then we are having ഒരു ടെക്നോളജി ഡിസമിനേഷൻ യൂണിറ്റ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു മോർ ദാൻ 150 ടെക്നോളജീസ് ഇപ്പോൾ റെഡിലി അവൈലബിൾ ആണ് ടെക്നോളജി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട്. സോ ഇത് അതിൽ സം ഓഫ് ദ ലിസ്റ്റ് ആണ്. നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ ലിസ്റ്റ് എടുക്കാവുന്നതാണ്. സോ ഈ ടെക്നോളജീസ് നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെയിൽ അയച്ച് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് തിരിച്ചതിന്റെ ഫോർമാലിറ്റീസ്, ആദ്യം നിങ്ങൾ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ ട്രെയിനിങ് കൊടുത്ത് ഫീസ് പേ ചെയ്തതിന് ശേഷം അതിൽ ട്രെയിനിങ് കൊടുത്ത്, ചില ടെക്നോളജീസ് വളരെ ചീപ്പായിരിക്കും, 25,000 50,000, ചിലത് 1 lakh, അങ്ങനെ ഓരോ ടെക്നോളജിയുടെ സ്വഭാവം അനുസരിച്ച് അതിന്റെ റേഞ്ച് മാറിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ കുറെ മെഷീനറീസ് അത് ഓൾറെഡി നമ്മൾ 2 കമ്പനീസിന് ലൈസൻസ് കൊടുത്തു കഴിഞ്ഞു. ലൈക്ക് സോളാർ ഹൈബ്രിഡ് ഡ്രയർ, മൊരിങ്ങ ലീഫ് സെപ്പറേറ്റർ, മൊബൈൽ പ്രോസസിംഗ് യൂണിറ്റ്, ഇന്റഗ്രേറ്റഡ് ഓണിയൻ, പഫിംഗ് മെഷീൻ, ഞാൻ നേരത്തെ പറഞ്ഞ പഫിംഗ് മെഷീൻ. ഓക്കെ. അതുകൂടാതെ നമ്മളുടെ അതർ സർവീസസ് എന്ന് പറഞ്ഞാൽ കൺസൾട്ടൻസി സർവീസസ്. ഇപ്പോൾ ഓറൽ കൺസൾട്ടൻസി ഉണ്ട്, ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്, അതായത് ഫിസിക്കലി നിങ്ങൾ വന്ന് ചെയ്യുന്നതുണ്ട്. ഓറൽ കൺസൾട്ടൻസി ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ മൈൻഡിൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഉണ്ട്, പക്ഷെ അത് എങ്ങനെ ചെയ്യണം നിങ്ങൾക്ക് അറിയത്തില്ല, അതിന്റെ ടെക്നോളജി അറിയത്തില്ല, പക്ഷെ യു വാണ്ടഡ് ടു ഡെവലപ്പ് സച്ച് എ പ്രോഡക്റ്റ്, അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കൺസൾട്ടൻസി സർവീസസ് എടുക്കാവുന്നതാണ്. അതില്ല ഏതെങ്കിലും ഒരു നിങ്ങളുടെ ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യണം, ഒരു സ്പോൺസേർഡ് റിസർച്ച് പ്രോജക്റ്റ് എന്നുള്ള ഇതിൽ അത് എടുക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ന്യൂ പ്രോഡക്റ്റ് അതിന്റെ ഫുൾ ടെസ്റ്റിംഗ് റിപ്പോർട്ട് എല്ലാം കൂടെ, അത് ഫീസിബിലിറ്റി, അത് പാക്കേജിങ്, എന്നാ മെഷീനറി വേണം, എല്ലാ ഡീറ്റെയിൽസോടും കൂടി ഒരു സ്പോൺസർഡ് റിസർച്ച് പ്രോജക്റ്റ്, ഒരു മാൻ പവർ എടുത്തിട്ട് ആ മാൻ പവർ നിങ്ങളുടെ പ്രോജക്റ്റിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ടേൺ കീ പ്രോജക്ട്സ്, അത് A to Z നിങ്ങൾ എല്ലാം ചെയ്ത് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്ത് അതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതിന് കൺസൾട്ടൻസി ചാർജ് നിങ്ങൾ ആ പ്രോജക്ട് കോസ്റ്റിന്റെ ഇതിനനുസരിച്ച് 1%, 2% അങ്ങനെയുള്ള കൺസൾട്ടൻസി ചാർജ്. സോ ഇങ്ങനെയുള്ള എല്ലാ പ്രൊവിഷൻസും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സ്റ്റാർട്ടപ്സിന് അല്ലെങ്കിൽ ആസ്പയറിംഗ് എന്റർപ്രണേഴ്സിന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ഇൻക്യുബേഷൻ സെന്റർ മൂലമായിട്ട് ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുള്ള ബെനിഫിഷ്യറീസ് ആണ്. ഒരു നിയർലി 142 സക്സസ്ഫുൾ എന്റർപ്രണേഴ്സ് ഞങ്ങളുടെ ഇൻക്യുബേഷൻ സെന്റർ വഴിയായിട്ട് ഇപ്പോൾ ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഓൾറെഡി ദേ ആർ ഇൻ ടു ബിസിനസ്. അതിൽ millet based products ആണ് most of them. You can see one lady only 10th pass ആണ്, ഈ രാജേശ്വരി എന്ന് പറയുന്ന ലേഡി. രാഷ്ട്രപതി ഭവനിൽ നിന്ന് സൃഷ്ടി പുരസ്കാർ സമ്മാൻ വരെ ഇപ്പൊ വാങ്ങിയിട്ടുണ്ട്. 100-ലധികം മില്ലറ്റ് ബേസ്ഡ് പ്രോഡക്റ്റ് മാത്രമാണ് ഈ ലേഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ബ്ലിസ്റ്റർ എന്ന് പറയുന്ന ഈ കമ്പനി, ശിവരാമകൃഷ്ണൻ എന്ന് പറയുന്ന ഹാപ്പി മില്ലറ്റ്സ്, അവര് ഈവൻ US-ലോട്ട് എല്ലാം ഇപ്പൊ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട് ഈ മില്ലറ്റ് ബേസ്ഡ് പ്രോഡക്ട്സ്. സോ മെനി പീപ്പിൾ ആർ ദെയർ. ലൈക്ക് മില്ലറ്റ് കുക്കീസ് കൊണ്ട് മാത്രം വളർന്ന 2-3 പേരാണ് ഈ ലേഡി. അതേപോലെ ഇവര് യൂണിവേഴ്സ് കുക്കീസ് എന്ന് പറഞ്ഞിട്ട് ഇവര് സാലൈ വടമലൈ, ഇവര് ഇപ്പോ ഈ ലാസ്റ്റ് വാരണാസിയിൽ വന്ന ഒരു എക്സിബിഷനിൽ ഇവർ ഓൺലി ട്രഡീഷണൽ ഐറ്റം മാത്രം യൂസ് ചെയ്യുന്ന ആളാണ്. വേറെ ഒരു കെമിക്കൽ ഒന്നുമില്ല. ട്രഡീഷണൽ റൈസ്, അതേപോലെ ഈ മില്ലറ്റ്സ്, പിന്നെ അതിന്റെ കൂടെ വെല്ലം, അങ്ങനെയുള്ള അഡിറ്റീവ്സ് മാത്രം യൂസ് ചെയ്ത് കുക്കീസ് ആണ് ഇവർ ഉണ്ടാക്കുന്നത്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ വരെ സ്റ്റോൾ വിസിറ്റ് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്തതാണ്. ഇത് ഞങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് കലണ്ടർ നമ്മുടെ വെബ്സൈറ്റിൽ ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഏതിലാണോ ഇൻട്രസ്റ്റ് അതിൽ നമുക്കൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ അതിൽ നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നതായിരിക്കും. അതില്ലാതെ നമ്മുടെ ഒരു PMFMEയുടെ ഒരു സൈറ്റ് ഉണ്ട്, അതിൽ നിറയെ ഇൻഫർമേഷൻസ് ഉണ്ട്. ഇപ്പൊ നിഫം തഞ്ചാവൂർ നിങ്ങൾ ഗൂഗിളിൽ പോയി അടിച്ചാൽ
നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റ് വരും. അതിൽ റൈറ്റ് ഹാൻഡ് കോർണറിൽ PMFME സ്കീം എന്നുണ്ട് ഒരു ടാബ്. ആ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൈം മിനിസ്റ്റേഴ്സ് ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് എന്നുള്ള സ്കീമിന്റെ ഒരു ഇതാണ്. ഇതിൽ നിങ്ങൾ ഇത് നോക്കുക, ട്രെയിനിങ് മെറ്റീരിയൽ ODOP എന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പല പല കാറ്റഗറി കാണാം. ഇപ്പൊ നിങ്ങൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കുക, ഇതിലൊരു മോർ ദാൻ 100 പ്രോഡക്ട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സപ്പോസ് ഗോവ ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണം, ഞാൻ നോക്കി ഇതിനകത്ത് ഗോവ ജ്യൂസ് ഉണ്ടാക്കുന്നതിനുള്ള വീഡിയോ പല പല ലാംഗ്വേജ് ഇൻക്ലൂഡിങ് മലയാളം ലാംഗ്വേജ് ഈസ് ദെയർ. അതേപോലെ അതിനുള്ള പവർ പോയിന്റ് പ്രസന്റേഷന്, അതിന്റെ പാക്കേജിംഗ് ടെക്നോളജി എങ്ങനെ വേണം, അതിന്റെ സേഫ്റ്റി ഗൈഡ് ലൈൻസ്, FSSAI റെഗുലേഷൻസ് എന്താണ്, അതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒരു മോഡൽ DPR കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ DPR ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ഈവൻ ബാങ്ക് ലോൺ ഒക്കെ കൂടെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷനും ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഓരോ സഹായങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വിത്ത് ദിസ് ഐ വിൽ ജസ്റ്റ് കൺക്ലൂഡ് മൈ സെഷൻ. If you have any doubts, please, and we are always ready to support you people in whichever way possible from our side. Thank you, Dr. Shinoj, for giving me this opportunity. Thank you so much. Thank you, Srija Madam, for a wonderful presentation. Excellent presentation, and it covered all the areas, and it was very interesting. Towards the end, you have explained how to use that website positively for getting the more information, and you have explained about the business incubation center, the test marketing facilities, and also the development of extruded products, and even the printed foods. That was also very interesting to see about the bakery products, gluten-free bakery products and all. Thank you so much, Madam. Madam is a professor and head of the Food Processing Business Incubation Center at NIFTM. NIFTM is National Institute of Food Technology, Entrepreneurship and Management Institute at Tanjavur. മാഡത്തിനെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡോക്ടർ ഷിനോജ് സാർ ഇവിടെ ഉണ്ട്. അതേ കോളേജിൽ പഠിച്ച മാഡമാണ്, ഫ്രണ്ട്സാണ് അവർ. അപ്പോൾ മാഡത്തിൻ്റെ നമ്പറൊക്കെ കിട്ടണമെങ്കിൽ സാറിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. നമുക്ക് മാഡം കോട്ടയം സ്വദേശിയാണ് അല്ലേ മാഡം? കോട്ടയം സ്വദേശിയാണ്, നമ്മുടെ നാട്ടുകാരിയാണ്. നമുക്ക് മാഡത്തിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് എല്ലാവർക്കും അത് എടുക്കാവുന്നതാണ്. സാറിനെ കോണ്ടാക്ട് ചെയ്ത് നമ്പർ മാഡത്തിൻ്റെ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്ത് തഞ്ചാവൂരിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പോയി കാണാൻ പറ്റുമോ മാഡം? വിസിറ്റ് ഫ്രീ ആണ്, എപ്പോൾ വേണം ഒരു മെയിൽ അയച്ച് പെർമിഷൻ എടുത്തിട്ട് വന്നാൽ മതി. ഓക്കെ, നേരത്തെ ഒരു ഇൻഫർമേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങളോട് പോയാൽ മതി. താങ്ക് യു വെരി മച്ച് മാഡം. താങ്ക് യു വൺസ് അഗെയിൻ. നമുക്ക് ഇനിയും 3 സെഷനും കൂടെ ഉണ്ട്. അതിനുശേഷം നമുക്കൊരു കുറച്ച് സമയമാകും, ഒരു 1:15 ആകും തീരുമ്പോൾ. അത് കഴിഞ്ഞ് നമുക്കിവിടെ താഴെ കൗണ്ടറുകളുണ്ട്, ഫുഡ് കൗണ്ടറുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മില്ലറ്റിൻ്റെ പല പ്രോഡക്ട്സ്, കർണാടകത്തിൽ നിന്നുള്ള ഒത്തൻറ്റിക് ഫുഡ് പ്രോഡക്ട്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ്. മാഡം താങ്ക് യു വൺസ് അഗൈൻ. കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു സ്റ്റാൾ അവിടെ ഉണ്ട്. അതിൽ നമ്മുടെ ട്രെയിനിങ് ഡീറ്റെയിൽസും ടെസ്റ്റിംഗ് ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ അവിടെ പോയിട്ട് കൂടുതൽ വിവരങ്ങൾ എടുക്കാവുന്നതാണ്. മാഡത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റോൾ ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അവിടെ പോയി അത് കാണുകയും അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഈ ഫുഡ് കൗണ്ടേഴ്സിൽ നിങ്ങൾക്ക് 1:30 ചെന്നില്ല അവിടുന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ്. വളരെ മിതമായ നിരക്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് മാഡത്തിനോട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പോൾ സമയം വളരെ കുറവാണ്. Thank you, madam. This section is interesting. Sir, ഈ ഫുഡ് പ്രൊഡക്റ്റിന് ഗവൺമെന്റ് എയ്ഡ്സ് എന്തൊക്കെയാണ് എന്നൊന്ന് വിശദീകരിക്കാമോ? ഗവൺമെന്റ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിന്റെ കീഴില് കിസാൻ സമ്ര യോജന എന്നൊരു സ്കീമുണ്ട്. അത് പല പല സബ് സ്കീമുകളുണ്ട്. അത് ഓരോ ഓപ്ഷൻ. പിന്നെ PMFMEയുടെ കീഴില് ഇപ്പൊ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി കൊടുക്കുന്നുണ്ട്. 35% വരെ ഇൻഡിവിജ്വൽസിനാണ്, അതായത് 10 ലക്ഷം രൂപ വരെ സബ്സിഡി കിട്ടുന്നുണ്ട്. അതില്ലാതെ നമ്മുടെ ഓരോ ഡിസ്ട്രിക്റ്റിലും ഈ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് കമ്മീഷനും പറഞ്ഞിട്ട് ഡിക്കിന്റെ ഓഫീസുകളുണ്ടല്ലോ, ഡിക്കിന്റെ ഓഫീസ് വഴി നമുക്ക് നീഡ്സ് എന്നും പറഞ്ഞിട്ട് ഒരു സ്കീമുണ്ട്. നീഡ്സ്
അത് ഈ സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സ്കീമാണ്. നമ്മളുടെ ബെനിഫിഷ്യറീസിൽ കുറേ അധികം പേര് ആ ഒരു സ്കീം യൂസ് ചെയ്തിട്ട് അതുവഴി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഈ നീഡ് സ്കീം വഴി. പിന്നെ അതുകൂടാതെ നമ്മുടെ PMEGP അങ്ങനെ ഈ MSME മിനിസ്ട്രിയുടെ കീഴിലുള്ള 2-3 സ്കീമുകളുണ്ട്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കോർപ്പറേഷനിലെ KVIC അതിന്റെ കീഴിലെ സ്കീമുകളുണ്ട്, നബാർഡിന്റെ കീഴിലുണ്ട്. ഇപ്പൊ നിറയെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഈ സ്മാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അഗ്രി മെഷീനറിക്കുള്ള സബ്സിഡി, ഈവൻ പ്രോസസിങ് മെഷീനറി ആണെങ്കിൽ 60% സബ്സിഡി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള സ്കീമിൽ നിങ്ങളൊരു ഫാർമർ ആയിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇപ്പൊ ബേസിക് ആയിട്ടുള്ള ഒരു ഡ്രയർ അല്ലെങ്കിൽ ഒരു പൾവറൈസർ അങ്ങനെയുള്ള മെഷീനറീസ് ഒക്കെ വാങ്ങുന്നതിന് ആ സ്കീമുകളും ഉണ്ട്. അതൊരു സെൻട്രൽ സ്കീം കൂടിയാണ്, ഈസി ആയിട്ട് അവൈൽ ചെയ്യാവുന്നതാണ്. എല്ലാം ഓൺലൈൻ പ്രൊസീജിയർ ആണ്. ഇപ്പോഴായിരിക്കും അതിന്റെ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. കാരണം യൂഷ്വലി ഡിസംബർ സമയത്തിൽ അത് വിളിച്ചിട്ട് മാർച്ചിനുള്ളിൽ നിങ്ങൾക്ക് പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ. അതെല്ലാം ഓൺലൈൻ പ്രോസസ്സാണ്, ഈസി ആയിട്ട് അവൈൽ ചെയ്യാവുന്നതാണ്. നിറയെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ കറക്റ്റായ ഇടത്തിൽ പോയി മുട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ട്രെയിനിങ് ഇറങ്ങണമെങ്കിൽ ഇമെയിൽ അയച്ചാൽ അത് മതിയാവും. ഇമെയിൽ അയച്ചാൽ മതി. അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിൽ എക്സിസ്റ്റിംഗ് ട്രെയിനിങ് ഉണ്ട്. അതിൽ ഏതെങ്കിലും വേണമെങ്കിൽ ആ ദിവസം രാവിലെ 10 മണിക്ക് ഇവിടെ എത്തിയാൽ മതി. സ്പോട്ട് രജിസ്ട്രേഷൻ ആണ്. അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ ട്രെയിനിങ് എടുത്തിട്ട് പോകാം. ഇനി അതിലുള്ളതല്ലാതെ വേറെ സ്പെസിഫിക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെയിൽ അയക്കുമോ അല്ലെങ്കിൽ ഫോൺ ചെയ്തിട്ട് ചോദിക്കാം, എന്തെങ്കിലും ചെയ്താൽ മതി. അത് അറേഞ്ച് ചെയ്ത് തരാം. ശരി, താങ്ക് യു സർ. ഓക്കെ. നമസ്കാരം ഫിനിജ മാഡം. ഞാൻ വരാപ്പുഴയുള്ള ഒരു സംരംഭകയാണ്. ഞങ്ങൾ കൊണ്ട് മില്ലറ്റിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്ത് 3 വർഷമായിട്ട് ഞങ്ങൾ ഇത് ഓരോന്നും ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ഫുഡിന് ഇത് ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടിയിട്ടാണ് ഇത് ചെയ്യണത്. ഞങ്ങൾ ഓൾറെഡി 18 കൊല്ലമായിട്ട് ഞങ്ങൾ കാറ്ററിംഗ് ഫീൽഡിലുള്ളതാണ്. അപ്പോൾ 3 കൊല്ലമായിട്ട് ഞങ്ങളിപ്പോൾ മില്ലറ്റിൻ്റെ ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 കൊല്ലമായി. അപ്പോൾ ഞങ്ങളിപ്പോൾ അതിലൊരു 48 വെറൈറ്റി ഫുഡാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ സ്നാക്സ്, അച്ചപ്പം, ഉണ്ണിയപ്പം, അങ്ങനത്തെ ഐറ്റം, കേക്ക്, പ്ലം കേക്ക്, ഇതെല്ലാം ഇപ്പോൾ ക്രിസ്മസ് പ്ലം കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് കുറേ സെയിലായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് സാധനങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ ആർക്കും ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സെയിൽ നടക്കണില്ല. ഇപ്പം ഞങ്ങൾ കാക്കനാട് ഒരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ പോയി ഞങ്ങൾ അവിടെ 18 വെറൈറ്റിയോളം ഞങ്ങളുടെ ഫുഡ് ഞങ്ങൾ പരിചയപ്പെടുത്തി. അത് കഴിഞ്ഞ് അപ്പോൾ NPOL ഞങ്ങൾക്കൊരു അവസരം തന്നു. അവിടെയും ഞങ്ങൾ കുറച്ച് ഇത് ചെയ്തു. ഇപ്പം ഇവിടെ 3 ദിവസത്തെ ഇത് തന്നിട്ടുണ്ട്. ഇവിടെയും ഞങ്ങളുടെ ഫുഡുകളും ഞങ്ങളിത് ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ എന്താ വെച്ചാൽ ഇത് ആരും പ്രൊമോട്ട് ചെയ്യാൻ ആരുമില്ല എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ഈ സ്നാക്സ് ഇതൊക്കെ ഇപ്പോൾ ഈ അച്ചപ്പം എന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്പിയാണ്. പോരാത്തത് ഓയിൽ കുടിക്കില്ല അതൊന്നും. ഇതെല്ലാം ഡ്രൈ ആയിരിക്കും. നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയാലോ എന്തുണ്ടാക്കിയാലും ഈ മില്ലറ്റ് പൗഡർ കൊണ്ട് എന്തുണ്ടാക്കിയാലും അത് ഡ്രൈ ആയിട്ടിരിക്കും. ഓയിൽ കണ്ടൻറ്റ് ഒട്ടും അതിലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ഇത് ഞങ്ങൾക്ക് ആ പ്രയോജനം ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിന് മാർക്കറ്റിങ്ങിന് എന്ത് ചെയ്യണം എന്നുള്ളത് മാഡം പറഞ്ഞുതരാം. മാർക്കറ്റിംഗിന് മെയിനായിട്ട് നമ്മൾ എത്ര സെമിനാർ നടത്തിയാലും ഒന്നും നമുക്ക് അവയർനെസ് ഒന്നും ഉണ്ടാകത്തില്ല. അത് നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ ഒരു ഹാബിറ്റാണ്. സോ ഉള്ളി ഓപ്ഷൻ വന്ന് ഇനീഷ്യലി നിങ്ങൾ കുറച്ച് ഒരു നഷ്ടം സഹിച്ചിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ മാക്സിമം ആൾക്കാർക്ക് നിങ്ങളൊരു സാമ്പിൾ ബേസിസിൽ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഇതുപോലെയുള്ള എക്സ്പോസ്, അതുപോലെയുള്ള മേജർ ആയിട്ടുള്ള ഫങ്ഷൻസ്, നിറയെ പബ്ലിക് വരുന്ന ഇടങ്ങളിൽ പോയിട്ട് നിങ്ങൾ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഫ്രീ ഓഫ് കോസ്റ്റ് ഇനീഷ്യലി. ഓക്കെ മാഡം. ഓക്കെ, അങ്ങനെ ഒരു പ്രാവശ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിച്ചവര് വീണ്ടും തിരിച്ച് നിങ്ങളുടെ അടുത്തോട്ട് വരണം. അതാണ് അതിന്റെ ഇപ്പൊ ഞാൻ പറയാം, സിമ്പിൾ ഉദാഹരണം പറയാം. നമ്മുടെ ആച്ചി മസാല എന്ന് പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പൊ ഓൾ ഓവർ ഇന്ത്യ ഫേമസ് ആയിട്ടുള്ളവരാണ്. അയാൾ തന്നെ MD തന്നെ വന്ന് നമ്മളുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. അയാൾ എങ്ങനെയാണ് ഫസ്റ്റ് അയാൾ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഒരു മാർക്കറ്റ് പ്ലേസിന്റെ വെളിയിൽ നിന്നിട്ട് ചെറിയ പാക്കറ്റ് ആയിട്ട് വരുന്നവർക്കും ആ മാർക്കറ്റിൽ വരുന്നവർക്കും പോകുന്നവർക്കും കൊടുത്താണ് അയാളുടെ മസാല പൗഡർ ഡിസ്ട്രിബ്യൂഷൻ നടത്തിയത്. നിങ്ങൾ ഇത് പൈസ തരണ്ട, വെറുതെ കൊണ്ടുപോയി ഉപയോഗിച്ച് നോക്കൂ, എന്നിട്ട് എന്റെ അടുത്ത് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ആ ഒരു ട്രിക്ക് വേണ്ടി നിങ്ങളും ട്രൈ ചെയ്യാവുന്നതാണ്. അത് ഇപ്പൊ പ്രത്യേകിച്ച് പറയാനുള്ളത്, കാക്കനാട് 3 ദിവസത്തെ മില്ലറ്റ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ കാരണം വരാപ്പോഴും ഞങ്ങളൊരു നാട്ടുപുറമുള്ള സ്ഥലമാണ്. അവിടെ ഞങ്ങൾ എന്ത് ചെയ്താലും അത് പുറത്ത് അറിയിക്കാൻ ഒരു ഇതുണ്ടായിരുന്നില്ല, ഒരു ബാനറോ ഇതൊന്നും വെച്ചാൽ.
അപ്പോൾ അവിടെ കൃഷിഭവൻക്കാരാണ് ഞങ്ങളെ ഈ കാക്കനാട് ഫെസ്റ്റ് പറഞ്ഞതും പാചക മത്സരത്തിന് പോകാനാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ മാഡം പാചക മത്സരത്തിന് ഞാൻ പറഞ്ഞു പാചക മത്സരത്തിന് പോയി കിട്ടിയ സമ്മാനം കിട്ടും, പക്ഷെ അത് ഷോ കേസിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റൂ. പക്ഷേ ഇത് സാധനം ആൾക്കാർക്ക് എന്താന്ന് പോലും അറിയാത്ത ആൾക്കാരാണെന്നുള്ളത്. അപ്പോൾ അവർക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് കാണിച്ചു കൊടുക്കലാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. അപ്പോൾ ഞങ്ങൾക്കൊരു ഫുഡ് ലൈഫ് സ്റ്റോൾ തരാൻ പറഞ്ഞു. അങ്ങനെ ലൈഫ് സ്റ്റോൾ കിട്ടിയിട്ടാണ് അത് വൻ വിജയമായി. മാത്രമല്ല ആകാശവാണി അത് ഏറ്റെടുത്തു. മിസ്റ്റർ ബാലനാരായണ സാറാണ് ഞങ്ങളെ ഇപ്പോൾ 5000 ഫോളോവേഴ്സാണ് ഞങ്ങൾക്കുള്ളത്. ഫോൺ ഫോളോവേഴ്സ് ഉണ്ട്. ഇപ്പോൾ അവരെല്ലാവരും തന്നെ ഇപ്പോൾ ഞങ്ങൾ പ്രോഡക്റ്റ് മുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതോട് കൂട്ടത്തിൽ ഞങ്ങൾ സ്നാക്സ് മുക്കാൻ ഒരു ഇതുണ്ട്. അപ്പോൾ മാഡം പറഞ്ഞ മാതിരി തന്നെ ഓൺലൈൻ ഞങ്ങൾ ട്രൈ ചെയ്യാം. ഓൺലൈൻ ഞങ്ങൾ ട്രൈ ചെയ്യാം. അപ്പോൾ മാഡത്തിൻ്റെ ഇനി കൂടുതൽ എന്തെങ്കിലും ഉപദേശം കിട്ടാനുണ്ടോ എന്നാണ് ഞങ്ങൾ അറിയാൻ വന്നത്. പേഴ്സണലായിട്ട് മാഡത്തിനെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് ചോദ്യങ്ങൾ കുറച്ച് സംക്ഷിപ്തമായി. അപ്പോൾ ഞാൻ ആരിൽ നിന്നും മാഡത്തിന്റെ ഫോൺ നമ്പർ കളക്ട് ചെയ്യാം. സാറിനെ കളക്ട് ചെയ്യാം. നമുക്ക് കളക്ട് ചെയ്യാം, സമയമുണ്ടല്ലോ. താങ്ക് യു മാഡം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. Thank you very much, madam. Thank you very much. I think all queries are over. Okay, one more. Last query. madam, ക്ലാസ് വളരെ നന്നായിരുന്നു. എനിക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, കേരളത്തിലെ ബഹുഭൂരിപക്ഷം പേരും വൈകുന്നേരങ്ങളിൽ കഴിക്കുന്നത് മൈദയുടെയും അതുപോലെ ഗോതമ്പ് പൊടിയുടെയും ഉഴുന്നുവട, അതുപോലെ തന്നെ ഉണ്ടംപൊരി, ഇതേപോലെ പലഹാരങ്ങളാണ്. ഇതാണ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും സാധാരണക്കാരും കഴിക്കുന്നത്. ഇതിന് പകരം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? நிறைய ப்ராடக்ட்ஸ் അതിന്റെ ഓപ്ഷണൽ ഐറ്റംസ് ആയിട്ട് നമ്മുടെ ട്രഡീഷണൽ പ്രൊഡക്ട്സ് நிறைய ഐറ്റംസ് ഉണ്ട് നമുക്ക്. ഓക്കെ, അത് ഇവിടെ കേരളത്തിന് യോജിക്കുന്ന രീതിയിലുള്ള കേരളത്തിന് യോജിക്കുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ് ഈവൻ മില്ലറ്റിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കല്ലേ. നമ്മുടെ ട്രഡീഷണൽ റൈസുകളിലെ നവര, രക്തശാലി അങ്ങനെയുള്ള ട്രഡീഷണൽ റൈസുകൾ അങ്ങനെ ഇതിൽ നിന്ന് സാർ എന്നെ ഒന്ന് പേഴ്സണൽ ആയിട്ട് കോൺടാക്ട് ചെയ്ത് ഐ കൻ ഗിവ് യു മോർ. തീർച്ചയായിട്ടും, കാരണം അതൊക്കെ വലിയ താല്പര്യമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് അന്വേഷിക്കുന്നത്. താങ്ക് യു. താങ്ക് യു ഡോക്ടർ സിനിജ. താങ്ക് യു വെരി മച്ച്. അടുത്തത് നമുക്ക് സമയം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അടുത്തത് നമുക്ക് സ്പീക്കറായിട്ടുള്ളത് ഡോക്ടർ MS സജീവാണ്. അദ്ദേഹം സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റാണ്. വളരെ കാലം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അതിനൊരു വലിയ ബയോഡാറ്റ എൻ്റെ കയ്യിലുണ്ട്, കുറേ അവാർഡുകളും പേപ്പറുകളും. പക്ഷേ സമയക്കുറവ് മൂലം ഞാനത് വായിക്കുന്നില്ല. ഡോക്ടർ സജീവിൻ്റെ പ്രസൻറ്റേഷനിലേക്ക്. ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പം നമ്മൾ സീനിജ മാഡം അതുപോലെ തന്നെ ഇപ്പം നേരത്തെ ഒരു മാഡം ഇവിടെ സംസാരിച്ചു, അതിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക്. കാരണം നമ്മൾ ഏതൊരു നവസംരംഭകരെ സംബന്ധിച്ചും ഉണ്ടാകുന്ന ഏറ്റവും ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് ആണ്. അത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രോഡക്റ്റിന് മാർക്കറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അതേപോലെ തന്നെ റോ മെറ്റീരിയൽ അവൈലബിലിറ്റി, അതിവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഇപ്പോൾ കേരളത്തിൽ മില്ലറ്റ്സ് തുടങ്ങിയാൽ ഈ സാധനം എവിടെ നിന്ന് കിട്ടും എന്നുള്ളത്. കാരണം നമുക്കിവിടെ മില്ലറ്റ് ഗ്രാമം അല്ലെങ്കിൽ മില്ലറ്റ് വില്ലേജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അട്ടപ്പാടിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഞങ്ങളൊരു മലപ്പുറത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയൊരു വിമർശനം വന്നതാണ്, ആ മില്ലറ്റ് ഗ്രാമം എന്ന് പറഞ്ഞാൽ ആ ബോർഡ് മാത്രമുള്ള, അതിൻ്റെ ഉള്ളിൽ ചെന്നാൽ മില്ലറ്റൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം നമ്മൾ മില്ലറ്റിന് ഒരുപാട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്കത് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും FPOs, ഇപ്പോൾ കർണാടക, ഇപ്പോൾ സിനിജ മേഡത്തിനടുത്ത് കോൺടാക്ട് ചെയ്താൽ ഒരുപാട് FPOs അവരായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് കിട്ടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല, റോ മെറ്റീരിയൽ. സോ ആ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ബാക്കി പ്രോഡക്റ്റ് ഉണ്ടായി ടെക്നോളജിയും ദർ ആർ N നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഇപ്പോൾ ഇതേപോലെ മില്ലറ്റ്സിൽ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ട്യൂബർ ക്രോപ്സിൻ്റെയാണ് വരുന്നത്, അല്ലെങ്കിൽ പിന്നെ വരാം. അപ്പോൾ ആ ടെക്നോളജിക്ക് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ്. നമ്മളിങ്ങനെ ആൾക്കാർ പറയുന്നത് കേട്ടൊരു സംരംഭം തുടങ്ങും, പക്ഷേ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് എന്നുള്ളതാണ് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. അതായത് നവസംരംഭകർക്ക് ഉണ്ടായേക്കാവുന്ന, ഞാൻ എപ്പോഴും ഉണ്ടാവും എന്ന് പറയുന്നില്ല, ഉണ്ടായേക്കാവുന്ന ഒരു റിസ്ക് ഉണ്ട്.
അതായത് ലക്ഷങ്ങൾ മുടക്കിയിട്ട് നമ്മൾ ഉപകരണങ്ങളൊക്കെ വാങ്ങിച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിൽ കൊണ്ടുപോകുന്നു. ഇവിടെ വാങ്ങിക്കാൻ ആളില്ലാത്തൊരവസരം വരുന്നു. കാരണം നമ്മുടെ കൺസ്യൂമറിൻ്റെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. അത് കൺസ്യൂമറിനെ സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ആ ക്വാളിറ്റി മാത്രം പോരാത്, അത് എങ്ങനെ ഹൗ ബെസ്റ്റ് നമ്മൾ അവരിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമ്മളൊരു പുതിയൊരു പ്രോഡക്റ്റ് കാണുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് എന്താണ്? അതിൻ്റെ ക്വാളിറ്റി ഒന്നുമല്ല, അല്ലേ? നമ്മളതിൻ്റെ ഒരു പാക്കിംഗ് ആണ് അറിയുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ വേണ്ടത് നമുക്കൊരു മനോഹരമായ പാക്കിംഗ് സിസ്റ്റമാണ് നമുക്ക് വേണ്ടത്. പിന്നെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൻ്റെ അതേ റേറ്റിൽ കൊടുക്കാനായിട്ട് പറ്റണം. ആ ഒരു കോമ്പറ്റൻ്റ് റേറ്റിൽ നമുക്ക് ഇപ്പോൾ 50 രൂപയുള്ളൊരു സാധനം നമുക്ക് കുക്കീസ് കിട്ടുകയാണ്, അതിൽ 100 രൂപ മില്ലറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞ് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആരും വാങ്ങിക്കാനൊന്നും ഉണ്ടാവില്ല. ഒരു 55 രൂപയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അത്. കാരണം നമുക്കറിയാം മില്ലറ്റ്സിന് ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കൺസ്യൂമറിനെ സംബന്ധിച്ച് അതൊന്നും വലിയ കാര്യമുള്ള സംഗതിയൊന്നുമല്ല. കാരണം വല്ലപ്പോഴും കഴിക്കുന്ന ഒരു സാധനമാണ് അത്. അപ്പോൾ ആ കോസ്റ്റ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഈ 2-3 കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ സാധനം നമ്മൾ വാങ്ങിക്കുകയുള്ളൂ. അത് പിന്നെയാണ് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ വരുന്നത്. കാരണം ഒരു സസ്റ്റൈനബിൾ ആയിട്ട് നമുക്കൊരു മാർക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി മസ്റ്റാണ് അത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം എന്താ ഉദ്ദേശിക്കുന്നത്? ടേസ്റ്റാണ്. ടേസ്റ്റ് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള മൈക്രോ ന്യൂട്രിയൻസും മറ്റൊക്കെ വരുന്നത്. ആ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് സെക്കൻഡ് ടൈം നമ്മൾ തന്നെ അന്വേഷിച്ച് പോകുള്ളൂ. അപ്പോൾ നേരത്തെ മാഡം പറഞ്ഞു ആച്ചി മസാലയുടെ കാര്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് അത് ആൾക്കാർ സെക്കൻഡ് ടൈം പോയത്? അതിന് ടേസ്റ്റ് ഉണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗുണം അതിനുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റിൻ്റെയും വരുന്നത്. അതായത് അല്ലാതെ ന്യൂട്രിയൻ ഫാക്ട്സ് ഇത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഇത്ര കലോറി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടെന്നാണ് നമ്മളൊരു സാധനം വാങ്ങിക്കുന്നത്. പക്ഷേ അത് നമ്മൾ ഈ ഒരു സാധനം തന്നെ അന്വേഷിച്ച് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ, സസ്റ്റൈനബിൾ ആയിട്ടുള്ള മാർക്കറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര കലോറി കിട്ടും. ഇപ്പോൾ അതായത് നമ്മളിപ്പോൾ പകുതി പേർക്ക് അറിയാം ഇതിൽ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും, ഷുഗർ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അത് കഴിക്കുമ്പോൾ എൻ്റെ കൊളസ്ട്രോൾ കൂടും, അതുപോലെ തന്നെ എൻ്റെ കലോറി ഷുഗർ കണ്ടൻറ്റിൻ്റെ ഷുഗർ പ്രശ്നം വരും, ഡയബറ്റിക് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഷുഗർ കൂടും എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ ക്വാളിറ്റി വേണ്ട എന്നല്ല പറയുന്നത്, ക്വാളിറ്റി മസ്റ്റാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻസ് ആദ്യം നമ്മൾ കൊടുക്കേണ്ടതാണ്. അതായത് എങ്ങനെ ഹൗ ബെസ്റ്റ് നമ്മളത് മറ്റുള്ളവർ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് അത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പുതിയൊരു സംരംഭകന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. പ്രത്യേകിച്ചും അഗ്രിപ്രണർഷിപ്പിൽ ഇറങ്ങിപ്പെടുന്ന ഒരു സംരംഭകനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ റിസ്ക് ഉള്ളൊരു സംഗതിയാണ്. അപ്പോൾ അവൻ്റെ ഒരു റിസ്ക് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഇൻക്യുബേഷൻ സെൻ്ററോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് സ്വയം മുതൽ മുടക്കാതെ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രോഡക്റ്റിന് മാർക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങളൊരു കുക്കീസ് മില്ലറ്റ്സിൻ്റെ അല്ലെങ്കിൽ എന്ത് ഈ ഇതായിട്ട് മില്ലറ്റ്സിൻ്റെ ഒരു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല മാർക്കറ്റ് ഉണ്ടോ എന്നുള്ളത്. സോ യു ക്യാൻ ഗോ ടു ദം. ഈ ഇൻക്യുബേഷൻ സെൻറ്ററിൽ പോയിട്ട് അവിടെ ഇപ്പോൾ പലരും പല രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ ആദ്യം പറഞ്ഞവരൊക്കെ പറഞ്ഞു സ്പേസ് തരുമെന്ന് പറഞ്ഞു, എന്നിട്ട് അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം 5000 രൂപ കൊടുക്കാന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഇവിടെ നിഫ്റ്റത്തിലും അതുപോലെ സിറ്റി സെയറുകളൊക്കെ ഇൻക്യുബേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ സ്പേസ് അല്ല അവിടെ വരുന്നത്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ആ ഒരു യൂസർ ഫീ നമ്മൾ ഈടാക്കും. അതായത് നിങ്ങൾ റോ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു യൂസർ ഫീ തന്നിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊണ്ടുപോകാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 100 പാക്കറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്നു, നിങ്ങൾ നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റിലൊക്കെ വിൽക്കുന്നു നിങ്ങൾ. അപ്പോൾ അതിൽ 10-50 പാക്കറ്റ് വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? ആൾക്കാർക്ക് നിങ്ങളുടെ പാക്കറ്റ് ഇഷ്ടപ്പെട്ടു, അല്ലാതെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു എന്നുള്ളതല്ല. അപ്പോൾ സെക്കൻഡ് ടൈം ഇതേപോലെ ഒരു അത്രയും തന്നെ വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ അതിനൊരു 3-4 പ്രാവശ്യം ഇങ്ങനെ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ അത് പിന്നെയും വാങ്ങിക്കും അത്. സോ ആ ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു യൂണിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അതല്ല ഈ 100 പാക്കറ്റിൽ 20 പാക്കറ്റാണ് വിറ്റ് പോയുള്ളൂ, അല്ലെങ്കിൽ 10 പാക്കറ്റാണ് വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ നിർത്താം. നിങ്ങൾക്ക് ആകെ നഷ്ടം വരുന്നത് എത്രയാണ്? ഒരു 1000 രൂപ അല്ലെങ്കിൽ 1500 രൂപയ്ക്ക് നഷ്ടം വരുന്നത്. അതേസമയം നിങ്ങളൊരു യൂണിറ്റ് തുടങ്ങി, ഇപ്പോൾ മാഡം പറഞ്ഞ ഒരു 8 ലക്ഷം ഒരു ബേക്കിംഗ് ഓവൻ ഒരു മിനിമം ഒരു 2 ലക്ഷം 2.5 ലക്ഷം വേണം. അപ്പോൾ അതിൻ്റെ മിക്സ് ചെയ്യാനായിട്ടുള്ളതും അതിനുള്ള സാധനങ്ങളൊക്കെ കൂടി വരുമ്പോൾ ഒരു 4-5 ലക്ഷം എങ്ങനെയായാലും വരും ഒരു ബേക്കിംഗ് യൂണിറ്റിന്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഒരു ലോസ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടം വരും അത്. അപ്പോൾ ആ ഒരു എന്താ പറയുന്നത്, പൊതു സംരംഭകരെ സംബന്ധിച്ചുണ്ടായേക്കാവുന്ന ഒരു നഷ്ടം ഒഴിവാക്കാനും അതിൻ്റെ ഒരു മാർക്കറ്റ്, താങ്കൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രോഡക്റ്റിന് ഒരു മാർക്കറ്റ് ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് ഇതിലേക്ക് ഇറങ്ങാനും പറ്റുന്ന ഒരു സംവിധാനമാണ് ശരിക്കും പറഞ്ഞ ഒരു ഇൻക്യുബേഷൻ സെൻ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാനത് ആദ്യം തന്നെ ക്ലാരിഫൈ ചെയ്യുകയാണ്. അത് കാരണം പലർക്കും ആ ഒരു ഇൻക്യുബേഷൻ സെൻ്ററിൻ്റെ ഒരു കൺസെപ്റ്റ് പലപ്പോഴും വശമല്ല അത്. കാരണം പലരും പല രീതിയിലാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത് അത്. കാരണം ചിലരെന്ന് പറഞ്ഞാൽ ഒരു ഹൈ ക്ലാസ് ഇതിലേക്ക് വരും. അപ്പോൾ നമുക്ക് തന്നെ തോന്നുമോ ഇതൊക്കെ നമുക്ക് അവിടെ ചെന്ന് പറ്റുമോ എന്നുള്ളത്. കാരണം അവിടുത്തെ ആ സെറ്റപ്പ്, ഒരു കോർപ്പറേറ്റ് സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കും. പക്ഷേ അതിനൊക്കെ തന്നെ ഫണ്ട് കിട്ടുന്ന ഏജൻസി വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ട് കേരളത്തിൽ ഒരുപാട് ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞങ്ങളൊക്കെ അതിൽപ്പെട്ട ഇൻക്യുബേഷൻ സെൻ്ററാണ്. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് പോയിട്ട് നമ്മൾ പ്രോഡക്റ്റ് കൊണ്ടുപോയിട്ട് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറയാതെ. അപ്പോൾ ഇതാണ് ഈ ഒരു ഇൻക്യുബേഷൻ സെൻ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഇതാണ് അത്.
അതായത് നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുതൽ മുടക്കാതെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന പ്രോഡക്റ്റിന് മാർക്കറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി ഇറങ്ങാം. ആ കോൺഫിഡൻസ് തന്നെ രണ്ടാണ്. ഒന്ന് പോസിറ്റീവ് കോൺഫിഡൻസ്, തുടങ്ങാനുള്ളൊരു കോൺഫിഡൻസ് ആണ്. അതല്ലെന്നുണ്ടെങ്കിൽ തുടങ്ങണ്ട നിങ്ങൾക്ക്. കാരണം മാർക്കറ്റിലേക്ക് പിന്നെ എന്തിനായാലും ഇറങ്ങി പുറപ്പെടുന്നത്? ഈ ആൾക്കാരെ വാക്കും കേട്ടിട്ട് ഇപ്പം മില്ലറ്റ്സിൻ്റെ ഒരു തുടങ്ങണം, നിങ്ങൾക്ക് യാതൊരു മാർക്കറ്റ് അവിടെ കിട്ടുന്നില്ല. കപ്പയുടെ ഒരു യൂണിറ്റ് തുടങ്ങണം, യാതൊരു മാർക്കറ്റും കിട്ടുന്നില്ല. പിന്നെ അവിടെ തുടങ്ങുന്നതിൽ യാതൊരു അർത്ഥമല്ല അത്. അപ്പോൾ ഇതാണ് അതിൻ്റെ മിനിമം എന്താ പറയുന്നത്, ഇൻക്യുബേഷൻ സെൻ്റർ എന്നുള്ള ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ സബ്ജക്റ്റ് കിടക്കാം. CTCRI എത്ര പേര് കേട്ടിട്ടുണ്ട്? CTCRI കുറിച്ച് കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം. ഇത് ശ്രീകാര്യത്താണ്, തിരുവനന്തപുരത്തൊരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. ഇതേപോലെ CMFRI പോലുള്ള ഒരു സഹോദര സ്ഥാപനമാണ്. അത് ICR എന്ന് പറയും, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ കീഴിലുള്ളതാണ്. ഏകദേശം ഒരു 100ഓളം സ്ഥാപനങ്ങൾ ഇതേപോലെ ക്രോപ്പ് ബേസ്ഡ് ആയിട്ടുണ്ട്. അതിൽ ട്യൂബർ ക്രോപ്സിന് പ്രത്യേകിച്ചും നമ്മളിവിടെ മരച്ചീനിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ട്യൂബർ ക്രോപ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ കൂടുതലായിട്ടുള്ള മരച്ചീനിയാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ മധുരക്കിഴങ്ങ്, കാച്ചിൽ, ചേമ്പ്, ചേന, അങ്ങനെയുള്ള പൊട്ടാറ്റോ ഒഴിച്ചുള്ള എല്ലാ കിഴങ്ങുകളെ കുറിച്ചും ഗവേഷണം നടത്തുന്ന സ്ഥാപനമാണത്. അപ്പോൾ നമ്മൾ ഈ CTCRIയുടെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വാല്യൂ അഡീഷൻ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സാധനമാണ് അത്. കാരണം നമ്മൾ പല ഡിവിഷനുകളിലുണ്ട്. മെച്ചപ്പെട്ട വിളവ് തരുന്ന, അത്യുൽപാദന ശേഷിയുള്ള വിളവ് തരുന്ന സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ മെഷേഴ്സ്, അങ്ങനെ ഒത്തിരി ഡിവിഷനുകളുണ്ട്. അതിലൊരു ചെറിയൊരു ഡിവിഷനാണ് നമ്മുടെ ഒരു പ്രോസസ്സിംഗ് ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്തെല്ലാം സ്കോപ്പുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ഇതിലേക്ക് വരാം. അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ചിപ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്, നമ്മൾ ചിപ്സിൻ്റെ ഒരു സ്വീകാര്യത എന്ന് പറഞ്ഞാൽ പൊട്ടാറ്റോ ചിപ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ കപ്പയുടെ ചിപ്സ് അത്രയും ഒരു അക്സെപ്റ്റബിലിറ്റി കുറവാണ്. കാരണം അത്രയും ഹാർഡാണ് അത്. പക്ഷേ നമുക്ക് ടെക്നോളജി ഉണ്ട്, അത് വളരെ സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ് ഉണ്ടാക്കാനായിട്ടുള്ളതുണ്ട്. അതേപോലെ തന്നെ മറ്റ് കിഴങ്ങുകളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ചേമ്പ്, കാച്ചിൽ, ചേനയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കട്ട് ചെയ്ത് വെക്കുമ്പോഴേക്കും കറുത്ത കളറൊക്കെ വരും അത്. അപ്പോൾ ചിപ്സ് ഉണ്ടാക്കിയാലും നല്ല രീതിയിൽ വരില്ല. അപ്പോൾ അതെങ്ങനെ പ്രീ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പടത്തിൽ കാണുന്ന പോലെയുള്ള നല്ല ഭംഗിയുള്ള മനോഹരമായ കളറിലുള്ള ചിപ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെയുള്ള ടെക്നോളജീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്നാക്ക് ഫുഡ് ഒത്തിരി, അതായത് നമുക്ക് ഈ ലോക്കലായി കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് അത്. അതിൽ നമുക്ക് എത്രത്തോളം ഈ കപ്പയുടെ പൊടി അല്ലെങ്കിൽ മരച്ചീനിയുടെ കൊള്ളിയുടെയൊക്കെ പൊടി നമുക്ക് എത്ര ചേർക്കാം, 50 മുതൽ 70% വരെ ചേർത്തിട്ട് നമുക്കിത് പല പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഫങ്ഷൻ പാസ്ത, ഇപ്പോൾ പാസ്ത നൂഡിൽസൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ജങ്ക് ഫുഡ് എന്നുള്ളൊരു കാറ്റഗറിയിലാണ് പെടുന്നത് അല്ലേ. ഇപ്പോൾ സ്കൂളുകളിലും അതുപോലെ തന്നെ കോളേജുകളിലൊക്കെ അത് ബാൻ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം എന്തുകൊണ്ടാണ് അത്? കാരണം നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ളതൊന്നും കിട്ടില്ല, പക്ഷേ വയറ് നിറയും. ആ ഒരു ഇത് കാറ്റഗറിയിലാണ് വരുന്നത്. പക്ഷേ അതിന് നമുക്കൊരു ഫങ്ഷണൽ വാല്യൂ ഉള്ള, അപ്പോൾ ഇതൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടോ അല്ലെങ്കിൽ ഇതൊരു ഫൈബർ റിച്ച് ആയിട്ടുള്ള സംഗതികളായിട്ട് നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതിനെ നല്ല ഫങ്ഷണൽ വാല്യൂ ഉള്ള പ്രോഡക്റ്റുകളാക്കിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. അതിനുള്ള ടെക്നോളജി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സിനിജ മേഡം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കപ്പ വെച്ചുകൊണ്ട്, കപ്പ പൊടി അല്ലെങ്കിൽ കിഴങ്ങുവർഗ്ഗങ്ങളുടെ പൊടി വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് ബേക്കറി ഉൽപ്പന്നങ്ങൾ, റസ്ക്, അതുപോലെ തന്നെ മഫിൻസ്, കപ്പ് കേക്ക്, കുക്കീസ്, ബിസ്ക്കറ്റ്, ബ്രെഡ്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ന്യൂട്രി ബാർസ്, നേരത്തെ മേഡം പറഞ്ഞു മില്ലറ്റ്സ് വെച്ചിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഈ മധുരക്കിഴങ്ങ് വെച്ചിട്ടോ അല്ലെങ്കിൽ കപ്പ വെച്ചിട്ടോ ഒക്കെ നമുക്ക് കപ്പലണ്ടി മിഠായി പോലെയുള്ള ബാർസ്, അത് നല്ല എനർജി റിച്ച് ആണ് അത്. കാരണം നമ്മളത് കഴിക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ക്ഷീണമായിട്ട് നമ്മളൊരു കപ്പലണ്ടി മിഠായി കഴിച്ചു നോക്കി, അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഷുഗർ ഉണ്ട്, എല്ലാം കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള എല്ലാം ഒരേ സാധനത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അത്. അപ്പോൾ അത് നല്ലൊരു വാല്യൂ ഉള്ളൊരു പ്രോഡക്റ്റാണ് അത്. അത് പല കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാർക്കുണ്ട്. ഇപ്പോൾ വയസ്സായ ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലോ കലറി ആയിട്ടുള്ളത് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി കലറി കൂടുതലുള്ളതായാലും കുറച്ചുണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലും നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് പ്രോഡക്റ്റായിട്ട് എടുക്കാവുന്നതാണത്. അതുപോലെ തന്നെ ഈ ലേസ്, കുർക്കുറെ പോലുള്ള പ്രോഡക്റ്റുകൾ, അതിന് ഒരു എക്സ്ട്രൂഡ് എന്ന് പറയും, ഹോട്ട് എക്സ്ട്രൂഡ് എന്ന് പറയും. മാഡം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രൂഡ് ചെയ്തിട്ട് എടുക്കുന്നത് ഹൈ ടെമ്പറേച്ചറിലും ഷോർട്ട് ടൈം പ്രോസസ് എന്ന് പറയും. അതായത് അതിന് നല്ല ക്വാളിറ്റിയുള്ള ഈ ലേസിൻ്റെയൊക്കെ പോലുള്ള എക്സ്പാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രൈഡ് പ്രൊഡക്ട്സ് ഉണ്ട്. നമ്മളിപ്പോൾ വാട്ടുകപ്പ എന്നൊക്കെ പറയില്ലേ, വാട്ടുകപ്പ പറഞ്ഞാൽ വളരെ സമയമെടുക്കും കുക്ക് ചെയ്തെടുക്കാനായിട്ട് അല്ലേ. അതുപോലെ തന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പച്ചക്കപ്പയുടെ ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യുക്കായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് ടെക്നോളജി അവൈലബിൾ ആണ്. അതായത് നിങ്ങൾ തച്ച വെള്ളത്തിൽ ഈ വാട്ടുകപ്പ 2 മിനിറ്റ് 3 മിനിറ്റ് ഇട്ടാൽ മതി. അതേസമയം നമ്മൾ സാധാരണ വാട്ടുകപ്പയാണെന്നുണ്ടെങ്കിൽ 40 മിനിറ്റ്, ഒരു അരമണിക്കൂറിൽ മേലെ വരെ അത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. എന്നാൽ തന്നെയും ഒരു മരം കടിക്കുന്ന ഒരു ടെക്സ്ചർ കിട്ടുന്നത്. ഇത് അങ്ങനെയല്ല, ഇത് സാധാരണ കപ്പയുടെ അതേ ടെക്സ്ചർ കിട്ടുകയും ചെയ്യും. വളരെ കുക്കിംഗ് ടൈം വളരെ ലിമിറ്റഡ് ആയിട്ട് 2 മിനിറ്റ് 3 മിനിറ്റ്, അത് ചേനയാണെന്നുണ്ടെങ്കിൽ 4 മിനിറ്റ് 5 മിനിറ്റിനുള്ളിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ ടെക്നോളജീസ് അവൈലബിൾ ആണത്.
അതുപോലെ തന്നെ പപ്പടത്തിൻ്റെ കാര്യം പറഞ്ഞു. പപ്പടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്ലോർ വെച്ചിട്ടുണ്ടാക്കാം, അത് പൊടി വെച്ചിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ ഇത് പച്ച കപ്പ അരച്ചിട്ടുണ്ടാക്കും. കാരണം നല്ല വാല്യൂ ഉള്ളതാണ്. അതുപോലെ തന്നെ ഓയിൽ കണ്ടന്റ് വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ പപ്പടത്തിൽ 25% 30% ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഏകദേശം ഒരു 15% 20% ഉണ്ടാവുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കിട്ടും. നമ്മൾ ഈ സാധാരണ പപ്പടം പൊള്ളക്കി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊള്ളക്കിയാണ് ചെയ്യുന്നത്. ഇതങ്ങനെ ഇതിങ്ങനെ എക്സ്പെൻഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം നമുക്കൊരു സ്നാക്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നില്ല അപ്പളം, അതൊക്കെ പറഞ്ഞാൽ ഈ കപ്പ വെച്ചിട്ട് അതുപോലെ തന്നെ കപ്പയിൽ ഈ ചൊവ്വരി പൊടി അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന സാധനമാണ് അത്. അതുകൊണ്ടാണ് ആ ഓയിൽ കണ്ടന്റ് വളരെ കുറവും വളരെ ക്രിസ്പി ആയിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് അത്. പിന്നെ അതുപോലെ തന്നെ ഈ റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഇതിന് വളരെ സാധ്യതകളാണ്. ഇപ്പം നമുക്കറിയാം ഈ റിട്ടോ പ്രോസസ്സിംഗ് ആയിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട് റെഡി ടു ഈറ്റ്. ഇപ്പോൾ ഈ MTRൻ്റെ കണ്ടില്ലേ പായസം, ഇപ്പോൾ ഓണത്തിന് കണ്ടില്ലായിരുന്നു ഓണസദ്യ. ഒരു 1800 രൂപ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10-20 കൂട്ട സദ്യ വെച്ചിട്ട് ഒരു ഒറ്റ പാക്കറ്റിലായിട്ട് നമുക്ക് കിട്ടും അത്. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കൊണ്ടുവരാൻ ഒന്ന് ചൂടാക്കി കൊടുക്കുക വേണ്ട. അതിനാണ് റിട്ടോ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കപ്പ മീൻ തന്നെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ ലോക്കലായിട്ട് അതിനൊക്കെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് വരുന്നത്. കാരണം ഇപ്പം നമുക്ക് കപ്പ ഇവിടെ 25 രൂപയ്ക്ക് കിട്ടുന്ന 1 കിലോ കിട്ടുന്ന സാധനം നമ്മൾ 100 രൂപ കൊടുത്ത് വാങ്ങിക്കില്ല. കാരണം ഈ റൊട്ടോ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ആ പാക്കിങ്ങിന് തന്നെ നല്ല വിലയുള്ളതാണ് അത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരേ റെഡി ടു ഈറ്റ് ആയിട്ട്, അതായത് നമ്മൾ പിന്നെ ഒന്നും പ്രോസസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സാധനം കൊണ്ടുവരുന്ന തിളച്ചവെള്ളത്തിലൊന്ന് ചൂടാക്കി എടുക്കുന്ന അല്ലെങ്കിൽ മൈക്രോവേവിൽ ചൂടാക്കി എടുക്കുന്നത് നമുക്ക് നേരിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റെഡി ടു ഈറ്റ് ആയിട്ടുള്ള സാധനം എടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾക്ക്, ഇതൊക്കെ കുറച്ച് പ്രോഡക്റ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കുറച്ച് സാധ്യത ചെറിയ രീതിയിൽ ചെയ്യാവുന്നത്, ഈ വലിയ രീതിയിൽ ചെയ്യാവുന്ന സ്റ്റാർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. അത് സ്റ്റാർച്ച് എക്സ്ട്രാക്ട് ചെയ്തിട്ട് തന്നെ മോഡിഫൈ ചെയ്തിട്ട് അതിനെ പ്രോഡക്റ്റ് ആക്കി ചെയ്യുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്രയും ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടായാൽ പോലെ ഇപ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന് തുടങ്ങണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻക്യുബേഷൻ സെൻറ്റർ നമുക്ക് ഇതാക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഒരു എൻ്റർപ്രണർഷിപ്പ്, ഒരു സംരംഭകത്വം വികസിപ്പിക്കുക അല്ലെങ്കിൽ ഒരു സ്കിൽ ട്രെയിനിങ്, ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇൻക്യുബേഷൻ സെൻറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇത് സ്മോൾ ഫാമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം. നമ്മൾ നേരത്തെ ചോദിച്ചു ഇതിനുള്ള ലോണൊക്കെ കിട്ടുമെന്നുള്ളത്. ഈ ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല ഇതിന് തരുന്നത്. ഈ SFAC എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനമുണ്ട്, അത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. അവരൊരു ബാക്ക് ആൻഡ് സബ്സിഡി കിട്ടും. ഇപ്പം നിങ്ങളൊരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ ഒരു 60-65% സബ്സിഡി കിട്ടുന്ന സ്കീമുകളുണ്ട്. ഇപ്പോൾ നേരെ മാഡം പറഞ്ഞ PMFME എന്ന് പറഞ്ഞാൽ 1 district 1 product എന്നുള്ള രീതിയിൽ. ഇപ്പോൾ അതും മാറി നമ്മുടെ കേരള ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ 1 പഞ്ചായത്ത് 1 product എന്നുള്ളതാണ്. കാരണം കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒത്തിരി ഏരിയ ഉണ്ട്, അതേസമയം ഒരുപാട് പ്രോഡക്ട്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ പഞ്ചായത്തിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ ചെറിയ സംരംഭം തുടങ്ങുക എന്നുള്ളതാണത്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു ലോക്കലായിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ഒരു പ്രാദേശികമായിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സുസ്ഥിര വികസനം എന്ന ആ ഒരു കാഴ്ചപ്പാട് അതിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള സപ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2-3 സംവിധാനങ്ങളാണ്. ഒന്ന് ഗവൺമെൻറ്റിൻ്റെ ഇതോടെ, പക്ഷേ സബ്സിഡി കുറവായിരിക്കും. പക്ഷേ PMFME എന്ന് പറഞ്ഞാൽ 35%. നിങ്ങൾ 10 ലക്ഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3.5 ലക്ഷം സബ്സിഡി കിട്ടും. അതേസമയം 35 ലക്ഷം വരെ നിങ്ങൾക്ക് അതിലെടുക്കാനായിട്ട് പറ്റും. പിന്നെ അത് മാത്രമല്ല, അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു യൂണിറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ SFACയിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബാക്ക് ആൻഡ് സബ്സിഡി എന്നുള്ള രീതിയിൽ 25% നിങ്ങൾക്ക് വേറെ കിട്ടും. അപ്പോൾ ഒരു 60% വരെ നിങ്ങൾക്ക് 1 ലക്ഷം എടുത്താൽ നിങ്ങൾക്ക് 60,000 രൂപ വരെ സബ്സിഡി കിട്ടുന്ന സ്കീമുകൾ നമുക്ക് ഉണ്ട്. പക്ഷേ അത് നേരത്തെ മാഡം പറഞ്ഞ പോലെ എവിടെ പോകണം എന്നുള്ളതാണ്. ആദ്യം ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻ്ററുമായിട്ട് ബന്ധപ്പെടുക. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കാക്കനാടാണ് തോന്നുന്നു ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ. അവിടെ കീഡ്സ് എന്ന് പറഞ്ഞ സെൻറ്റർ ഉണ്ട്. അവിടെയായിട്ട് ബന്ധപ്പെടുക കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഇങ്ങനെയുള്ള സ്കീമുകൾ PMEGP, പാനികൾക്ക് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് PMFME സ്കീമാണ് 35% വരെ. അതുപോലെ തന്നെ സ്മോൾ ഫാമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം, അവിടെയും 25%-ലും കൂടുതൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഇൻക്യുബേഷൻ സെൻറ്റർ തുടങ്ങിയത് 2014 ഇനാഗ്രേറ്റ് ചെയ്ത് 2015 അതിൻ്റെ ശരിക്കുള്ള പ്രവർത്തനം തുടങ്ങിയത്. അതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. ആ അവയർനെസ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഫർദർ ട്രെയിനിങ്. ഇപ്പോൾ ഒരു ദിവസം ഒരു അവയർനെസ് ട്രെയിനിങ് നമ്മൾ കൊടുക്കും, ഒരു 9:30 to 4:30 വരെയുള്ള ഒരു ട്രെയിനിങ്. അതിൽ നിങ്ങൾക്ക് ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ ജനറലായിട്ട് അറ്റൻഡ് ചെയ്യണമെങ്കിൽ മാസത്തിൽ 1-2 ട്രെയിനിങ് എങ്ങനെയാലും ഉണ്ടായിരിക്കില്ല. ഒരു 200 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ വരുന്നത്, പിന്നെ നിങ്ങളുടെ ഫുഡിൻ്റെ ചാർജും കൂടി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നമുക്ക് കൊടുക്കുന്ന പറഞ്ഞാൽ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് അല്ല, അവിടെയുള്ള മെഷീനറീസ് എല്ലാം നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരും. എന്നിട്ട് എങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫർദർ ട്രെയിനിങ്ങിന് വരും, ഫർദർ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള സപ്പോർട്ട് നമ്മൾ ചെയ്തു തരും. അത് അതായത് ആദ്യം ഒരു അവയർനെസ് തന്ന് പിന്നെ പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ തന്ന് പിന്നെ ഒരു ഇൻക്യുബേഷൻ ഫെസിലിറ്റി നിങ്ങൾക്ക് തരണം. നിങ്ങൾക്ക് ആ ഫെസിലിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തരുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇനി നിങ്ങൾക്ക് ഒരു ഫർദർ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളായി ബന്ധപ്പെട്ട ഒരു കോൺട്രാക്ട് റിസർച്ച് എന്നുള്ള രീതിയിൽ എടുക്കുക. അതിന് പേ ചെയ്യേണ്ടി വരും, ഒരു 6 മാസമോ അല്ലെങ്കിൽ 3 മാസം നിങ്ങളുടെ പ്രോഡക്റ്റിന് അതനുസരിച്ചിട്ട്. ഇപ്പോൾ എൻ്റർലി ന്യൂ ഒരു പ്രോഡക്റ്റ് ആണെന്നെങ്കിൽ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. പക്ഷെ അതെല്ലാം ട്യൂബർ ക്രോപ്പ് ബേസ്ഡ് ആയിരിക്കണം എന്ന് മാത്രമാണ്.
അപ്പോൾ അതിൽ തന്നെ പല യൂണിറ്റുകളുണ്ട്. നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള യൂണിറ്റുകളുണ്ട് നമുക്ക്. ഇതേപോലെ തന്നെ ചിപ്സ്, അതുപോലെ തന്നെ എക്സ്ട്രൂഡഡ് പ്രൊഡക്ട്സ്, പാസ്ത പ്രൊഡക്ട്സ്, അതുപോലെ സ്നാക്ക് പ്രോഡക്ട്സ്, ഇങ്ങനെയുള്ള 3-4 പ്രൊഡക്ട്സാണ് നമ്മൾ കൂടുതലായിട്ട് സാധ്യത കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇനി വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കേഷൻ്റെ ഒരു ഇഷ്യൂ ആണ് വരുന്നത്. ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം വരുന്നത് FSSAIയുടെ ഇതാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ അവിടെ നിന്ന് പ്രോഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾ മാർക്കറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ FSSAI നമ്പറും മറ്റും നിങ്ങളുടെ കവറിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അവിടെ നമുക്കുള്ള ഫെസിലിറ്റീസ്, നമ്മുടെ ഇതിൻ്റെ മെയിൻ വേറൊരു ഉദ്ദേശം തന്നെ നമുക്ക് പല രീതിയിലുള്ള മെഷീനറീസ് ഉണ്ട് നമുക്ക്. ഇപ്പം നിങ്ങളൊരു യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങളൊരു കമ്പനിക്കാരുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം പറയുന്നത് അവരുടെ ഏറ്റവും ടോപ്പ് മെഷീൻ ആയിരിക്കും അവർ പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പാക്കിംഗ് മെഷീൻ്റെ ഇതാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് 10 ലക്ഷത്തിൻ്റെ മെഷീൻ ആയിരിക്കും ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് 20,000 രൂപയുടെ മെഷീൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല, അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ട് നമ്മൾ പല രീതിയിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലൈസർ തന്നെ, ഇപ്പോൾ നമ്മളിപ്പോൾ 50 കിലോ കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് 5 ലക്ഷത്തിൻ്റെ മെഷീൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 2,000 രൂപ കൊടുത്തൊരു ഹാൻഡ് സ്ലൈസർ കിട്ടും നമുക്കത്. ഇപ്പോൾ ചിപ്സ് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ പല ഷേപ്പിൽ കട്ട് ചെയ്യാനായിട്ടുള്ള ഹാൻഡ് സ്ലൈസേഴ്സ് അവൈലബിൾ ആണ്. 2,000 രൂപ, ഒരു 5,000 രൂപ കൊടുത്തൊരു 4-5 ടൈപ്പ് കിട്ടും. അത് മതി നമുക്കത്. അപ്പോൾ അങ്ങനെ നമുക്ക് പല രീതിയിലുള്ള പല റേഞ്ചിലുള്ള മെഷീനറീസ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ളൊരു അവസരം കിട്ടും. അതൊക്കെ വർക്ക് ചെയ്ത് കാണിക്കും നിങ്ങൾക്കത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള മെഷീനറീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ കാണിച്ച പ്രോഡക്റ്റ് എല്ലാം അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരും നിങ്ങൾക്കത്. ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പാക്കിംഗ് മെഷീൻ. 2,000 രൂപ തൊട്ട് 5 ലക്ഷം 6 ലക്ഷം രൂപയ്ക്കുള്ള പാക്കിംഗ് മെഷീൻസ് ഉണ്ട് അത്. പക്ഷെ നമുക്ക് ആവശ്യം ഈ 6 ലക്ഷത്തിൻ്റെ ഒരിക്കലും ആവശ്യം വരുന്നില്ല. ഒരു ഇനീഷ്യൽ ഒരു സ്റ്റാർട്ടപ്പ് സംരംഭത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 100 പാക്കറ്റ് 500 പാക്കറ്റൊക്കെ ആയിരിക്കും ഒരു ദിവസം ഉണ്ടാക്കുന്നത്. ഒരു 1000 പാക്കറ്റായിട്ട് ഉണ്ടാക്കിയിരുന്നത്. അതിന് വേണ്ടി 10,000 പാക്കറ്റുള്ള മെഷീൻ വാങ്ങിച്ചിട്ട് എന്താ കാര്യമുള്ളത് അത്? അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള മെഷീനറി സെലക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കും. ഇനി അതിലെങ്ങനെ നമുക്ക് ഇൻവോൾവ് ചെയ്യാനുള്ളതാണ്. അത് നമ്മൾ ഇതുപോലെ ഓഫ് ക്യാമ്പസ് ട്രെയിനിങ് അല്ലെങ്കിൽ ഓഫ് ക്യാമ്പസ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കും നമ്മളിത്. പിന്നെ അതുപോലെ തന്നെ എക്സിബിഷൻസ്, പല സ്ഥലത്തും പോയിട്ട് നമ്മൾ എക്സിബിഷൻസ് നമ്മൾ പങ്കെടുക്കാറുണ്ട്. അതേപോലെ 1 ഡേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ ഹൗസ് ട്രെയിനിങ് വരും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വന്നിട്ട്, ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊണ്ടുപോകാം, കപ്പയൊക്കെ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കാം. അതേസമയം നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ റോ മെറ്റീരിയൽ കൊണ്ടുവരിക. ഇപ്പോൾ നമ്മൾ ഉണക്കി കൊണ്ടുവരിക, അതിനൊപ്പം തന്നെ എന്തെല്ലാം വേണം എന്നുള്ളത് നമ്മൾ പറയും, അത് കൊണ്ടുവരിക. അത് വേണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വാങ്ങിക്കാവുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പാക്കറ്റുകളിലാക്കിയിട്ടുണ്ട്, ഞങ്ങൾ ഉണ്ടാക്കി തരുന്നത് മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ ഓൺ ബ്രാൻഡിലാണ് നിങ്ങളത് സെയിൽ ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ പാക്കറ്റുകളിലാക്കിയിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങളുടെ പേര് നിങ്ങൾക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ എത്ര കാലം ഞങ്ങളുടെ അവിടെ നിന്ന് ഉപയോഗിക്കുന്നുണ്ടോ അത്രയും സമയം നിങ്ങൾക്ക് ഞങ്ങളുടെ CTCRയുടെ പേര് ഉപയോഗിക്കാം. അപ്പോൾ CTCRയുടെ FSSAI നമ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ പാക്കറ്റിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷേ ഓൾ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെയാണ്. ഞങ്ങൾ വേറെ റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല, പ്രോഡക്റ്റ് ഉണ്ടാക്കി തരുന്നത് മാത്രമേ ഉള്ളൂ. GST അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നോക്കണത്. ഇപ്പോൾ കണ്ടില്ല, ആ ഒരു പാക്കിംഗ് ഇത് എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റിനെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നമുക്ക് ഇങ്ങനെയും കൊടുക്കാം, വളരെ ചെറിയ ലാബിലോട്ട് വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. അതല്ലാണ്ടെങ്കിൽ നമ്മൾ 1 രൂപ പാക്കറ്റ് വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. അതല്ല നമ്മൾ നല്ല ലുലു മാളിലോ അങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ സെയിം സാധനം തന്നെയാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 രൂപയെങ്കിലും പാക്കറ്റിന് കൊടുക്കണത്. അപ്പോൾ നമ്മൾ 10 രൂപയ്ക്ക് നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ കൊടുക്കുന്ന സാധനം ലുലു മാളിൽ നമ്മൾ 15 രൂപ കൊടുത്താലും വാങ്ങിക്കാൻ ആളുണ്ട്. അപ്പോൾ ആ പാക്കിംഗ് ആണ് നിങ്ങളതിൻ്റെ ഒരു വാല്യൂ അഡീഷന് ഏറ്റവും ഒരു ഫർദർ വാല്യൂ അഡീഷൻ നടക്കുന്നത് അതിനാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ ഒരു യൂസർ ഫീ നമ്മൾ ഈടാക്കുന്നില്ല, വളരെ നോമിനൽ ആയിട്ടുള്ളൊരു യൂസർ ഫീ ആണ്. ഉദാഹരണമായിട്ട് നമ്മളൊരു ഫോർമില് ഇപ്പോൾ നമ്മൾ പുറത്ത് പൊടിപ്പിക്കാനായിട്ടാണ് 5 രൂപ 6 രൂപയ്ക്ക് കൊടുക്കേണ്ട 1 കിലോ, നമ്മളവിടെ 1 മണിക്കൂറിൽ നമ്മൾ 18 രൂപയാണ് നമ്മൾ ഈടാക്കുന്നത്. അതായത് നിങ്ങൾ പുറത്ത് ഒരു 2 കിലോ 3 കിലോ കൊടുക്കുന്ന നമുക്ക് ഒരു 50 കിലോ അവിടെ പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. അതായത് നമ്മൾ സുജ മാഡം പറഞ്ഞ പോലെ ഞങ്ങളുടെ അവരുടെയൊക്കെ ഏകദേശം ഒരേ മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി ചാർജും അവിടെ ഇലക്ട്രിസിറ്റി ചാർജ് മാത്രമല്ല, ഇവിടെ നമ്മൾ ടെക്നിക്കൽ പേഴ്സൺ എത്രത്തോളം ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അതും കൂടി കണക്കിലെടുത്തിട്ടായിരിക്കും നമ്മൾ ഇതിൻ്റെ ചാർജ് ഫിക്സ് ചെയ്യുന്നത്. അത് ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ ഒരു 500 രൂപ 600 രൂപ അവിടെ യൂസർ ഫീ ഈടാക്കേണ്ടതായിട്ടുള്ളൂ. അത് അത്രയും പ്രോഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും. അത് വൺസ് നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റൊക്കെ സ്റ്റഡി ചെയ്ത് മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട്, മാർക്കറ്റ് ട്രയലൊക്കെ നടത്തി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് MOU സൈൻ ചെയ്യാം. അത് ഓരോ പ്രൊഡക്റ്റിനും വ്യത്യാസമുണ്ട്. ഇപ്പോൾ 20,000 രൂപയുടെ 25,000 രൂപയുടെ ഉണ്ട്, 50,000 രൂപയുടെ, ഇപ്പോൾ പ്ലാസ്റ്റിക്കിന് 50,000 രൂപയുടെ, ഇനി സ്റ്റാർച്ച് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് 5 ലക്ഷം രൂപയുടെയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പല ഇതിനും പല റേറ്റാണുള്ളത്. അത് നമ്മൾ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് MOU സൈൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇങ്ങനെയുള്ള വലിയ VIPs ഒക്കെ വരണേ നിങ്ങളുടെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാനൊക്കെ, ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് ഇതേപോലുള്ള മിനിസ്റ്ററൊക്കെ വന്നിട്ട് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ തന്നെ ഇമ്പോസിബിൾ ആണ് അത്. അപ്പോൾ ആ സമയങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റൊക്കെ നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യാനായിട്ടുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി തരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ
ഈ അതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ ടെക്നോളജി ഇങ്ങനെയുള്ള ഒരുപാട് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് നമുക്കത്, പക്ഷെ അതൊന്നും എത്രത്തോളം പുറത്തേക്ക് എത്തുന്നുണ്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇതാക്കാനാണ്, ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻക്യുബേഷൻ സെൻ്ററുകൾ, അതിപ്പോൾ ഇവിടുത്തെ മാത്രമല്ല എല്ലാ ഇൻക്യുബേഷൻ സെൻ്ററുകളും പ്രവർത്തിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഇൻക്യുബേഷൻ സെൻ്ററിൻ്റെ ഇത് ഒരു അവയർനെസ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനൊരു പ്രാക്ടിക്കലായിട്ട് ഡെമോൺസ്ട്രേഷൻ നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ നമ്മളൊരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് നിങ്ങൾക്ക് തരും. അതോടൊപ്പം തന്നെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി, ഇൻക്യുബേഷൻ ഫെസിലിറ്റി നിങ്ങൾക്ക് തരും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്നോവേറ്റീവ് ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു സൗകര്യം നമ്മൾ ചെയ്തു തരും. അതോടൊപ്പം തന്നെ നിങ്ങളെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതോടുകൂടി നിങ്ങൾക്ക് ഒരു സംരംഭം തുടങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു ആത്മവിശ്വാസം കൂടി നിങ്ങളുടെ ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ ഇതിലൂടെ നമുക്കൊരു ചെറിയൊരു പ്രോഫിറ്റ്, അതാണ് നമ്മൾ ഈ ഇൻക്യുബേഷൻ സെൻ്റർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു എൻ്റർപ്രണർഷിപ്പിനെ എങ്ങനെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം, അതായത് വലിയ പരിക്കുകളില്ലാതെ ഒരു സ്ഥാപനം തുടങ്ങാനായിട്ട് നമുക്ക് എങ്ങനെ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് നമ്മൾ മെയിനായിട്ടും ലക്ഷ്യം വെക്കുന്നത്. അതിനായിട്ട് ഡിഫറെൻറ്റ് ബിസിനസ് മോഡൽസ് ഉണ്ട്. നമുക്ക് ഓരോ പ്രോഡക്റ്റിനും ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്. അത് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് തന്നെ നമുക്ക് മെഷീനറി ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്കത് എടുക്കാനായിട്ട് നമുക്ക് പറ്റും. അതിന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ വെബ്സൈറ്റൊക്കെ ഉള്ളതാണത്. ഓരോന്നിനും ഓരോ ഇതുണ്ട്, ഓരോ പ്രോഡക്ട്സിനും. അതുപോലെ തന്നെ എക്കണോമിക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ₹1 നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ എത്ര നമുക്ക് ലാഭം കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ സ്നാക്ക് ഫുഡൊക്കെ ആണെങ്കിൽ ₹1 ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് ₹1.36 എന്നുള്ള രീതിയിൽ കിട്ടും. ഇത് പാസ് ആണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു രൂപയ്ക്ക് ₹1.30 എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ നിങ്ങളൊരു നല്ല രീതിയിൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും, പ്രൊവൈഡഡ് ഉണ്ടാക്കുന്ന സാധനത്തിനെല്ലാം മാർക്കറ്റ് ഉണ്ടാവണം. അത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഇൻക്യുബേഷൻ. കാരണം സമയം വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് ഞാൻ അങ്ങ് റഷ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. നേരത്തെ മാഡം പറഞ്ഞ പോലെ തന്നെ സാധ്യതകൾ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്കീമുകൾ ത്രൂ സ്റ്റേറ്റ് ഗവൺമെൻറ് വഴി നടപ്പിലാക്കുന്നുണ്ട്, അല്ലാതെ തന്നെ സ്റ്റേറ്റും നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ആ രണ്ടും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഒത്തിരി ഒരു എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സാധ്യതയുള്ളൊരു സമയമാണ് ഇപ്പോൾ അത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 60-70% വരെ സബ്സിഡി കിട്ടാവുന്ന സ്കീമുകൾ ഇന്ന് കേരളത്തിലുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്താ പറയുന്നത് ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് അത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞില്ലേ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിനായിട്ടുള്ളൊരു കോൺഫിഡൻസ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത്. ആ ഒരു കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് അവിടെ വന്നാൽ കിട്ടുന്നത്. അതായത് ഇൻക്യുബേഷൻ സെൻറ്റർ ഇപ്പോൾ ഞങ്ങളുടെ അവിടെ മാത്രമല്ല, അതുപോലെ ഒരുപാട് ഇൻക്യുബേഷൻ സെൻറ്ററുണ്ട്. ഇപ്പോൾ നിസ്റ്റിലുണ്ട്, അതുപോലെ തന്നെ ISRലുണ്ട്, CPCRIലുണ്ട്. ഒക്കെ ഒരു സ്പെഷ്യൽ ഇത് CPCRലാണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ബേസ്ഡ് ആയിരിക്കും, ISRലാണെങ്കിൽ സ്പൈസസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ക്രോപ്പ് ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പെർട്ടൈസുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഒരു ആത്മവിശ്വാസം, ആ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ ഇൻക്യുബേഷൻ ഫെസിലിറ്റി യൂസ് ചെയ്യാനോ ട്രെയിനിങ് യൂസ് ചെയ്യാനെന്നുണ്ടെങ്കിൽ എൻ്റെ അഡ്രസ്സാണത്, എൻ്റെ നമ്പറാണത്, വാട്സപ്പ് നമ്പറാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിനെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് ചോദിക്കും. കാരണം സമയം 2 മണിക്കൂർ എടുക്കുന്ന ക്ലാസ്സാണ് 10 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ തീർത്തത് നമ്മളത്. ഇതേ ക്ലാസ് ഇന്നലെ എടുത്തത് 2.5 മണിക്കൂറിലാണ് എടുത്തത്. ഓക്കെ, താങ്ക് യു. ഇത്രയും ടെക്നിക്കൽ ഡീറ്റെയിൽസ് 10 മിനിറ്റിനുള്ളിൽ തീർക്കണമെങ്കിൽ അത് വേറെ തരത്തിലുള്ള കഴിവ്, വേറെ ലെവലിലുള്ള കഴിവ് ആവശ്യമാണ്. അപ്പം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അറിയാവുന്നവർക്ക് മാത്രമേ പെട്ടെന്ന് അത് സംക്ഷിപ്തമായിട്ടൊരു രൂപത്തിൽ പെട്ടെന്ന് അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു ഫോർ ദ എക്സലൻറ്റ് പ്രസൻറ്റേഷൻ. ടെക്നോ ഇൻക്യുബേഷൻ യൂണിറ്റ് അതിൻ്റെ എല്ലാം കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ സാറിന് മെമൻറ്റോ കൊടുക്കാനായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പെട്ടെന്ന് ചോദിക്കാം. 1 or 2 questions. സാറ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ കേന്ദ്ര കിഴങ്ങുവർഗ്ഗ ഗവേഷണ കേന്ദ്രമാണ്, ശ്രീകാര്യത്താണ്, തിരുവനന്തപുരത്ത്. അവിടെ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സും അവിടെ പ്രോസസ്സിംഗ് ഫെസിലിറ്റി നിങ്ങൾക്ക് അവിടെ ചെന്ന് ചെയ്ത് പഠിക്കാനും ഉള്ള ട്രെയിനിങ്ങിൻ്റെ ഫെസിലിറ്റീസ് ഉള്ള സ്ഥലമാണ്. സാറിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. I request Dr. Greenson sir, Head MB, MD, Marine Biodiversity and Environment Management Division, and Head KVK to come forward and give memento to the speaker.
താങ്ക് യു സജി സാർ. വൺസ് അഗൈൻ സജീവ് സാർ നല്ലൊരു ബാസ്കറ്റ്ബോൾ പ്ലെയറും കൂടാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഗിരിൻസൺ സാർ ആൻഡ് താങ്ക് യു ഷിനത് സാർ. അടുത്തത് നമ്മളുടെ സ്പീക്കർ ഡോക്ടർ കെ മുരളീധരൻ ആണ്. അദ്ദേഹം ICAR സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റാണ്. വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ് അദ്ദേഹം. നമ്മൾ വിളിച്ചപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഈ ചെറിയ പരിപാടിക്ക് കാസർഗോഡ് നിന്ന് സാറ് വരില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് നമുക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. Shoji, this one. The presentation. Sir, please. നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാം വളരെ നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ട്. കുറച്ച് സമയത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് ഒഴിച്ചാൽ വളരെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു റോള് വളരെ ചുരുങ്ങിയിട്ടുണ്ട്. കാരണം ഇതിനെക്കുറിച്ചെല്ലാം ഇൻക്യുബേഷൻ ആസ്പെക്ട്സിനെ കുറിച്ച് സജീവും അതുപോലെ മറ്റു സ്പീക്കേഴ്സും പറഞ്ഞു. സോ ഞാൻ ഇന്നിവിടെ ഇപ്പോൾ കുറച്ച് ഈ ചെറിയ സമയത്തിനുള്ളിൽ നമ്മുടെ ടെക്നോളജീസിനെ കുറിച്ച് മാത്രമേ പറയുകയുള്ളൂ. കാരണം CTCRIയിലാണെങ്കിലും ശരി, IISRലാണെങ്കിലും ശരി, എല്ലാ ICR ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇൻക്യുബേഷൻ ഫെസിലിറ്റീസ് അതുപോലെ അതിനുള്ള കാര്യങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ്. കാരണം ഇതൊരു നെറ്റ്വർക്കാണ്, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് നെറ്റ്വർക്കാണ് ഉള്ളത് ICRയുടെ കീഴിൽ. ഏകദേശം 50ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇതുണ്ട്. അതിൽ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രം കുറച്ചുകൂടി ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് നാം ഹൈദരാബാദ് AIDA എന്നുള്ള ഇൻക്യുബേറ്റർ, അതുപോലെ IIMRനെ കുറിച്ചും ഇപ്പോൾ കേട്ടു, IARI പൂസയിലുള്ള ഇൻക്യുബേറ്റർ, അവരൊക്കെ ഗ്രാൻസും അതുപോലുള്ള ഇൻസെൻറ്റീവ്സും ഇൻക്യുബേറ്റീവ്സിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം മെയിനായിട്ട് ഞങ്ങൾ ടെക്നോളജി ബേസ്ഡ് ഇൻക്യുബേഷനാണ് കൊടുക്കുന്നത്. ബട്ട് വി വിൽ കണക്ട് ഇറ്റ് ടു അതർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് അതർ ഓർഗനൈസേഷൻ ഫോർ അവൈലിംഗ് ഗ്രാൻസ് ആൻഡ് അതർ ഇൻസെൻറ്റീവ്സ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 108 വർഷത്തോളം പഴക്കമുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 1970 അത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. ഇപ്പോൾ ഞങ്ങളുടെ പ്രധാന ക്രോപ്പ് കോക്കനട്ട്, അരക്കനട്ട് ആൻഡ് കൊക്കോ ആണ്. ഞങ്ങൾക്ക് കാസർഗോഡാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. കായംകുളത്തും അതുപോലെ കർണാടകയിലെ വിറ്റലും റീജിയണൽ സ്റ്റേഷൻസും ഉണ്ട്. അതുപോലെ റിസർച്ച് സെൻറ്റേഴ്സ് കായ്ക്കുച്ചി ആസാം, മോഹിത് നഗർ വെസ്റ്റ് ബംഗാൾ ആൻഡ് അഗെയിൻ കർണാടകയിൽ ഗുരു. കൂടാതെ 2 കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളും ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുന്നോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൽ പല ലെവലിലുള്ള ആൾക്കാർ വരും. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അല്ലെങ്കിൽ ഇന്ത്യ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഡെഫിനിഷൻ പ്രകാരമുള്ള സ്റ്റാർട്ടപ്സ്, അവരെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി വേറെയാണ്. സ്മോൾ ബിസിനസ്സായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ട ഫെസിലിറ്റീസും കാര്യങ്ങളും വേറെയാണ്. അതുപോലെ എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഇന്നൊവേഷൻ ഐഡിയ, ഒരു ഇൻവെൻഷനായിട്ട് വരുന്ന വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഫേഴ്സിനുള്ള നമ്മളുടെ അപ്രോച്ച് വേറെ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ എല്ലാ ഇൻക്യുബേറ്റേഴ്സും ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് വലിയ തരത്തിലുള്ള അത് ഹൈ റെൻറ്റിലുള്ള സ്റ്റാർട്ടപ്സിൻ്റെ ഇൻക്യുബേഷന് വേറെ തന്നെ ഫെസിലിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ മുതലായ ഏജൻസീസ് അവർക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് CPCRയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ടെക്നോളജീസിനെ കുറിച്ചൊന്ന് പെട്ടെന്ന് പറയാം.
ആദ്യമായിട്ട് നമ്മളുടെ തേങ്ങ കാമ്പ് വെച്ചിട്ടുള്ള കേണൽ ബേസ്ഡ് പ്രോഡക്ട്സ് ആണ്. അപ്പോൾ നമ്മൾ കൺവെൻഷനലായിട്ട് പ്രോഡക്ട്സ് കൊപ്പയും ഓയിലുമാണ്. അതുപോലെ അതിൽ നിന്ന് കുറച്ചുകൂടി നല്ല പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ ഫങ്ഷണൽ ഫുഡ് എന്നൊക്കെ നിലയ്ക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന പ്രോഡക്റ്റാണ് വിർജിൻ കോക്കനട്ട് ഓയിലും പിന്നെ കോക്കനട്ട് ചിപ്സ് ഉണ്ട്. കോക്കനട്ട് മിൽക്ക് ആൻഡ് കോക്കനട്ട് മിൽക്ക് പൗഡർ അനദർ ഇമ്പോർട്ടൻറ്റ് പ്രോഡക്റ്റാണ്. അതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അത് വളരെയധികം നമുക്ക് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ഒന്ന് ഫുഡ് പ്രോഡക്റ്റിൽ കോക്കനട്ട് ഫുഡ് പ്രോഡക്റ്റ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അതുപോലെ ഫ്രോസൺ കോക്കനട്ട് ഗ്രേറ്റിംഗ്സ് ഇപ്പോൾ വളരെയധികം പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് യൂറോപ്യൻ മാർക്കറ്റിലെല്ലാം. പിന്നെ ഈ മിൽക്ക് എടുത്ത ശേഷമുള്ള റെസിഡ്യൂ വെച്ചിട്ട് നമുക്ക് ലോ ഫാറ്റ് ഡെസിക്കേറ്റഡ് കോക്കനട്ടോ അല്ലെങ്കിൽ കൽപ്പ ക്രഞ്ച് പോലത്തെ കുക്കറ മാതിരത്തുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ നിങ്ങൾ പറയുന്നില്ല, ഇതൊരു ടെക്നിക്കൽ പ്രസൻറ്റേഷനാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബൊക്കെ നോക്കിയാൽ കിട്ടും. കൽപ്പ യൂട്യൂബാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ. അതുപോലെ CPCI agribiz.in എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. അപ്പോൾ അവിടെ അതിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ ഈ കാര്യങ്ങളെല്ലാം ഈ പ്രസൻറ്റേഷൻസിനൊക്കെ നിങ്ങൾക്ക് വീണ്ടും യുവർ ലിഷർ നിങ്ങൾക്ക് കാണാൻ പറ്റും. വിർജിൻ കോക്കനട്ട് ഓയിലാണ് നിങ്ങളുടെ ഒരു പ്രധാന പ്രോഡക്റ്റ്. ഏകദേശം 50ഓളം ലൈസൻസീസ് ഉണ്ട് ഈ പ്രോഡക്റ്റിന്. അപ്പോൾ ഹോട്ട് പ്രോസസ്സിങ്ങും ഫെർമെൻറ്റേഷൻ മെത്തേഡുമാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്ന മെത്തേഡ്സ്. ഹോട്ട് പ്രോസസ്സിങ്ങിൻ്റെ എല്ലാ മെഷീനറിയും അതിൻ്റെ പ്രോട്ടോക്കോളെല്ലാം വികസിപ്പിച്ചെടുത്തത് CPCRലാണ്. അതുപോലെ ഫെർമെൻറ്റേഷനെ കുറിച്ചാണെങ്കിലും അത് ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്, പക്ഷേ ഈൽഡ് കുറച്ച് കുറയുന്നേ ഉള്ളൂ. അതിൻ്റെ റെസിഡ്യൂ എടുത്തിട്ട് നമുക്ക് കുർക്കുറ പോലത്തെ കൽപ്പ ക്രഞ്ച് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഡയറ്ററി ഫൈബറായിട്ട് ഉപയോഗിക്കാം. കോക്കനട്ട് ചിപ്സ് ഇതുപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ്. 1 mm തിക്നെസ്സുള്ള സ്ലൈസസ് ആണ് ഉപയോഗിക്കുന്നത്. അത് ഓസ്മോട്ടിക് ഡിഹൈഡ്രേഷന് ശേഷം ഇലക്ട്രിക്കൽ ഡ്രയറിലും മറ്റും ഡ്രൈ ചെയ്തെടുക്കുന്നതാണ് കോക്കനട്ട് ചിപ്സ്. ഇതിന് ഓയിൽ വറുത്തെടുത്തതല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഹെൽത്തി സ്നാക്കായിട്ട് എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിൽ തന്നെ പല വേരിയൻസ് ഞങ്ങളുടെ ലൈസൻസീസ് വരുത്തിയിട്ടുണ്ട്. പല ഫ്ലേവർ അല്ലെങ്കിൽ പല ടേസ്റ്റുള്ള വേരിയൻസ് കോക്കനട്ട് ചിപ്സിൽ ഇപ്പോൾ ഞങ്ങളുടെ ലൈസൻസീസ് ലഭ്യമാക്കിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് കോക്കനട്ട് മിൽക്ക് ആൻഡ് കോക്കനട്ട് മിൽക്ക് പൗഡർ. അപ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡർ സാധാരണ ഇൻഡസ്ട്രിയൽ ലെവലിൽ ഉണ്ടാകുമ്പോൾ അതൊരു 1 crore പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സംരംഭമാണ്, സ്പ്രേ ഡ്രൈയിങ് മെത്തേഡ് വെച്ചിട്ട്. പക്ഷേ ചെറിയ തോതിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ലോ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റിൽ ചെയ്യാവുന്ന പ്രോട്ടോക്കോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതേ പ്രോട്ടോക്കോളിൻ്റെ എക്സ്റ്റൻഷനാണ് കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഖീർ മിക്സ്, പായസ മിക്സ്. പിന്നെ ടെൻഡർ കോക്കനട്ടിലോട്ട് വരികയാണെങ്കിൽ പഞ്ച് ആൻഡ് കട്ടറാണ് ഒരു ഇൻവെൻഷൻ. അതുപോലെ ട്രിംഡ് ടെൻഡർ കോക്കനട്ട്, അതിൻ്റെ നമ്മൾ മാളിലൊക്കെ ലഭിക്കുന്ന ടെൻഡർ നട്ടിൻ്റെ ആ രൂപത്തിലാക്കുന്ന മെഷീൻ ആൻഡ് പ്രോട്ടോക്കോളുണ്ട്. സ്നോബോൾ ടെൻഡർ കോക്കനട്ട് ഈസ് അനദർ ഇൻട്രസ്റ്റിംഗ് പ്രോഡക്റ്റ്. കാരണം അതിൻ്റെ ഒരു 8 മാസം പ്രായമുള്ള ഇളനീരിൻ്റെ ഷെല്ല് റിമൂവ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. വാട്ടർ ഇൻസൈഡ് തന്നെ ആയിരിക്കും. അപ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് പ്രോഡക്റ്റാണ്, എസ്പെഷ്യലി ടു എന്താ പറയുക VIPസിനൊക്കെ കൊടുക്കാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളൊരു പ്രോഡക്റ്റാണ് കൽപ്പരസ. കൽപ്പരസ എന്നുള്ളത് നമ്മളുടെ നീര് അല്ലെങ്കിൽ ടോഡി തന്നെയാണ്, പക്ഷേ നോ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ ടേക്ക് പ്ലേസ്. അപ്പോൾ നമ്മളിതൊരു ചില്ലറിലാണിത് കളക്ട് ചെയ്യുന്നത്, ഐസ് ഇട്ടിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് 7 pH 0% ആൽക്കഹോളുള്ള കൽപ്പരസ നിങ്ങൾക്ക് ലഭിക്കും. അത് വെച്ചിട്ട് നല്ല ക്വാളിറ്റി ഷുഗറും നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതുപോലെ മറ്റു പ്രോഡക്ട്സ്, ഡ്രിങ്കിങ് കൊക്കോ അല്ലെങ്കിൽ കൊക്കോ ചോക്ലേറ്റുകൾ, ഡാർക്ക് ചോക്ലേറ്റ്, അങ്ങനെ പലതും നമുക്ക് ഈ ഷുഗർ വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ്. വേറൊരു ഐറ്റമാണ് വെഗാൻ ഫ്രോസൺ ഡെലിക്കസി. ഇതൊരു ഐസ്ക്രീം തന്നെയാണ്, പക്ഷേ ഐസ്ക്രീം എന്ന് പറയുമ്പോൾ കൗ മിൽക്ക് ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്റ്റാണെന്നാണ് ടെക്നിക്കലി സ്പീക്കിംഗ്. അപ്പോൾ അതിന്
വ്യത്യസ്തത കൊടുക്കേണ്ടതുണ്ട്. അതാണ് വെഗാൻ ഫ്രോസൺ കോക്ക് ഡെലിക്കസി. ഇവിടെ നമ്മൾ ടെൻഡർ കോക്കനട്ട് പൾപ്പും കോക്കനട്ട് മിൽക്കും ആണ് ഉപയോഗിക്കുന്നത്. ഇഫ് യു വാണ്ട് യു ക്യാൻ ആഡ് കോക്കനട്ട് ഷുഗർ, ദെൻ ഇറ്റ് വിൽ ബി വെരി കോസ്റ്റ്ലി. അതർവൈസ് സാധാരണ ഷുഗർ വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ വെള്ളം ഉപയോഗിച്ചിട്ട് വേസ്റ്റായിട്ട് കളയുന്ന തേങ്ങാവെള്ളം ഉപയോഗിച്ച് നമുക്ക് വിനിഗർ ഉണ്ടാക്കാം, അതുപോലെ ജെല്ലി ഉണ്ടാക്കാം, മെച്യൂർ കോക്കനട്ട് വാട്ടർ വെച്ചിട്ടുള്ള സ്ക്വാഷ് ഉണ്ടാക്കാം, ഫ്ലേവേർഡ് കോക്കനട്ട് വാട്ടർ കാർബണേറ്റഡ് ഡ്രിങ്ക് ആക്കി മാറ്റാം. ടെൻഡർ കോക്കനട്ട് വാട്ടറും ഇതുപോലെ നമുക്ക് കാർബണേറ്റഡ് ഡ്രിങ്ക് ആക്കി മാറ്റാം. അല്ലെങ്കിൽ പാക്കേജ് ടെൻഡർ കോക്കനട്ട് വാട്ടർ എന്നുള്ളത് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയ ഒരു ടെക്നോളജിയാണ്. വേറെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ടെക്നോളജി വളരെ സിമ്പിളാണ്, പക്ഷേ ഷെൽഫ് ലൈഫ് കുറവായിരിക്കും. കമ്മിങ് ടു മില്ലറ്റ്സ്, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കാര്യം, ഞങ്ങൾ കോക്കനട്ട് ഗാർഡനിൽ മില്ലറ്റ് കൃഷി ചെയ്യാന്നുള്ളത് അതിൻ്റെ ഒരു പരീക്ഷണങ്ങളും അത് ഒബ്സർവേഷൻസും നടക്കുന്നുണ്ട്. ആലപ്പുഴയിൽ തന്നെ പത്തിയൂര് വില്ലേജിൽ വളരെയധികം സക്സസ് ആയിട്ട് മില്ലറ്റ് കൃഷി ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ബേസിൽ ചെയ്യുന്നുണ്ട്. ഡോക്ടർ അനിതകുമാരി കഴിഞ്ഞ 5-6 വർഷമായിട്ട് ചെയ്തു വരുന്നതാണ്. നമുക്ക് കുറേ നമ്മുടെ ഇപ്പോഴത്തെ അല്ല, നമ്മുടെ അമ്മൂമ്മമാർക്കൊക്കെ പല മില്ലറ്റ് ആൻഡ് കോക്കനട്ട് റെസിപ്പി അറിയാമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡിജിനസ് എത്നിക്സ് ഫുഡ് കണ്ടുപിടിച്ച് അതിനെ നമുക്ക് ബ്രാൻഡ് ചെയ്യാവുന്നതാണ്. ഉദാഹരണമായിട്ട് ലക്ഷദ്വീപിലുള്ളൊരു റാഗിയും കോക്കനട്ട് മിൽക്കും വെച്ചിട്ടുള്ളൊരു പ്രോഡക്റ്റ്. അപ്പോൾ അത് ലക്ഷദ്വീപിൽ മാത്രമല്ല, നമ്മളുടെ പല സ്ഥലത്തും ഇത്തരം യുണീക്കായിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാവും. അപ്പോൾ അത് റിഫൈൻ ചെയ്തെടുക്കാനും അതൊരു കമേഴ്സ്യൽ പ്രൊഡക്റ്റായിട്ട് മാറ്റാനും നിങ്ങൾക്ക് ഞങ്ങളെപ്പോലുള്ള ഇൻക്യുബേറ്റേഴ്സിനെ സമീപിക്കാം. നിങ്ങളുടെ അടുത്തുള്ള ഇപ്പോൾ കാസർഗോഡ് നോർത്ത് കേരള ആണെങ്കിൽ കാസർഗോഡ് ആക്കാം, സദേൺ കേരളയിൽ നിങ്ങൾക്ക് CTCRയിൽ ബന്ധപ്പെടാം. കാരണം അവിടെയുള്ള സയൻറ്റിസ്റ്റുകൾ ഇപ്പോൾ കോക്കനട്ട് ബേസ്ഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് അവിടെ നിന്ന് എക്സ്പെരിമെൻറ്റേഷൻ നടത്തുന്നതേ ഉള്ളൂ. CDCRI will in turn contact us and get the expertise. അപ്പം അത് ICR ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉള്ളിൽ ഏത് ഇൻക്യുബേഷൻ സെൻറ്ററിൽ പോയാലും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാം, ഏത് ക്രോപ്പാണെങ്കിലും. പിന്നെ കൽപ്പ ക്രഞ്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അത് മില്ലറ്റ് വെച്ചിട്ടുള്ള കൽപ്പ ക്രഞ്ചും നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ പ്രോട്ടോക്കോൾ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ട്. ഇതതിൻ്റെ ഒരു അപ്പോൾ നമുക്ക് അവിടെയുള്ള ഫെസിലിറ്റീസ് ഇതൊക്കെയാണ്. VC ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്, ഡെസിക്കേറ്റഡ് കോക്കനട്ടിനുള്ള ഫെസിലിറ്റി ഉണ്ട്, കോക്കനട്ട് ചിപ്സ് ഉണ്ടാക്കാം, അതുപോലെ കോക്കനട്ട് ഷുഗർ ഉണ്ടാക്കാം, കൽപ്പ ക്രഞ്ച് ഉണ്ടാക്കാം, വെഗാൻ ഫ്രോസൺ ഡെലിക്കസി ഉണ്ടാക്കാം, ബീൻ ടു ബൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിനെല്ലാമുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ട്. നേരത്തെ സജി പറഞ്ഞ മാതിരി ഒരു ചെറിയ യൂസർ ഫീ വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ വന്ന് ഇതൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതുള്ളൂ. നിങ്ങളുടേതായ കോമ്പിനേഷൻ നോക്കാം. അതുപോലെ നിങ്ങൾക്കൊരു പ്രത്യേക ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിലൊരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സിംഗ് പ്രോട്ടോകോൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാനും ഷെൽഫ് ലൈഫ് പിടിക്കാനൊക്കെയുള്ള ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തരും. ഡാറ്റ ജനറേറ്റ് ചെയ്യാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും. അതിനൊക്കെ വളരെ ചെറിയ ഫീസും ഫോർമാലിറ്റീസും ഉള്ളൂ. വിത്തിൻ 2 hours you can do away with all the formalities in any ICR institute. എല്ലാം സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, സ്ട്രീം ലൈൻഡ് ആണ്. അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. നിങ്ങളുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഞങ്ങൾക്ക് തരും. ഇഫ് യു വാണ്ട് എക്സ്ക്ലൂസീവ് റൈറ്റ് അതും നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ അതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള, നിങ്ങളുടെ IP ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റും പ്രോട്ടോക്കോൾ ഡെവലപ്മെൻറ്റും ICR ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സാധ്യതയുണ്ട്. ഇത് ഞാൻ പറഞ്ഞ ഇതേ ഉള്ളൂ. പിന്നെ മറ്റുള്ള ഫെസിലിറ്റീസ്, മില്ലറ്റ് പ്രോസസ്സിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതായാലും യൂട്യൂബിൽ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലിഷർ ടൈമിൽ നോക്കാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് നോർത്തേൺ മലബാർ നോർത്ത് കേരളയിലുള്ള ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതൽ ഉപയോഗപ്രദം. കാരണം മറ്റു ദൂരത്തു നിന്നും ഇപ്പോൾ ഇവിടെ ഒന്ന് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. മറ്റുള്ള ടെക്നോളജീസ് ഒരു പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ വെറൈറ്റീസ് ലൈസൻസിങ് ഉണ്ട്. അത് ഏതെങ്കിലും ആവശ്യമുള്ളവർക്ക് അത് ചെയ്യാം. വെറൈറ്റി ഡെവലപ്മെൻറ്റുള്ള പ്രോട്ടോകോൾസ് കമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അരക്കനട്ട് ടിഷ്യൂ കൾച്ചർ എക്സെട്ര. പിന്നെ ബയോ ഫെർട്ടിലൈസേഴ്സ്, കേര പോബിയോ, കൊക്കോ പ്രോബിയോ തുടങ്ങിയ ബയോ ഫെർട്ടിലൈസേഴ്സ് കമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുണ്ട്.
കസ്റ്റമൈസ്ഡ് ന്യൂട്രിയൻസ്, ഫെർട്ടിലൈസേഴ്സ്, കൽപ്പപോഷക്, കൽപ്പവർദ്ധി 4ഓളം ഫേംസ് ഇത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബയോ കൺട്രോൾ ഏജൻസ് ഉണ്ട്, ഫിറമോൺ. ദെൻ ഗാഡ്ഗറ്റ്സ് ആൻഡ് മെഷീനറി ഓൾറെഡി ഇൻറ്റേർണലി ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ള, ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഗാഡ്ഗറ്റ്സ് ആൻഡ് മെഷീനറി ഇതെല്ലാം കമേഴ്ഷ്യലൈസ് ചെയ്ത് നിങ്ങൾക്ക് അതാത് സ്ഥലത്ത് നിന്ന് കിട്ടുന്നതാണ്. ഈ ഫോർത്ത് കമ്മിങ് പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു ഇൻക്യുബേഷൻ പ്രോഗ്രാം ക്രിസ്പ് എന്ന് പേരിട്ടിട്ട് ഞങ്ങൾ ഈ കൊല്ലം ആദ്യമായിട്ട് തുടങ്ങുകയാണ്. ഈ ജനുവരി എൻഡോട് കൂടിയിട്ട് അതിൻ്റെ സ്ക്രീനിങ് നടക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി എത്നിക് ഫുഡിൻ്റെ ഐഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗാഡ്ഗറ്റ്സിൻ്റെ ഐഡിയോ അല്ലെങ്കിൽ മോഡേൺ സയൻറ്റിഫിക് റിസർച്ച് വെച്ചിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഡ്രോണ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അങ്ങനെയുള്ള ഏത് മേഖലയിലുള്ള ഐഡിയാസും നമ്മളുടെ റൂറൽ സെക്ടറിൽ, പ്രത്യേകിച്ച് കോക്കനട്ടോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമെങ്കിൽ ആ ഐഡിയാസ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് നിങ്ങളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ 6 മാസത്തോളമുള്ള ഇൻക്യുബേഷനും അതുപോലെ തുടർന്നുള്ള ഗ്രാൻറ്റും മറ്റു കാര്യങ്ങളും ഈ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ നെറ്റ്വർക്ക് മുഖാന്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ള ഒരു പ്രോഗ്രാമാണ് ക്രിസ്പ്. ഞങ്ങളുടെ സെൻറ്ററിൽ മാത്രമല്ല, ഇന്ത്യയിലെ പല ഇൻക്യുബേറ്റേഴ്സും ഇത്തരം പ്രോഗ്രാംസ് ഈ ഒരു ജനുവരി മാസത്തിൽ നടത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഏരിയയിലുള്ള, ഈ റീജിയനിലുള്ള ആൾക്കാർക്ക് ഞങ്ങളെ അപ്രോച്ച് ചെയ്യാം. പിന്നെ വേറൊരു പ്രോജക്റ്റാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻഡസ്ട്രി ഇൻ്റർഫേസ് പ്രോഗ്രാം. അത് 16 മെയ് 2024 നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ഞങ്ങളുടെ ടെക്നോളജി കാണുകയും അതുപോലെ ഇൻഡസ്ട്രി ആപ്ലിക്കേഷനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യാവുന്നതാണ്. ഞങ്ങൾ വേറൊരു പ്രോഗ്രാം ഞങ്ങൾ നടത്തുന്നത് ഹാക്കത്തോൺ ആണ്. അത് പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ അതും നിങ്ങളുടെ ത്രൂ നിങ്ങൾ പ്രചാരം കൊടുക്കും. ഞങ്ങളുടെ യൂട്യൂബ് ചാനലൊക്കെ ഈ ഇതിൽ എഴുതിയിട്ടുണ്ട്. കൽപ്പ യൂട്യൂബാണ് ചാനൽ. ധാരാളം വീഡിയോസ്, ഇത്തരം പ്രസൻറ്റേഷൻസിൻ്റെ വീഡിയോസ് അവിടെ ഉണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു വെരി മച്ച് മുരളീധരൻ സാർ. സാറ് നമ്മുടെ ICRൻ്റെ തന്നെ ഒരു സീനിയർ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റാണ് CPCRIയിലെ. സാറിന് ഡീറ്റെയിൽഡായിട്ട് ആ പ്രസൻറ്റേഷൻ നിങ്ങളെല്ലാം കേട്ട് കാണുമല്ലോ. അപ്പം ക്രിസ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ അവസാനം കാഴ്ച അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യേണ്ട സമയം ജനുവരി 10 വരെയുണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കണം. ജനുവരി 10 നിങ്ങൾക്ക് സ്മോൾ കൽപ്പ റാപ്പിഡ് ഇൻക്യുബേഷൻ ഫോർ സ്മോൾ സ്റ്റാർട്ടപ്പ് അഗ്രി ബിസിനസ് പ്രോസ്പെക്ട്സ്, അതാണ് അതിൻ്റെ ഇത്. അപ്പോൾ അതിന് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവരത് ഓൺലൈൻ അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യണം. വളരെ നല്ല പ്രോഗ്രാംസ് നിങ്ങൾക്ക് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും, സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസ്. അപ്പോൾ സാറിനോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. സാറിനുള്ള ഓണേഴ്സ് അവസാനം ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സാർ. അടുത്ത നമ്മളുടെ സ്പീക്കർ എന്ന് പറയുന്നത് ഡോക്ടർ സതീഷ് VK. ഡോക്ടർ സജേഷ് സയൻറ്റിസ്റ്റ് ആണ്, നാഷണൽ സെൻറ്റർ ഫോർ അഗ്രികൾച്ചർ എക്കണോമിക്സ് ആൻഡ് പോളിസി റിസർച്ചിൽ 2010 തുടങ്ങി 16 വരെ അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിച്ചത് അവിടെയാണ്. അതിനുശേഷം CAFT-യിൽ ഉണ്ടായിരുന്നു, നമ്മുടെ വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ള CAFT-യിൽ അദ്ദേഹം സയൻറ്റിസ്റ്റ് ആയിരുന്നു 2016 തൊട്ട് 2023 വരെ. അതിനുശേഷം ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കാലിക്കറ്റിൽ അദ്ദേഹം അറ്റിക്കിൻ്റെ മാനേജർ, അഗ്രികൾച്ചർ ടെക്നോളജി ഇൻഫർമേഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഇതുണ്ട്, ഓരോ സ്ഥാപനങ്ങളും ഗവേഷണ സ്ഥാപനങ്ങളും. അതിൻ്റെ മാനേജറായിട്ടും പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൻ്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററായിട്ടും പ്രവർത്തിക്കുന്നു. അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേഷനും PhD-യും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അഗ്രികൾച്ചർ എക്സ്റ്റൻഷനിലാണ്. IARI ന്യൂഡൽഹി, ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുസായിലുള്ള IARI ന്യൂഡൽഹിയിലാണ് അദ്ദേഹം PhD ഒക്കെ കംപ്ലീറ്റ് ചെയ്തത്. എൻ്റർപ്രീനർഷിപ്പ് ഡെവലപ്മെൻറ്റിലും കളക്റ്റീവ് ആക്ഷനിലുമാണ് അദ്ദേഹത്തിൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. താങ്ക് യു. വെൽക്കം സജയ് സർ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ISRൻ്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിൻ്റെ സംരംഭകത്വ വികസന പരിപാടികളെക്കുറിച്ച് സംസാരിക്കാനും അതുപോലെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പ്രവർത്തനങ്ങൾ നോക്കിയറിയാനുള്ള ഒരു ലേണിങ്ങിനുള്ള അവസരം ഒരുക്കുന്ന ഇതിൻ്റെ സംഘാടകർക്ക് ആദ്യമേ നന്ദി പറഞ്ഞോളൂ.
ഈ മില്ലറ്റും മീനും പരിപാടിയെക്കുറിച്ച് പറയുമ്പോൾ അപ്പോൾ മില്ലറ്റിൻ്റെയും മീനിൻ്റെയും വിഭവങ്ങളിൽ, പ്രത്യേകിച്ച് മീനിൻ്റെ വിഭവങ്ങളിൽ സ്പൈസസ് ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ അതിലുപരിയായിട്ട് നമ്മുടെ സമ്പദ്വ്യവസ്ഥയിൽ സ്പൈസസിനുള്ള ഇമ്പോർട്ടൻസിനെ പറ്റിയൊന്നും മലയാളികളോട് ഞാൻ പറയേണ്ട കാര്യമില്ല. ഏതാണ്ട് 130ഓളം രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഇന്ത്യൻ സ്പൈസസ് കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ തന്നെയും അതൊരു 7% വരെ വരുന്നുള്ളൂ. ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 7% വരെ കയറ്റുമതി വരുന്നുള്ളൂ. പക്ഷേ ഓൺട്രപ്രനേഴ്സിനെ സംബന്ധിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഈ കയറ്റുമതി ചെയ്യപ്പെടുന്ന സ്പൈസസിൻ്റെ കാര്യത്തിൽ ഒരു 40%, നേരത്തെ 20% ഇപ്പോൾ ഒരു 40% വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ സ്പൈസ് വാല്യൂ ചെയിനിൽ വരുന്ന സംരംഭകർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗ്ലോബലി ദർ ഈസ് എൻ ഇൻക്രീസിങ് പ്രിഫറൻസ് ഫോർ നാച്ചുറൽ ഫ്ലവേഴ്സ്. അത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് മാറ്റി, അല്ലെങ്കിൽ വാനില പോലുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് മാറ്റി നാച്ചുറൽ ഫ്ലവേഴ്സിന് വേണ്ടിയുള്ള ഒരു കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ കൂടുതലൊരു അവബോധം വരുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ കൂടുതൽ സാധ്യതകൾ വരികയാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അതിൽ നമ്മുടെ സ്പൈസസിൻ്റെ ഉൽപ്പാദനത്തിൽ, അതുപോലെ അതുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളുടെ കാര്യത്തിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇപ്പോൾ ഗ്ലോബൽ ഒലിയോറസിൻ മാർക്കറ്റിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ലോകത്തിൽ തന്നെ ഒലിയോറസിൻ മാർക്കറ്റിൻ്റെ 30% കൈകാര്യം ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഫേം ഉള്ളത് കേരളത്തിലാണ്. എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. നമ്മുടെ സിന്തൈറ്റ് ഗ്രൂപ്പാണ് ഈ ഒലിയോറസിൻ മാർക്കറ്റിൻ്റെ ഗ്ലോബൽ ലീഡറായിട്ടുള്ളത്. അതുപോലെ വേറെയും ഒരുപാട് ഫേംസ് കേരളത്തിലുണ്ട്. ഇപ്പം നമുക്കറിയാം, ഒലിയോറസിനാണ് കൂടുതലായിട്ട് ഇപ്പം മൾട്ടിനാഷണൽ ഫുഡ് ചെയിൻസിലൊക്കെ എല്ലായിടത്തും ഒരുപോലെ യൂണിഫോം ടേസ്റ്റ് കിട്ടാൻ വേണ്ടി അവർ സ്പൈസ് പൗഡേഴ്സിന് പകരം ഒലിയോറസിനാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഒരു സ്പൈസ് വാല്യൂ ചെയിനിൽ വരുന്ന അതിൻ്റെ എല്ലാ നോഡിലും വരുന്ന സംരംഭകർക്ക് അതിനാവശ്യമായ എല്ലാ സാങ്കേതികമായ സഹായങ്ങളും നിർദ്ദേശങ്ങളും നിരന്തരമായി നൽകി വരുന്ന സ്ഥാപനമാണ്. കോഴിക്കോട് വെളിമാടുകുന്നിനടുത്ത് ചെലവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിസർച്ച് ഫാം ഉള്ളത് പെരുവണ്ണാമുഴിയിലാണ്. ഒരു ടൗണിൽ നിന്ന് 50 കിലോമീറ്ററോളം ദൂരെയാണ്. മറ്റൊരു റീജിയണൽ സെൻറ്റർ ഉള്ളത് കർണാടകയിൽ മടിക്കേരിക്ക് അടുത്ത് അപ്പങ്കള എന്ന് പറയുന്ന സ്ഥലത്താണ്. പ്രധാനമായും 9 മേജർ സ്പൈസസിൽ, അതായത് 109ഓളം സ്പൈസസ് ഉള്ളത് 9 മേജർ സ്പൈസസിൽ കുരുമുളക്, ഏലം, ഇഞ്ചി, മഞ്ഞൾ, ഗ്രാമ്പു, ജാതി, കറുവപ്പട്ട, സിനമൺ, പിന്നെ ഉടമ്പുളി, വാനില, ഇങ്ങനെ മേജർ സ്പൈസസിലാണ് IASRൻ്റെ കൂടുതൽ ഗവേഷണവും പഠനവും നടന്നു വരുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാൻഡേറ്റ് എന്ന് പറയുന്നത്, നേരത്തെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആളുകൾ പറഞ്ഞതുപോലെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കുക, അതുപോലെ അതിനാവശ്യമായിട്ട് ഒരു ജംപ്ലാസം, ഇതിൻ്റെ ഒരു ജനിതക ശേഖരം പരിപാലിച്ച് വെക്കുക. വേൾഡ് ലാർജസ്റ്റ് റെപ്പോസിറ്ററി ഓഫ് സ്പൈസസ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ IASRനൊരു വിപുലമായ ജനിതക ശേഖരം തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ സുഗന്ധവിളകളുടെ കൃഷി, സസ്യ സംരക്ഷണം, അതുപോലെ മറ്റ് മൂല്യവർദ്ധനത്തിനാവശ്യമായ മറ്റ് മാർഗങ്ങൾ, ഇങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും IASRൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഗവേഷണത്തിനപ്പുറത്തേക്ക് ഈ ഗവേഷണ ഫലങ്ങൾ എങ്ങനെ ജനങ്ങളിൽ എത്തിക്കാം എന്നതിനു വേണ്ടി ഒരുപാട് ബോധവൽക്കരണ പരിപാടികൾ, അതുപോലെ പരിശീലന പരിപാടികൾ നടത്തുന്നുണ്ട്. പക്ഷേ പരിശീലനത്തിനപ്പുറത്തേക്ക് ഇതിനെങ്ങനെ സംരംഭങ്ങളാക്കി മാറ്റാം എന്നാണ് നോക്കുന്നത്. നേരത്തെ സജീവ് സാർ ഇൻക്യുബേഷൻ പ്രോസസ്സിനെ പറ്റി വളരെ വിശദമായി സംസാരിച്ചു. IASRലും അതുപോലെ തന്നെ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ളൊരു ABI ഉണ്ട്. സാറ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ സ്പൈസസിൽ നിന്ന് മാത്രമല്ല, പ്രാദേശികമായിട്ട് കൂടുതൽ പ്രാധാന്യമുള്ളതും അതുപോലെ സാധ്യതകളുള്ളതായിട്ടുള്ള മറ്റ് സംരംഭങ്ങൾക്കും അവിടെ അവസരം നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് കൂണുമായി ബന്ധപ്പെട്ടത്, കൂൺ ഉൽപ്പാദനം, അതിൻ്റെ മൂല്യവർദ്ധനം, കൂൺ കൃഷിക്ക് ആവശ്യമായ കിറ്റുകളുടെ ഉൽപ്പാദനം. ഇപ്പോൾ ഞങ്ങളുടെ താഴെ IASRൻ്റെ സ്റ്റാളിൽ നോക്കിക്കഴിഞ്ഞാൽ വെജ് എന്ന പേരിൽ ഈ മഷ്റൂം പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഞങ്ങളുടെ സ്റ്റാളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ മുരിങ്ങലയുടെ വാല്യൂ അഡീഷൻ, ഇങ്ങനെ നിരവധി സംരംഭങ്ങളും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സ്പൈസസിൻ്റെ വാല്യൂ അഡീഷൻ കുറിച്ച് ജനറലി പറയുകയാണെങ്കിൽ നമുക്ക് ഹോൾ സ്പൈസസിന് തന്നെ തുടങ്ങാൻ പറ്റും. കാരണം നമ്മൾ സ്പൈസ് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അത് ജസ്റ്റ് ഒന്ന് ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതൊരു വാല്യൂ അഡീഷനാണ്. സിംപ്ലി അതൊന്ന് നല്ല ഉൽപ്പന്നങ്ങൾ എടുത്ത് പാക്ക് ചെയ്ത് വിൽക്കാൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൂടുതൽ വില കിട്ടാൻ കഴിയും. അങ്ങനെയുള്ള ഒരുപാട് സംരംഭങ്ങൾ IASRൻ്റെ ABIയിലുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് സംരംഭങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ വരുന്നത് പൊടികളാണ്, കറി പൗഡേഴ്സ്. അതിൻ്റെ ആവശ്യം വരുന്നത് നമുക്ക് അതിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിലുള്ള ഒരു പ്രധാന കാരണം. പിന്നെ നേരത്തെ സജീവ് സാർ പറഞ്ഞ പോലെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പാക്കിങ്ങും ആയിരിക്കും. പിന്നെ വരുന്നത് ബ്ലെൻഡ്സ് ആണ്. അത്
മിശ്രിതങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പല കറിക്കൂട്ടുകൾ, നമ്മുടെ ചിക്കൻ കറി മസാല അല്ലെങ്കിൽ സാമ്പാർ മസാല എന്നൊക്കെ പറയുന്നുള്ള കറിക്കൂട്ടുകൾ, പിന്നെ ജലാംശം നിലനിർത്തിക്കൊണ്ട് തന്നെ വരുന്നതാണ് പേസ്റ്റ്, നമ്മുടെ ജിഞ്ചർ പേസ്റ്റ് അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നൊക്കെ പറയുന്നതിൽ ജലാംശം നിലനിർത്തിക്കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. അതിൽ പക്ഷേ സ്റ്റോറേജ് ലൈഫ് വളരെ കുറവായിരിക്കും. സ്റ്റോറേജ് ലൈഫ് കൂട്ടണമെങ്കിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യേണ്ടി വരും. പിന്നെ വരുന്ന വറ്റിച്ച് അതിൻ്റെ ഗാഢത വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള കോൺസെൻട്രേറ്റ്സ് കുടംപുളിയുടെയും മറ്റ് ഉൽപ്പന്നങ്ങളുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്ട്രാക്ട്സ് ആണ്, അത് ഓയിൽസ് ആൻഡ് ഒലിയോറസിസ് വരും. അതാണ് നമ്മുടെ വിദേശ വിപണിയിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഭാവി വിപണി എന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ള പ്രോഡക്ട്സ് ആണ് ഓയിൽസ് ആൻഡ് ഒലിയോറസിസ്. പക്ഷേ വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റ് അധികമായിട്ട് ആവശ്യമുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. നമ്മുടെ ഇപ്പോൾ സിൻഡേറ്റ് ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ അല്ലെങ്കിൽ AVT അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെയാണ് കൂടുതൽ അതിൽ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഡിഹൈഡ്രേറ്റഡ് പ്രോഡക്ട്സ് ആണ്, അതിൻ്റെ ജലാംശം തീരെ കുറച്ച് കൊണ്ടുവരും. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് കടകളിലൊക്കെ ധാരാളമായിട്ട് കാണാൻ കഴിയും. യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ ഒരുപാട് സാധ്യതകളാണ്. ഇതിനും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിട്ട് വേണ്ടതാണ്. പിന്നെ വേസ്റ്റ് വെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ പാഴാക്കി കളയുന്ന ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ ജാതിക്കയുടെ തൊണ്ട്, അതിപ്പോൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ മഞ്ഞളിൻ്റെ ഇല സാധാരണ കളയുന്ന ഇലയിൽ നിന്ന് നമുക്ക് എസൻഷ്യൽ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ തരത്തിൽ പാഴ്വസ്തുക്കളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പുനരുപയോഗം സാധ്യമാക്കുക എന്നുള്ളതാണ്. ലാസ്റ്റ് വരുന്നത് സ്പൈസ് ഫ്ലേവേർഡ് പ്രൊഡക്ട്സ് ആണ്. സ്പൈസ് ഫ്ലേവേർഡ് ആയിട്ടുള്ള മില്ലറ്റ് ബിസ്ക്കറ്റ്സുകൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഗോൾഡൻ മിൽക്ക്, മിൽമയുടെ ഗോൾഡൻ മിൽക്ക് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്യാനിൽ നിങ്ങൾക്ക് ISRൻ്റെ പേരും ലോഗോയും കാണാൻ കഴിയും. സാധാരണ നമ്മൾ പാലിൽ മഞ്ഞൾ ഇട്ട് കുടിക്കുകയാണെങ്കിൽ അത് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്, കുർക്കുമിൻ്റെ അബ്സോർപ്ഷൻ അത് 2% വരുന്നുള്ളൂ. ഗോൾഡൻ മിൽക്ക് എന്ന് പറയുന്ന ടെക്നോളജി ISR ഡെവലപ്പ് ചെയ്ത ടെക്നോളജി, അത് ഫുൾ സോലുബിൾ കുർക്കും എന്നുള്ള രീതിയിൽ 100% അബ്സോർപ്ഷൻ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ ഇതിൽ സ്പൈസ് ഫ്ലേവർഡ് ആയിട്ടുള്ള പ്രൊഡക്ഷനും കൂടുതൽ പ്രാധാന്യം കിട്ടി വരുന്നത്. ഇത്രയാണ് ഞാൻ പൊതുവിൽ പറഞ്ഞതാണ്. ഇനി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇപ്പോൾ ബ്ലാക്ക് പെപ്പറിൻ്റെതാണെങ്കിൽ ഗ്രീൻ പെപ്പറിൽ നിന്ന് വൈറ്റ് പെപ്പർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടെക്നോളജി ISR ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സാധാരണ ബ്ലാക്ക് പെപ്പർ എന്നാണ് ചെയ്യാറുള്ളത്. പിന്നെ അതുപോലെ ഒരുപാട് ഡീഹൈഡ്രേറ്റഡ് പെപ്പർ ഉണ്ട്, മറ്റേ ക്യാൻഡ് ഗ്രീൻ പെപ്പർ ഇൻ ബ്രൈൻ, ബോട്ടിൽ ഗ്രീൻ പെപ്പർ ഇൻ ബ്രൈൻ, അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് ഗ്രീൻ പെപ്പർ ഉണ്ട്, സ്റ്റെറിലൈസ്ഡ് ബ്ലാക്ക് പെപ്പർ ഉണ്ട്, ബ്ലാക്ക് പെപ്പർ ഓയിലുണ്ട്, ബ്ലാക്ക് പെപ്പർ ഒലിയോറസിൻ പൗഡർ, പിന്നെ ജിഞ്ചറിൻ്റെ പ്രൊഡക്ട്സ് വരുമ്പോൾ അതിൻ്റെ പൗഡർ, സാൾട്ടഡ് ആയിട്ടുള്ള ജിഞ്ചർ ഉണ്ട്, ജിഞ്ചർ ഓയിൽ ഉണ്ട്, ഒരുപാട് പ്രോഡക്ട്സ് വേറെയും, ജിഞ്ചർ പേസ്റ്റ്, ജിഞ്ചർ കാൻഡി, അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. ടെർമറിക്കിൻ്റെ കാര്യത്തിൽ ടെർമറിക് ഓയിൽ, ഒലിയോറസിൻ, കുർക്കുമിൻ തന്നെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നട്ട്മെക്കിൻ്റെ കാര്യത്തിൽ ഒലിയോറസിൻ ഉണ്ട്, നട്ട്മെക്ക് ബട്ടർ ഉണ്ട്, നട്ട്മെക്ക് ഓയിൽ, മെയ്സ് ഓയിൽ. നട്ട്മെക്കിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ തൊണ്ടിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ജാം, ജെല്ലി, സ്ക്വാഷ് മുതൽ അതിൻ്റെ ഒരുപാട് പ്രോഡക്ട്സ് ISRൻ്റെ KVK, പെരുവണ്ണാമുള്ള KVK ഇതിലൊക്കെ ഒരുപാട് ട്രെയിനിങ് കൊടുത്തിട്ടുള്ളതാണ്. അതൊക്കെ നട്ട്മെക്കിൽ ഉണ്ടാക്കുന്ന ക്യാൻഡി, ജാം, അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. ഇപ്പോൾ സിന്നമണിൻ്റെ കാര്യമാണ്, കറുവപ്പട്ട. നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിൽ കൂടുതലായിട്ടുള്ളത് കാഷിയാണ്, ശ്രീലങ്കയിൽ നിന്ന് വരുന്നത്, ഒറിജിനൽ സിന്നമൺ അല്ല. അപ്പോൾ ഒറിജിനൽ സിന്നമൺ അതിൻ്റെ ഇപ്പോൾ ഒരു ഫുഡ് പ്രോസസ്സിങ് ഓൺടർപ്രണർഷിപ്പിനെ പറ്റി സംസാരിക്കുമ്പോൾ വെറൈറ്റീസിനെ പറ്റി പറഞ്ഞുള്ള ഒരു ഔചിത്യക്കുറവുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ഒറിജിനൽ സിന്നമൺസിൻ്റെ തൈകൾ നമ്മുടെ 2 വെറൈറ്റീസ്, നിത്യശ്രീ, നവശ്രീ എന്ന് പറയുന്ന വെറൈറ്റീസ് അതിൻ്റെ ലൈസൻസി ഫാമേഴ്സിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് ആർക്കെങ്കിലും താല്പര്യം അങ്ങനെ ഒരു കൾട്ടിവേറ്റ് ചെയ്ത് അതിൻ്റെ ബാർക്ക് എടുത്ത് വിൽക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. സിന്നമൻ്റെ ബാർക്ക് ഓയിൽ ഒലിയോറസിനുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ എല്ലാ വസ്തുക്കളുടെയും മൂല്യവർദ്ധിത വസ്തുക്കളുടെയും ഉൽപ്പാദനത്തിന് ആവശ്യമായ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള പരിശീലനം ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ISR നടത്തുന്നുണ്ട്. ISRൻ്റെ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്ററിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് കാര്യങ്ങളൊക്കെ നേരത്തെ സജീവ് സാറും മുരളി സാറൊക്കെ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് ഇൻക്യുബേഷൻ്റെ പ്രോസസ്സ് എന്നുള്ളത്. ആ മറ്റ് ഫെസിലിറ്റീസൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ച് സ്പൈസസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ അതുമായി വന്നിട്ട് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ബിസിനസ് യൂണിറ്റ് സെറ്റപ്പ് ചെയ്യാൻ ഇനീഷ്യൽ ഹാൻഡ് ഹോൾഡിംഗ് മുതൽ പൈലറ്റ് ലെവൽ പ്രൊഡക്ഷൻ, ടെസ്റ്റ് മാർക്കറ്റിംഗ്, അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വന്തം ഗ്രാജുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തം ഫേമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പോൾ ISRൻ്റെ ടെക്നോളജി കൊമേഴ്സ്യലൈസേഷൻ ഇത്രയധികം പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് റെൻ്റലായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് അതിൽ പെരുവണ്ണാമൊഴിയുള്ള ആളാണ് ഡ്രൈ പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. അതിൽ ബ്ലാക്ക് പെപ്പർ ക്ലീനിങ് ആൻഡ് ഗ്രേഡിംഗ് യൂണിറ്റ് ഉണ്ട്, വൈറ്റ് പെപ്പർ പ്രൊഡക്ഷനുള്ള യൂണിറ്റ് ഉണ്ട്, അതുപോലെ കറി പൗഡർ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്.
പിന്നെ ബ്ലാക്ക് പെപ്പർ ഡ്രൈയിങ്ങിന് വേണ്ടിയുള്ള സോളാർ ടണൽ ഡ്രയർ ഉണ്ട്. 10ഓളം ഇൻക്യുബേറ്റീവ്സ് ഞങ്ങളുടെ ഈ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് കറി പൗഡർ പ്രൊഡക്ഷനിൽ. ഞങ്ങളുടെ താഴെയുള്ള ISRൻ്റെ സ്റ്റാളിൽ നോക്കിക്കഴിഞ്ഞാൽ ഐഫ എന്ന് പറയുന്ന ബ്രാൻഡ് അവർ ഈ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ പ്രോഡക്ട്സ് താഴെ ഞങ്ങൾ ISRൻ്റെ പവലിയനിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ അവിടെ വെറ്റ് പ്രോസസ്സിംഗ് ഫെസിലിറ്റി ഉണ്ട്. അത് കൂടുതലായിട്ട് ജിഞ്ചർ അല്ലെങ്കിൽ നട്ട്മെക്കിൻ്റെ ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ പ്രോഡക്ട്സ്, വലിയ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. എസൻഷ്യൽ ഓയിൽ ഡിസ്റ്റിലേഷന് വേണ്ടിയുള്ള ഒരു പ്ലാന്റും ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സിലുണ്ട്. അത് ആർക്ക് വേണമെങ്കിലും അവർ സ്പൈസ് പ്രോഡക്ട്സുമായിട്ട് വന്നിട്ട് എസൻഷ്യൽ ഓയിൽ അതിൽ ഡിസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു റെൻ്റൽ ബേസിസിൽ ഉപയോഗിച്ച് സ്വന്തം പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മുടെ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് ആണ് ഒരു പ്രധാന പ്രശ്നം. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന രീതിയിലുള്ള ഒരു ചെറിയ ഒരു സ്റ്റെപ്പാണ് ISRൻ്റെ ഭാഗത്തു നിന്നുള്ള സ്പൈസറി എന്ന പേരിൽ ഒരു സംവിധാനം. സ്പൈസറി അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ഔട്ട്ലെറ്റായിട്ട് ഞങ്ങളുടെ ISRൻ്റെ മെയിൻ ഗേറ്റിൽ കോഴിക്കോട് വയനാട് റോഡിലാണ് അവിടെ ഒരു ചെറിയ ഒരു ഔട്ട്ലെറ്റായിട്ട് സ്ഥാപിച്ചതാണ്. അപ്പോൾ അവിടെ ഈ സംരംഭകരുടെ എല്ലാം പ്രോഡക്ട്സ് അവിടെ കൊണ്ടുവന്ന് വെച്ച് വിൽക്കാൻ കഴിയും. അതുപോലെ സ്പൈസറി ഓൺലൈനിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സ്പൈസറിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓൺലൈനായിട്ടും സാധനങ്ങൾ മേടിക്കാൻ കഴിയും. അതാണ് സ്പൈസറിയുടെ ഒരു പ്രത്യേകതയായിട്ട്. ഇതെല്ലാം വിവിധ സ്റ്റാർട്ടപ്പുകളുടെ പ്രോഡക്റ്റ്സ് ആണ്. ഇപ്പോൾ CCRAയിലും സ്പൈസറിയുടെ ഞങ്ങളുടെ ഒരു ചെറിയ ഒരു ഔട്ട്ലെറ്റിൽ അവിടെ ABA ആയിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ഇൻക്യുബേറ്റീവ്സാണ്. പലരും ഇപ്പോൾ സുബിഷ എന്ന് പറയുന്ന കോഴിക്കോടുള്ള ഒരു ഫേമുണ്ട്, അത് അവർ ആൾറെഡി ഗ്രാജുവേറ്റഡ് ആണ്. ഇപ്പോൾ തുളുനാട് എക്കോ ഗ്രീൻ എന്ന് പറയുന്നത് CPCRയുടെയും ഒരു ഇൻക്യുബേറ്റീവാണ്. അതുപോലെ സ്പൈസ് ബേസ്ഡ് ആയിട്ടുള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സ്, മറ്റ് ഹെൽത്ത് പ്രോഡക്ട്സ് ഇതൊക്കെയാണ്. ഇപ്പോൾ ഈ കച്ചി എന്ന് പറയുന്ന പ്രൊഡക്ട്സൊക്കെ താഴെ ഞങ്ങളുടെ പവലിയനിലുണ്ട്. ഇത് സ്പൈസറി പോലെ തന്നെ ഞങ്ങളുടെ വെറൈറ്റീസ്, ഇപ്പോൾ ISRൻ്റെ ലൈസൻസീസിന് അവരുടെ നടീൽ വസ്തുക്കൾ, വിത്തുകളും അതുപോലെ മറ്റ് നടീൽ വസ്തുക്കളും കൊണ്ടുവന്ന് ISRൻ്റെ ആ പരിസരത്ത് തന്നെ വിൽക്കാനുള്ള ഒരു സംവിധാനമാണ് കൃഷി തന്നെ നഴ്സറി. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ വെറൈറ്റീസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വെറൈറ്റി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വാല്യൂ ചെയിൻ ചെറിയ രീതിയിലെങ്കിലും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ജിഞ്ചർ കാൻഡി ഉൽപ്പാദനത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ISR റിലീസ് ചെയ്ത വരദ എന്ന് പറയുന്ന ഒരു ഇഞ്ചിയുടെ വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഈ വെറൈറ്റിയാണ് കാൻഡി പ്രൊഡക്ഷനിൽ വളരെയധികം പ്രിഫർ ചെയ്യപ്പെടുന്നത്. അതുപോലെ മഞ്ഞളിൻ്റെ വെറൈറ്റീസ്, കുർക്കുമിൻ ഉൽപ്പാദനത്തിന് പ്രധാനമായിട്ടും ISRൻ്റെ പ്രതിഭ, പ്രഗതി എന്ന് പറഞ്ഞ 2 വെറൈറ്റീസ്, അതിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത്. അപ്പോൾ ആ തരത്തിൽ വെറൈറ്റി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വാല്യൂ ചെയിൻ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വെറൈറ്റീസ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ഉപകാരപ്രദമായിരിക്കും. ഇത് വിമൻ ഓൺടർപ്രണേഴ്സിന് വേണ്ടിയുള്ള ഒരു സെപ്പറേറ്റ് ഇൻക്യുബേഷൻ ഫെസിലിറ്റിയാണ്. ഇംപവർ എന്നുള്ള പേരിൽ അവർക്ക് അവരുടെ നേരെ പറഞ്ഞ പോലെ ഈ സ്പൈസസുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല മറ്റ് പ്രോഡക്ട്സും കൊണ്ടുവന്ന്, ഇപ്പോൾ കൂണിൻ്റെതും അല്ലെങ്കിൽ മുരിങ്ങയിലയുടെ വലിയ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കാം. ഇതൊക്കെ ഇംപവറിലുള്ള ഇൻക്യുബേറ്റീവ്സിൻ്റെ പ്രോഡക്ട്സ് ഡീറ്റെയിൽസ് ആണ്. മഷ്റൂം കിറ്റ്സ് ഉണ്ട്, മുരിങ്ങ ടാബ്ലറ്റ്സ്, കറി ബ്ലെൻഡ്സ് ഉണ്ട്, ഗിഫ്റ്റ് ബാസ്ക്കറ്റ്സ്, മില്ലറ്റ് പ്രോഡക്ട്സ് ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ABAയുടെ പാർട്ട്നേഴ്സാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് ഈ ഡീറ്റെയിൽസിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ എന്തെങ്കിലും സ്പൈസസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാദേശികമായി സാധ്യതകളോ ആയിട്ടുള്ള മറ്റ് ബിസിനസ് ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. എല്ലാവർക്കും നന്ദി. Thank you, Sajesh sir, for the excellent presentation. Indian Institute of Spices Research കാലിക്കറ്റിലാണ്, പെരുവണ്ണമുഴിയിലാണ് ISRൻ്റെ ഫാം ഉള്ളത്. നിങ്ങൾക്ക് അവിടെ പോയാൽ ഈ കാര്യങ്ങളൊക്കെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യാം. ഈ പറഞ്ഞ പോലെ ഈ വിത്തുൽപാദനം സാർ അവസാനം പറഞ്ഞു, അത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫാർമർ പാർട്ടിസിപ്പേറ്ററി സീ പ്രൊഡക്ഷൻ അവർ അലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ലൈസൻസി ആയിട്ട് നിങ്ങൾക്ക് അവർ ISRൻ്റെ വെറൈറ്റികളൊക്കെ അത് ഡെവലപ്പ് ചെയ്തെടുക്കാം, അത് വിൽക്കാം. 150 രൂപയ്ക്കൊക്കെയാണ് ഇഞ്ചിയുടെ വിത്ത് വിൽക്കുന്നത്, 1 കിലോ വിത്ത്. അപ്പം നല്ല ലാഭം കൊയ്യാവുന്ന ഒരു പരിപാടികളാണ്. സാറിനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ നോട്ട് ചെയ്യുക, ആ നമ്പർ നോട്ട് ചെയ്യുക. സജേഷ് സാറിൻ്റെ ഫോൺ നമ്പർ വാങ്ങിക്കുക. സജേഷ് സാറിന് താങ്ക്സ് പറയുന്നു. അതോടൊപ്പം തന്നെ ബുക്കെ
സജീഷ് സാർ സ്വീകരിച്ച് താങ്ക് യു സോ മച്ച്. ബാക്കി ഓണേഴ്സ് നമ്മളുടെ ഗസ്റ്റ്, ഒരു ചീഫ് ഗസ്റ്റ് ഇപ്പോൾ വരുന്നുണ്ട്, ഒരുമിച്ച് സ്പീക്കേഴ്സിൻ്റെ ഓണർ കൊടുക്കുന്നതായിരിക്കും. അടുത്ത സ്പീക്കർ, താങ്ക് യു സജീഷ് സാർ, താങ്ക് യു സോ മച്ച്. അടുത്ത നമ്മുടെ സ്പീക്കർ, ലാസ്റ്റ് സ്പീക്കർ, നമ്മളുടെ സഹോദരി സ്ഥാപനമായ CSIR നിന്നുള്ള NIIST അതിൻ്റെ ചീഫ് സയൻറ്റിസ്റ്റും ഹെഡുമായിട്ടുള്ള CSIR NIIST ട്രിവാൻഡ്രം, അവിടുത്തെ ചീഫ് സയൻറ്റിസ്റ്റും ഹെഡുമായിട്ടുള്ള ഡോക്ടർ വേണുഗോപാൽ VV സാറാണ്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, സാറിനെ ആദരപൂർവ്വം ഈ ക്ഷണിച്ചുകൊള്ളുന്നു. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ, സാറ് കറൻ്റ്ലി ചീഫ് സയൻറ്റിസ്റ്റാണ് അവിടുത്തെ NIIST ട്രിവാൻഡ്രത്തിൽ. അത് അഗ്രോ പ്രോസസിംഗ് ആൻഡ് ടെക്നോളജി ഡിവിഷൻ്റെയാണ്. ബേസിക്കലി അദ്ദേഹം ഒരു കെമിക്കൽ എഞ്ചിനീയറാണ്. 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. 9 വർഷം അദ്ദേഹം ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് സ്പൈസ് ആൻഡ് ഹെർബൽ പ്രോസസ്സിങ്ങിൽ 9 വർഷവും 21 വർഷം ഫുഡ് ആൻഡ് അഗ്രി പ്രോസസ്സിംഗ് സെക്ടറിലുമായിരുന്നു. ഒത്തിരിയും അവാർഡുകളും ഒക്കെ വാങ്ങിച്ചിട്ടുള്ള ആളാണ്. അതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിൽ ആയി ഞാൻ പറയുന്നില്ല. ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി, സ്പൈസ് ആൻഡ് അതർ അഗ്രി പ്രോഡക്ട്സ് പ്രൊഡ്യൂസേഴ്സ് ഫോർ പോസ്റ്റ് ഹാർവസ്റ്റ് വാല്യൂ അഡീഷൻ അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയയാണ്. എസ്റ്റാബ്ലിഷ്ഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ഓൺ ടേൺ കീ ആൻഡ് കൺസൾട്ടൻസി ബേസ് ഇൻ നോർത്ത് ഈസ്റ്റ് ആൻഡ് അതർ റീജിയൻസ്. അത് ടേൺ കീ ബേസിസിൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ടെക്നോളജി ഇൻക്യൂബേഷൻ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് അഗ്രോ പ്രോസസ്സിംഗ്, അതിൻ്റെ ലീഡ് റോളിൽ നിൽക്കുന്ന ഒരാളാണ്. PI ആണ്, പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഓഫ് CSIR മിഷൻ പ്രോഗ്രാം ഓൺ മില്ലറ്റ്സ്. അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ PIയും കൂടാണ് CSIR പ്രോഗ്രാം മിഷൻ പ്രോഗ്രാം ഓൺ മില്ലറ്റ്സ്. സാറിനെ ആദരപൂർവ്വം ഈ ഇതിൽ ക്ലാസ് എടുക്കാനായിട്ട് ക്ഷണിച്ചു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിലുള്ള CSIR എന്ന സ്ഥാപനത്തിലാണ്. CSIRൻ്റെ കീഴിൽ 38 നാഷണൽ ലബോറട്ടറീസ് ഉണ്ട്. അതിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി. ഞാൻ ആദ്യമായിട്ട് തുടങ്ങുമ്പം ഈ സ്ഥാപനത്തിലുള്ള മറ്റ് വിഭാഗങ്ങളെക്കുറിച്ച് ഒരു സ്ലൈഡ് കാണിക്കുന്നു. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് ഇൻ്റർ ഡിസിപ്ലിനറി ഏരിയ റിസർച്ചാണ്. ഫുഡിലും അഗ്രി പ്രൊഡക്ട്സിലും മാത്രമല്ല മറ്റ് വിഭാഗങ്ങളുണ്ട്. 5 പ്രധാനപ്പെട്ട ഡിവിഷൻസാണ് ഉള്ളത്. അഗ്രോ പ്രോസസിംഗ് ടെക്നോളജി ഡിവിഷൻ, ഇതിൽ നമ്മൾ മേജറായിട്ട് വർക്ക് ചെയ്യുന്നത് സ്പൈസസ് ഉണ്ട്, ഓയിൽ സീഡ്സ് ഉണ്ട്, മില്ലറ്റ്സ് ഉണ്ട്. ഇതിനുള്ള പലതരത്തിലുള്ള ടെക്നോളജി ഡെവലപ്മെൻറ്റ്, കമേഴ്സ്യലൈസേഷൻ, അതുകൂടാതെ ഫങ്ഷണൽ ഫുഡ്, ന്യൂട്രാസ്യൂട്ടിക്കൽസ്. പിന്നെ സെക്കൻഡായിട്ട് കെമിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി, ഇതാണ് ഒരു മേജർ ഡിവിഷൻ. ഇതിൽ ഫങ്ഷണൽ ആൻഡ് സ്മാർട്ട് മെറ്റീരിയൽസ്, ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽസ്, അതുപോലെ ഫൈറ്റോ കെമിക്കൽസ്, ആയുർവേദ, എനർജി, ഇതെല്ലാം മേജർ റിസർച്ച് ഫോക്കസ് ആണ്. പിന്നെ എൻവയൺമെൻറ്റൽ ടെക്നോളജി, അതായത് പാരിസ്ഥിതിക സംരക്ഷണം, ഇൻഡസ്ട്രീസിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന സോളിഡ് വേസ്റ്റ്, ലിക്വിഡ് വേസ്റ്റ്, അതുപോലെ ഹൗസ് ഹോൾഡ് വേസ്റ്റ്, മുനിസിപ്പൽ വേസ്റ്റ്, ഇതിനെല്ലാം ഒരു റെമഡിയൽ സൊല്യൂഷൻസ്, അതുപോലെ എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡീസ്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ അടുത്തിടെ ബ്രഹ്മപുരത്ത് ഇഷ്യൂ വന്നപ്പം ഡയോക്സിൻ എന്ന് പറഞ്ഞൊരു ടോക്സിക്കൻറ്റ് ആണ് അത് എമിറ്റ് ചെയ്തത്. ഈ ഡയോക്സിൻ ടെസ്റ്റ് ചെയ്യാവുന്ന ഒരേ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള സ്ഥാപനം ഇന്ത്യയിലുള്ളത് NIST ആണ്. അതുപോലെ തന്നെ മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജി, ഇതിൽ സിറാമിക്സ് ഉണ്ട്, മെറ്റൽസ്, അലോയ്സ്, അലൂമിനിയം കോമ്പോസിറ്റ്സ്, ഇതിനെല്ലാമുള്ള ടെക്നോളജീസ് ഉണ്ട്. പിന്നെ മൈക്രോബിയൽ പ്രോസസ്സിംഗ് ടെക്നോളജി, ഇത് ഫെർമെൻറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡിൽ നിന്നായിക്കോട്ടെ അല്ലാതെ മൈക്രോബിയൽ സോഴ്സസ് ആയിക്കോട്ടെ, ഫെർമെൻറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ്, അതുപോലെ പലതരത്തിലുള്ള എൻസൈംസ്, 2G എത്തനോൾ പ്രൊഡക്ഷൻ, ഇതിൻ്റെ എല്ലാം സാങ്കേതിക വിദ്യകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന അഗ്രോ പ്രോസസ്സിംഗ് ടെക്നോളജി ഡിവിഷൻ്റെ പ്രധാന മേഖലകളിലേക്ക് കിടക്കാം. ഇതിൽ മെയിനായിട്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് പോസ്റ്റ് ഹാർവസ്റ്റ് വാല്യൂ അഡീഷൻ ടെക്നോളജീസ് ആണ്. അതിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സ്പൈസസ് ആൻഡ് ഓയിൽ സീഡ്സ് ആയിരുന്നു ഞങ്ങളുടെ മേജർ ഏരിയ ഓഫ് റിസർച്ച്. അതായത് പ്രൈമറി പ്രോസസ്സിംഗ് ആൻഡ് സെക്കൻഡറി പ്രോസസ്സിംഗ്, അതാണ് മെയിനായിട്ടുള്ള ടെക്നോളജിക്കൽ ഇൻ്റർവെൻഷൻസ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ധാരാളം പ്ലാന്റുകൾ ഞങ്ങൾ നോർത്ത് ഈസ്റ്റിൽ സെറ്റപ്പ് ചെയ്യുകയുണ്ടായി. പ്രധാനമായിട്ടും ജിഞ്ചറിൽ നിന്നുള്ള ടെക്നോളജീസാണുള്ളത്.
ജിഞ്ചർ സ്ലൈസ്ഡ് ജിഞ്ചർ, ജിഞ്ചർ പൗഡർ, ജിഞ്ചർ ഓയിൽ, ജിഞ്ചർ ഒലിയോറസിൻ, അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിൽ റിഫൈനിങ്, പാം ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ, ഇതിനുള്ള പ്രൊഡക്ഷൻസ്, അതിൻ്റെ റിഫൈനിങ് ആൻഡ് ടെക്നോളജീസ് ഇത് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫങ്ഷണൽ ഫുഡ് ആൻഡ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്നുള്ള ഏരിയയിൽ പറയുകയാണെങ്കിൽ നമ്മൾ റെഡി ടു ഈറ്റ് ആൻഡ് റെഡി ടു കുക്ക് പ്രോഡക്ട്സ് ആണ് നമ്മുടെ മേജർ ഫോക്കസിങ് ഏരിയ. ഇതിൽ മില്ലറ്റ്സ് എല്ലാം ഉൾപ്പെടും. ഇത് നേരത്തെ ഡോക്ടർ സിനിജ പറഞ്ഞ പോലെയുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഞാൻ വരുന്ന സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ഈ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യൽ മാത്രമല്ല, അതിൻ്റെ ബയോ എഫിക്കസി സ്റ്റഡീസ്, ഇപ്പോൾ ഒരു എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സയൻറ്റിഫിക് ജനറേഷൻ, അതിൻ്റെ ഹെൽത്ത് ആസ്പെക്ട്സ് അത് സയൻറ്റിഫിക്കലി നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് വേണം, ബയോളജിക്കൽ ഫെസിലിറ്റീസ്, അത് ഇൻക്ലൂഡിങ് അനിമൽ സ്റ്റഡീസ്. അപ്പോൾ ആദ്യം തന്നെ അത് സെൽസിൽ അതെങ്ങനെ ആക്ട് ചെയ്യുന്നുള്ള സ്റ്റഡി ചെയ്യും, അതിനുശേഷം അനിമൽ സ്റ്റഡീസ്. അപ്പോൾ ഈ സെൽസിൽ അതെങ്ങനെ ആക്ട് ചെയ്യുന്നു, അതിൻ്റെ ഹെൽത്ത് ആസ്പെക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഫെസിലിറ്റി NISTയിലുണ്ട്. അതാണ് ബയോ ആക്റ്റീവ് ഹ്യൂമൻ ഡിസീസ്. പിന്നെ അത് കൂടാതെ ഇപ്പോൾ ഞങ്ങൾ പ്രോമിനൻറ്റ് റോള് എടുത്തിരിക്കുന്നത് വേസ്റ്റ് ടു വെൽത്ത്, അഗ്രോ വേസ്റ്റ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസിലാണ്. ഇതിൽ ധാരാളം വാല്യൂഡഡ് പ്രോഡക്ട്സ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിലാണ് ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കുന്നതാണ്. ഇനി ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സർവീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞ പോലെ ടെക്നോളജി ഡെവലപ്മെൻറ്റ്, വാല്യൂ അഡീഷൻ ടെക്നോളജീസ്. ഏതെങ്കിലും ഒരു എൻ്റർപ്രീനിയർ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഞങ്ങളെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു മൈൻഡിലൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ആ കൺസെപ്റ്റിനെ നമ്മളൊരു കമേഴ്സ്യൽ റിയാലിറ്റിയിൽ എത്തുന്നവരെ അവരുമായിട്ട് ഞങ്ങൾ ഹാൻഡ് ഹോൾഡ് ചെയ്യും. അതിന് ചെയ്യുന്നത് ആദ്യം നമ്മൾ ബെഞ്ച് ലെവലിൽ അവർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യും. അവർ ഓക്കെ ആണെങ്കിൽ അതിന് ഞങ്ങൾക്കൊരു പൈലറ്റ് പ്ലാന്റ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ പൈലറ്റ് പ്ലാന്റിലൂടെ അതിനെ നമ്മൾ കൂടുതൽ ലെവലിൽ സ്കെയിലപ്പ് ചെയ്യും, 5 കിലോ 10 കിലോ ആ ലെവലിൽ സ്കെയിലപ്പ് ചെയ്യും. അതോടൊപ്പം അവരെ നമ്മൾ ടെസ്റ്റ് മാർക്കറ്റിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ അവിടെ ഞങ്ങൾ തീരുന്നില്ല, ഞങ്ങൾക്ക് നല്ലൊരു എഞ്ചിനീയറിംഗ് ടീമുണ്ട്. അതുകൊണ്ട് അവർ ഓക്കെ ആണെങ്കിൽ നമ്മുടെ ടെക്നോളജി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ടെക്നോളജി ട്രാൻസ്ഫറിന് ശേഷം അതിന് ശേഷമുള്ള പോസ്റ്റ് അസിസ്റ്റൻസ് നമ്മൾ ചെയ്യുന്നതാണ്. അതായത് അവരെ കൺസൾട്ടൻസി അല്ലെങ്കിൽ ടേൺ കീ ബേസിസിൽ നമ്മൾ അവരെ കൊമേഴ്സ്യൽ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് വരെ അവർ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ സ്ട്രീം ലൈൻ ചെയ്ത് പ്ലാന്റ് സ്ട്രീം ലൈൻ ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യുന്നവരെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി നിൽക്കുകയാണ്. പിന്നെ ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ഫോർമുലേഷൻസ്, ആയുർവേദിക് ഇൻഡസ്ട്രി ആവട്ടെ, ന്യൂട്രാസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ആവട്ടെ, അവരുടെ എല്ലാം ഇഷ്യൂസ്, ട്രബിൾ ഷൂട്ടിംഗ് ആവട്ടെ, പ്രോഡക്റ്റ് ഫോർമുലേഷൻ ആവട്ടെ, ഇഷ്യൂസ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹെൽത്ത് ആസ്പെക്ട്സ് വാലിഡേറ്റ് ചെയ്യാനുള്ള സയൻറ്റിഫിക് അസേസ്, പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്. ഞാൻ മില്ലറ്റ്സിനെ കുറിച്ച് അധികം പറയുന്നില്ല, കാരണം എനിക്ക് മുമ്പുള്ള സ്പീക്കേഴ്സ് ഓൾറെഡി കവർ ചെയ്തത് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഡോക്ടർ സിനിജ, ഡോക്ടർ ശ്രീനിവാസ് ഇവരെല്ലാം വളരെ എക്സ്റ്റെൻസീവായിട്ട് കവർ ചെയ്തിരിക്കുന്നു. അപ്പം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മില്ലറ്റ്സ് ഇൻ ഇന്ത്യ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഇന്ത്യ വൺ ഓഫ് ദ മേജർ പ്രൊഡ്യൂസർ ഇൻ ദ വേൾഡ്. 40% ഓഫ് ദ മില്ലറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൺട്രി ഇന്ത്യയാണ്. പക്ഷേ ഒരുപാട് ചലഞ്ചസ്, ടെക്നിക്കൽ ചലഞ്ചസ് ഇപ്പോഴും മില്ലറ്റ് പ്രോസസ്സിങ്ങിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവണം നമ്മൾ ഇപ്പോഴും എക്സ്പോർട്ടിംഗ് മാർക്കറ്റ് ഫിഗർ എടുത്ത് നോക്കുമ്പം ഇന്ത്യ ആ ഒരു പ്രൊഡ്യൂസർ 40% പ്രൊഡക്ഷൻ ഇവിടെ ഉണ്ട് കമ്പയർഡ് ടു അതർ കൺട്രീസ് എങ്കിലും എക്സ്പോർട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി വീക്കാണ്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റിന് പ്രോപ്പർ കൈൻഡ് ഓഫ് ലേബലിംഗ് ഇല്ല. ആ ഒരു ഡ്രോബാക്ക് ഒഴികെ ഇന്ത്യ നല്ല രീതിയിൽ മില്ലറ്റ്സിൻ്റെ കാര്യത്തിൽ പോകുന്നുണ്ട്. അപ്പം അതെങ്ങനെ കൂടുതൽ ഫലപ്രദമാക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഗവേഷണങ്ങൾ ഞങ്ങളുടെ റിസർച്ചിൽ നടക്കുന്നത്. അപ്പം പ്രോസസ്സിംഗ് സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൈമറി പ്രോസസ്സിംഗ് ആൻഡ് സെക്കൻഡറി പ്രോസസ്സിംഗ്, ഇതിനായിട്ടാണ് മില്ലറ്റ്സിലുള്ളത്. ആദ്യം ഈ ഗ്രേഡിങ്, സോർട്ടിങ്, ഡീസ്റ്റോണിങ്, ക്ലാസിഫൈ ചെയ്ത് പോളിഷ് ചെയ്ത് ഒരു മില്ലറ്റ് രൂപത്തിലാക്കുന്നതാണ് പ്രൈമറി പ്രോസസ്സിംഗ്. അപ്പം ഇതിൽ തന്നെ കുറച്ച് ചലഞ്ചസ് ഉണ്ട്. പലതരത്തിലാണ് അതിൻ്റെ സൈസ് ഇരിക്കുന്നത്. ചില മില്ലറ്റ്സ് വളരെ ചെറുതും ചിലത് വളരെ വലുതുമാണ്. അപ്പം ആ രീതിയിൽ അതിൻ്റെ എക്യുപ്മെൻറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യണം. അപ്പം പ്രോപ്പർ ഡിസൈനിങ് ഓഫ് എക്യുപ്മെൻറ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൂടാതെ പിന്നെ വേറെയുള്ളത് മില്ലറ്റ്സിന് ഷെൽഫ് ലൈഫ് കുറവാണ്. അതാണ് ഇതിൻ്റെ വേറൊരു ഡ്രോബാക്ക് ഉള്ളത്. 2-3 മാസം മാത്രമേ മില്ലറ്റ്സിന് ഷെൽഫ് ലൈഫ് ഉള്ളൂ. അപ്പം അതിനെ എങ്ങനെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. കാരണം മില്ലറ്റ്സിൽ കുറച്ച് ഫാറ്റ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും, റാൻസിഡ് ആവും, കാറിപ്പോവും. അപ്പം അതിനെ ചെറുക്കാനുള്ള ചില പ്രോസസ്സിങ് സൈഡുകൾ അതും കൂടി നമ്മൾ കവർ ചെയ്യണം. ഇപ്പോൾ പ്രൈമറി പ്രോസസ്സിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീസ്റ്റോണിങ്, ഗ്രേഡിങ്, പോളിഷിങ്, പാക്കേജിങ്, ഇതാണ് പോളിഷ് ചെയ്ത് പാക്ക് ചെയ്യുക, ഇതാണ് പ്രൈമറി പ്രോസസ്സിങ്. പിന്നെ ചില പൗഡറിങ്. ഇപ്പോൾ ഇതിനെല്ലാം വേണ്ട മെഷീനറി അഡ്വൈസ്, ഗൈഡ് ലൈൻസ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു ടെക്നോളജി രൂപത്തിൽ. പിന്നെ നേരത്തെ ഡോക്ടർ സിനിജ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ്.
അപ്പം എക്സ്ട്രൂഡർ ബേസ്ഡ് ആയിട്ടുള്ള പാസ്ത നൂഡിൽസ് ആ രീതിയിലുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്. പിന്നെ ബേക്കറി ഐറ്റംസ് ഉണ്ട്, ബിക്സ്, ബ്രെഡ് ഫ്ലേക്സ് അങ്ങനെയുള്ളത്. പിന്നെ വൈൻ ഇതിനെല്ലാം വേണ്ട ഇൻക്യുബേഷൻ ലൈൻസ് മിക്കവാറും എല്ലാ മേഖലയിലുള്ള ഇൻക്യുബേഷൻ ലൈൻസ് നമ്മളുണ്ട്. പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പല ടൈപ്പ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി പ്രോസസ്സിങ്, അതുപോലെ പഫിങ്, ഫ്ലേക്കിംഗ് അതുപോലെയുള്ള പ്രോഡക്ട്സും ഉള്ളതാണ്. പിന്നെ പല ഫോർമുലേഷൻസിലുള്ള എക്സ്ട്രൂഡഡ് പ്രോഡക്ട്സ്, സ്നാക്സ്, റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് പ്രോഡക്ട്സ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം ഞങ്ങൾ റീസെൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ചില പ്രോഡക്ട്സ് ആണ്. എക്സ്ട്രൂഡഡ് സ്നാക്സ്, പല രീതിയിലുള്ള പ്രോഡക്ട്സ്, അതുപോലെ വീഗാൻ കോഫി, മില്ലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള മിൽക്കിൽ നിന്നുള്ള ഒരു കോഫിയാണ്, ഇൻസ്റ്റൻറ്റ് കോഫി പ്രോഡക്റ്റ്. പിന്നെ വീഗാൻ ചീസ്, അതും മില്ലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇതൊന്നും അത് കൂടാതെയുള്ള ചില അഗ്രികൾച്ചർ ക്രോപ്സ് നിന്നും നമ്മൾ ചെയ്യുന്നുണ്ട്. വീഗാൻ ചീസ്, വീഗാൻ മിൽക്ക് അതുണ്ട്. പിന്നെ ഇൻസ്റ്റൻറ്റ് സൂപ്പ് മിക്സ്, ഇൻസ്റ്റൻറ്റ് പായസം, പൊറിച്ച് മിക്സ്, ഉപ്മാ മിക്സ്, ഇതുപോലെയുള്ള ചില റെഡി ടു ഈറ്റ്, റെഡി ടു ഫുഡ് പ്രോഡക്ട്സ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ റീസെൻ്റ് ആയിട്ട് ഞങ്ങൾ ഒരു മില്ലറ്റ് മിഷൻ്റെ നാഷണൽ മില്ലറ്റ് മിഷൻ്റെ ഭാഗമായിട്ട് ചില ഒരു സയൻറ്റിഫിക് സ്റ്റഡീസിനെ കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരെണ്ണം ലൈഫ് സൈക്കിൾ അസസ്മെൻറ്റ് സ്റ്റഡീസ്. ഇപ്പോൾ നേരത്തെയുള്ള ടോക്കിലെല്ലാം പറഞ്ഞു, മില്ലറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ, കൾട്ടിവേഷൻ എന്ന് പറയുന്നത് മറ്റ് റൈസ്, വീറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം വളരെ കുറച്ച് വാട്ടർ കൺസംഷൻ, ഇറിഗേഷൻ മതി, വളരെ കുറച്ച് ഫെർട്ടിലൈസർ യൂസ് ചെയ്താൽ മതി. പക്ഷേ ഇതിനൊന്നും ഒത്തൻറ്റിക് ഡേറ്റ ഇല്ല. ഇതിനെ ഞങ്ങൾ പലതരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ഫാർമേഴ്സ്, കൾട്ടിവേറ്റേഴ്സിനെല്ലാം അപ്രോച്ച് ചെയ്തിട്ട് അവരുടെ എല്ലാം ഫാം ലെവൽ തൊട്ട് ഫോക്ക് ലെവൽ വരെയുള്ള ഇൻപുട്സ്, പല ഡാറ്റ വെച്ചുകൊണ്ട് സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഓത്തൻറ്റിക് സയൻറ്റിഫിക് ഡേറ്റ, അതായത് എങ്ങനെ ഈ മില്ലറ്റ് പ്രൊഡക്ഷൻ മറ്റുള്ള റൈസോ വീറ്റോ മറ്റ് ഗ്രെയിൻസോ ആയിട്ട് എക്കണോമിക്കലാണ്, ഹൗ superior it is in terms of energy, water and other resource consumption എന്നുള്ളൊരു ഓത്തൻറ്റിക് ഡേറ്റ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ്സ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനെ 3 സ്റ്റേറ്റ്സിലൊരു സർവേ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പലതരം സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻപുട്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഈ ഡേറ്റ ക്രിയേറ്റ് ചെയ്യും. എന്തിനാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സ്പോർട്ട് മാർക്കറ്റ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളൊരു ഒബ്ജക്റ്റീവാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് മുന്നിലുള്ളത്. പിന്നെ വൺ മോർ തിങ്, ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബ്ലോക്ക് ചെയിൻ സ്റ്റഡീസ് ഫോർ മില്ലറ്റ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മില്ലറ്റ് ആവട്ടെ, മില്ലറ്റ് പ്രോഡക്റ്റ് ആവട്ടെ, അതിൻ്റെ ഫാം ടു ഫോർക്ക് ലെവലിലുള്ള കംപ്ലീറ്റ് ട്രേസബിലിറ്റി ഹിസ്റ്ററി ഇത് ജനറേറ്റ് ചെയ്യുക. ഇതും ഒരു സോഫ്റ്റ്വെയർ ബേസ്, ഞങ്ങൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസി ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അത് ഫിക്സ് ആയി കഴിഞ്ഞാൽ ഉടനെ അവിടെയും നമ്മളൊരു ഫീൽഡ് ലെവൽ സർവേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പലതരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഫാർമർ, ബയർ, സെല്ലർ, റീറ്റെയിലർ, പ്രീ ഹാർവെസ്റ്റ്മെൻറ്റ് ഓപ്പറേഷൻ, പോസ്റ്റ് ഹാർവെസ്റ്റ്മെൻറ്റ് ഓപ്പറേഷൻ, സ്റ്റോറേജ്, സപ്ലൈ ചെയിൻ, ഇവിടെ നിന്നെല്ലാം ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ട് അതിനെ ഒരു സോഫ്റ്റ്വെയറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു മൊബൈൽ ആപ്പിലേക്ക് കൺവെർട്ട് ചെയ്യുക. ഇതാണ് ഞങ്ങളുടെ അൾട്ടിമേറ്റ് എയിം. അതായത് നമുക്കൊരു പ്രോഡക്റ്റ് അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി, ട്രേസബിലിറ്റി നമുക്ക് അറ്റ് ദ മൊമെൻറ്റ് സ്കാൻ ചെയ്യാൻ പറ്റും. ഈ ഒരു ഡിഫറൻസ് ആണ് നമുക്ക് ചൈന മുതലുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റ് വിഭിന്നമായിട്ട് നിൽക്കുന്നത്. ഇത് ഇങ്ങനൊരു ഹിസ്റ്ററി ജനറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പം ഇത് മില്ലറ്റ് മിഷൻ്റെ ഭാഗമായിട്ട് NIST അസൈൻ ചെയ്തിട്ടുള്ള ടാസ്ക് ആണ്. അപ്പം അത് ഞങ്ങൾ ബിഗിനിങ് സ്റ്റേജാണ്. ഞങ്ങളിപ്പം 25 മാർച്ചിലാണ് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവുന്നത്. ആ സമയത്തേക്ക് നമ്മളിത് നമ്മുടെ ടാർഗറ്റ്. പിന്നെ വേസ്റ്റ് ടു വെൽത്ത് കൺസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണിത്. ഇത് മില്ലറ്റ്സിനും ബാധകമാണ്. ഞങ്ങൾ ബയോഡിഗ്രേഡബിൾ പ്രോഡക്ട്സ്, ടേബിൾ വെയർ, പ്ലേറ്റ്സ്, കട്ട്ലറീസ് എക്സെട്ര, ഇത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് തവിടിൽ നിന്നാണ്. അതായത് റൈസ് ബ്രാൻ, വീറ്റ് ബ്രാൻ ഇതുപോലെയുള്ള തവിളിൽ നിന്ന് ഞങ്ങൾ പ്ലാസ്റ്റിക് നിരോധിത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ റിലവൻ്റ് ആയിട്ടുള്ളൊരു ടെക്നോളജി ആയിരുന്നത്. അതായത് പ്ലാസ്റ്റിക് പ്ലേറ്റുകൾക്ക്, കപ്പുകൾ, സ്പൂണുകൾക്ക് ഇതിന് പകരം ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത നാച്ചുറൽ ആയിട്ടുള്ള ഒരു കെമിക്കലോ ഒന്നും യൂസ് ചെയ്താതെ നാച്ചുറൽ ആയിട്ടുള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. ഇതിന് ഒരു പ്ലേറ്റിൻ്റെ വില, പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 50 പൈസ തൊട്ട് ₹1 വരെ വരുള്ളൂ. വളരെ വേസ്റ്റ് ആയിട്ടുള്ള അഗ്രോ പ്രോഡക്ട്സ് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ടെക്നോളജി ഞങ്ങൾ 14ഓളം കമ്പനികൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. 4 പ്ലാന്റുകൾ ഓൾറെഡി കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു. മറ്റുള്ളതെല്ലാം കമ്മീഷനിങ് സ്റ്റേജിലാണ്. പിന്നെ ഈ തവിടിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ കൂടാതെ ഞങ്ങൾ മറ്റ് പല അഗ്രോ വേസ്റ്റിലേക്കും പോയി.
ഉദാഹരണത്തിന് വാഴക്കുളത്ത്, മൂവാറ്റുപുഴ വാഴക്കുളത്ത് ഒരു പൈനാപ്പിൾ ലീഫിൽ നിന്ന് ഇതേ സംഭവം നമ്മൾ ചെയ്യുന്നുണ്ട്. അത് അടുത്ത മാസം ആ പ്ലാന്റ് കമ്മീഷൻ ചെയ്യുന്നതാണ്. പിന്നെ കൂടാതെ വൈക്കോല്, അതുപോലെയുള്ള സ്ട്രോ, അതുപോലെ പലതരം ഇപ്പോൾ ഹിമാചൽ പ്രദേശിലെ ഒരു കമ്പനിക്ക് ഞങ്ങൾ ആപ്പിളിൻ്റെ വേസ്റ്റ്, ആപ്പിൾ പ്രൂൺസിൽ നിന്ന് ഈ പ്ലേറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുകയുണ്ടായി. അതുപോലെ മില്ലറ്റിൻ്റെ വേസ്റ്റുകൾ, അതിൻ്റെ വൈക്കോലാവട്ടെ ഉമിയാവട്ടെ, അങ്ങനെയുള്ള മില്ലറ്റ്സിൽ നിന്നും ചെയ്യാൻ പറ്റും. മില്ലറ്റ്സിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ അത് എഡിബിൾ പ്ലേറ്റ് ആവും. എഡിബിൾ പ്ലേറ്റും ഉണ്ടാക്കാം, നോൺ എഡിബിൾ പ്ലേറ്റും ഉണ്ടാക്കാം, ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ റോ മെറ്റീരിയൽ. അപ്പോൾ മില്ലറ്റ്സിൻ്റെ വേസ്റ്റിൽ നിന്നും നമുക്ക് 2-3 എൻക്വയറീസ് ഉണ്ട്, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ടെക്നോളജി ഒരു ബെസ്റ്റ് സോഷ്യലി റിലവൻറ്റ് ടെക്നോളജി ഓഫ് CSIRൻ്റെ അവാർഡ് നമുക്ക് 2020 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ചില പ്ലേറ്റ് സാമ്പിൾസ്. റൈസ് ആവട്ടെ, ഉമിയിൽ നിന്നാവട്ടെ, തവിടിൽ നിന്നാവട്ടെ, കൊയർ പിത്ത്, ഷുഗർ കെയിൻ വേസ്റ്റ് ബഗാസിൽ നിന്ന്, അതുപോലെ റൈസ് ഹസ്ക് ഉമിയിൽ നിന്ന്, പിന്നെ വീറ്റ് ബ്രാൻ, അതുപോലെ പലതരം ഫ്രൂട്ട് പീൽ, ബനാന സ്റ്റെം, വാഴപ്പിണ്ടിയിൽ നിന്ന് ഉണ്ടാക്കാം. അതുപോലെ ഇത് നമ്മൾ മില്ലറ്റ്സിൽ നിന്ന് മാത്രം ഡെവലപ്പ് ചെയ്തതാണ്. മില്ലറ്റ്സ് റാഗി സ്പ്രൗട്ട് ചെയ്ത് നമ്മൾ ചെയ്ത് നോക്കിയാണ് റാഗിയിൽ നിന്നുണ്ടായത്. ഇതെല്ലാം എഡിബിൾ പ്ലേറ്റ്സ് ആണ്. ഇത് നമുക്ക് ഭക്ഷണം കഴിച്ച ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഇത് കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിരിക്കും. അഗ്രോ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ചീപ്പസ്റ്റ് റോ മെറ്റീരിയലാണ്. അത് വളരെ നിസ്സാര വിലയ്ക്ക് തന്നെ നമുക്ക് വിൽക്കാൻ പറ്റും. പിന്നെ അടുത്തത് പ്ലാസ്റ്റിക് ആൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഉള്ളത് അടുത്ത ടെക്നോളജി ലെതർ ആൾട്ടർനേറ്റീവ്സ് ആണ്. ഇപ്പം അനിമൽ ലെതറിനെ റീപ്ലേസ് ചെയ്യാവുന്ന നാച്ചുറൽ ലെതർ, അത് ഫുള്ളി ഫ്രം അഗ്രോ വേസ്റ്റ്. അതാണ് നമ്മുടെ റീസെൻ്റായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ടെക്നോളജി. ഇത് ലാസ്റ്റ് ഇയർ ഞങ്ങളൊരു നാഗ്പൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇത് ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. പിന്നെ ഇപ്പം നമ്മളിത് അടുത്തൊരു കൊച്ചിയിൽ നിന്നുള്ളൊരു പാർട്ടിക്ക് വേണ്ടി അടുത്ത ആഴ്ച ഒരു MOU സൈൻ ചെയ്യുന്നുണ്ട്, അടുത്ത സെക്കൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ. ഇതിൻ്റെ സോഴ്സ് ഞങ്ങൾ തുടങ്ങിയത് മാംഗോ പീലിൽ നിന്നാണ്, മാങ്ങ തൊലി. അതിൽ നിന്നാണ് നമ്മൾ മെയിനായിട്ട് എനി കൈൻഡ് ഓഫ് ഫ്രൂട്ട് പീൽ, പൈനാപ്പിൾ പീല്, മാംഗോ പീൽ, അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മൾ എത്തി നിന്നത് കാക്കസ്, കള്ളിച്ചെടികളിൽ നിന്നാണ്. അതിൽ നിന്നുള്ള ലെതറിന് വളരെ സുപ്പീരിയർ ക്വാളിറ്റി ഉണ്ട്. അപ്പം അതിൽ നിന്ന് നമ്മളിത് ഡെവലപ്പ് ചെയ്യുന്നുണ്ടായി. ഇത് വളരെ ലക്ഷറി പ്രോഡക്റ്റാണ്, ഫാഷൻ ആൻഡ് കോസ്മെറ്റിക് പ്രോഡക്ട്സ്. ഈ വർഷത്തെ ബെസ്റ്റ് ഫാഷൻ ടെക്നോളജി അവാർഡും നമുക്ക് കിട്ടിയത് ഈ ടെക്നോളജിക്കാണ്. ഇത് പലതരം റോ മെറ്റീരിയൽസ് നമ്മൾ ടെക്നോളജി കൊണ്ട് ഉപയോഗിച്ചത്. ബനാന, വാഴപ്പിണ്ടിയിൽ നിന്നുണ്ട്, അതുപോലെ കാറ്റസ്, കോൺ ഹസ്ക്, പൈനാപ്പിൾ ലീവ്സ്. ഇതും എനി മില്ലറ്റ് വേസ്റ്റും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ക്വാളിറ്റി വൈസ് ലെതർ ഏറ്റവും കൂടുതൽ നല്ലത് കാറ്റ്കസ് എന്നുള്ള ലെതറാണ്, മറ്റേ മോശം എന്നല്ല പറയുന്നത്. പിന്നെ ഇവിടെ ആയാലും നമ്മൾ ഒരു തരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിക്കുന്നില്ല. കൺവെൻഷനലായിട്ട് അനിമൽ ലെതറിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യം അത് ഒരുപാട് ടോക്സിക് ഹസാർഡ്സ് കെമിക്കൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ലാറ്റക്സ് ആണ് ഒരു നാച്ചുറൽ ഇതായിട്ട് ഉപയോഗിക്കുന്നത്. വേറെ ഒരു ഹസാർഡസ് കെമിക്കൽസ് എക്സെപ്റ്റ് കളറിങ്, അപ്രൂവ്ഡ് കളറിങ് ഏജൻസ് നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ അതുകൂടാതെ പൊല്യൂഷൻ ഇല്ല. മറ്റേത് ടാനിങ് കെമിക്കൽസ് എന്ന് പറയുമ്പോൾ ഒരുപാട് എൻവയൺമെൻറ്റൽ പൊല്യൂഷൻസ്, ലിക്വിഡ് എഫ്ലുവൻ്റ് ഉണ്ട്. ഇതെല്ലാം ഡ്രൈ പ്രോസസ്സിംഗ് ആണ് ഇവിടെ നമുക്ക് ലെതേഴ്സ് ഒന്നും. പിന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ചോദിക്കുകയാണെങ്കിൽ അനിമൽ ലെതറിൻ്റെ പകുതി വില ഇതിനകത്ത് വരുന്നുള്ളൂ, അതിനേക്കാളും ഹാഫ് പ്രൈസ് ഇതിന് വരുന്നുള്ളൂ. ഇത് ബയോ അവൈലബിലിറ്റി ആൻഡ് GI റിസർച്ച് സെൻറ്റർ, ഇത് നമ്മൾ റീസെൻ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മില്ലറ്റ്സിന് വളരെയധികം യൂസ്ഫുള്ളാണ് മില്ലറ്റ് പ്രോഡക്ട്സിന്. ഈ മില്ലറ്റ് പ്രോഡക്ട്സിൻ്റെ പ്രധാന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ സുഗമമാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഫങ്ഷണൽ പ്രോപ്പർട്ടീസ്. ഈ ഫങ്ഷണൽ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് വാലിഡേറ്റ് ചെയ്യുന്നത്? ഒരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന് കംപ്ലീറ്റ് സയൻറ്റിഫിക് വാലിഡേഷൻ ഡേറ്റ വേണം. ഇതിന് വേണ്ടിയിട്ട് ഈ റിസർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഏഷ്യാസ് ഫസ്റ്റ് ഡൈനാമിക് സ്റ്റൊമക് ആൻഡ് സ്മോൾ ഇൻസ്റ്റൈൻ സിസ്റ്റമാണ്. ഇത് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ ഒരു എഞ്ചിനീയർഡ് മിമിക്കിംഗ് വേർഷനാണിത്. നമ്മുടെ വയറിൽ നടക്കുന്ന ആമാശയാവട്ടെ, അന്നനാളം തൊട്ട് ആമാശയാവട്ടെ, കുടൽ വരെ, വൻകുടൽ വരെ വരുന്ന എല്ലാ മെക്കാനിസവും ഇവിടെ അതേപടി തന്നെ മിമിക് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു സിസ്റ്റം നമ്മളവിടെ റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള എൻഡ് പ്രൊഡക്ട്സ് എല്ലാം സ്റ്റഡീസ്, വാലിഡേഷൻ സ്റ്റഡീസ് ചെയ്ത് അവർക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് സപ്ലിമെൻ്ററി ഡേറ്റ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാൻ മറ്റ് ടെക്നോളജിനെ കുറിച്ച് ഒരു വളരെ വേഗത്തിൽ തന്നെ കവറപ്പ് ചെയ്യാം. ഇത് ഡീസെൻട്രലൈസ്ഡ് യൂണിറ്റ്സ് ഫോർ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ പ്രോസസ്സിംഗ്. ഇത് ഞങ്ങൾ ഇൻഡിജീനിയസിലായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഡീഹ്യൂമിഡിഫൈഡ് ഡ്രയർ എന്നുള്ളൊരു ടെക്നോളജിയെ ബേസ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്തൊരു പ്രോസസ്സാണ്. ഇത്
ഞങ്ങൾ ധാരാളം യൂണിറ്റ്സ് ഓൾറെഡി കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞു വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ്. മെയിൻലായിട്ടും ഹോർട്ടികോർപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള എന്ത് സാധനങ്ങളും 40 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉണക്കിക്കൊണ്ട് നമുക്ക് വളരെയധികം രീതിയിൽ പ്രിസർവ് ചെയ്ത് ലോ ടെമ്പറേച്ചറിൽ ഡ്രൈ ആക്കാം. പിന്നെ ഇത് കൂടാതെ മറ്റ് റെഡി ടു ഈറ്റ് റെഡി ഫുഡ് ഫങ്ഷണൽ ഫുഡ് പ്രോഡക്ട്സ്, ഇത് റോ ബനാന നെതർലൻഡിൽ നിന്നുള്ള ഒരു ഉൽപ്പന്നമാണ്. ഇത് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഓട്സ് പോലെയുള്ള സാധനങ്ങളായിട്ട് മിക്സ് ചെയ്ത ഫോർമുലേഷൻസ് ഉണ്ട്. അത് കൂടാതെ ചെറുപയർ പോലെയുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ട് കുക്ക് ചെയ്യാവുന്ന ഗ്രാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സും ഉണ്ട്. ഇത് നമ്മളൊരു കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്തു. പ്രോഡക്റ്റ് ഓൾറെഡി ലോഞ്ചിങ് ഇൻ ദ മാർക്കറ്റ്. ഇത് കൂടാതെ വീഗൻ പ്രോഡക്ട്സ്, ഇപ്പോൾ നമ്മളൊരു കറണ്ട് ട്രെൻഡ് എന്ന് പറയുന്നത് വീഗൻ പ്രോഡക്ട്സ് ആണ്. നോൺ ഡയറി പ്രോഡക്ട്സ്, ഡയറി ആൾട്ടർനേറ്റീവ്സ്, അതുപോലെ മീറ്റ് ആൾട്ടർനേറ്റീവ്സ്, ഇത് വളരെ ഒരു ഹോട്ട് ഏരിയ ആണ്. അപ്പം ഇതിന് തന്നെ ഞങ്ങൾ മില്ലറ്റും മറ്റ് ചില അഗ്രികൾച്ചർ റിസോഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ രീതിയിലുള്ള കുറേയധികം പ്രോഡക്ട്സ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് പറയട്ടെ, ഞാൻ താഴെ കാണിച്ചിരിക്കുന്നത് മീറ്റ് അനലോഗാണ്. അതായത് മീറ്റിൻ്റെ അതേ ടെക്സ്ചറും ടേസ്റ്റ് ഫങ്ഷണൽ പ്രോപ്പർട്ടീസും വെച്ചുകൊണ്ട് മില്ലറ്റിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എക്സ്ട്രൂഷൻ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ എക്സ്ട്രൂഷൻ ടെക്നോളജി തന്നെ ഒരു സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത കൂളിംഗ് ഡൈ. അപ്പം ഇത് സോയ പോലത്തെ സാധനങ്ങൾ ഇത് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ മില്ലറ്റ് സോയ കോമ്പിനേഷൻസും വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേ ടെക്സ്റ്റൈൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് വെച്ചാണ് നമ്മൾ ഹൈ മോയ്സ്ചർ എക്സ്ട്രൂഷനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ വീഗൻ ബട്ടർ, വീഗൻ ബ്ലോക്ക് ചീസ്, അതുപോലെ ചീസ് സ്പ്രെഡ്, ഇതെല്ലാം മില്ലറ്റ്സിൽ നിന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ കോക്കനട്ട് ഇൻഡസ്ട്രിയുടെ ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇൻഡസ്ട്രിയുടെ ഒരു ബൈ പ്രോഡക്റ്റ്, അതിൽ നിന്ന് നമ്മൾ ഫോർമുലേറ്റ് ചെയ്തുകൊണ്ട് ഈ പ്രോഡക്റ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ കോക്കനട്ടിനെ കുറിച്ചുള്ള കുറേയധികം വാല്യൂഡ് പ്രോഡക്റ്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഞങ്ങൾ വെർജിൻ കോക്കനട്ട് ഓയിൽ ടെക്നോളജി ഉണ്ട്. പിന്നെ സൈമൾട്ടേനിയസ് റിക്കവറി ഓഫ് വെർജിൻ കോക്കനട്ട് ഓയിൽ ഫ്രം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഫോർ സ്പെൻ മെറ്റീരിയൽ. പിന്നെ കോക്കനട്ട് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കോൺസെൻട്രേറ്റ്സ് ആൻഡ് അതർ ബൈ പ്രോഡക്ട്സ് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വേസ്റ്റ് ടു വെൽത്ത് കൺസെപ്റ്റ്, ബയോഡിഗ്രേഡബിൾ പ്ലേറ്റ്സ്, കോക്കനട്ട് റെസ്യൂസ് ആൻഡ് അതർ വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ നീര കോൺസെൻട്രേറ്റ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. ഞങ്ങളുടെ ഫുഡ് പ്രോസസ്സിംഗ് ഇൻക്യുബേഷൻ സെൻറ്ററിൽ ധാരാളം സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ട്രാക്ഷൻ ഉണ്ട്. പലതരത്തിലുള്ള ട്വിൻ സ്ക്രൂഡ് എക്സ്ട്രൂഷൻസ് ഉണ്ട്. സ്പൈസ്, ഓയിൽ, ഒലിയോഡസിൻ എക്സ്ട്രാക്ഷൻ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ പലതരത്തിലുള്ള ഡ്രയറുണ്ട്. ഫ്രീസ് ഡ്രയർ ഉണ്ട്, സ്പ്രേ ഡ്രയർ ഉണ്ട്. പിന്നെ ഡീഹ്യൂമിഡിഫൈഡ് ഡ്രയർ, ഫ്ലൂറൈസ് ബെഡ് ഡ്രയർ. പിന്നെ അത് കൂടാതെ പ്രോഡക്റ്റ് ഫോർമുലേഷൻ യൂണിറ്റ്സ്, അതുപോലെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ഉണ്ടാക്കണമെങ്കിൽ ടാബ്ലറ്റിംഗ്, അതുപോലെയുള്ള കുറച്ച് ഫോർമുലേഷൻ യൂണിറ്റ്സ്, ഇതെല്ലാം പൈലറ്റ് പ്ലാൻ ലെവലിൽ നമുക്കിത് അവൈലബിൾ ആണ്. അപ്പം രജിസ്ട്രേഡ് ഇൻക്യൂബിറ്റീസ്, ഇപ്പോൾ നേരത്തെ CTCRAയിൽ ഇതൊക്കെ പറഞ്ഞ പോലെ തന്നെ രജിസ്ട്രേഡ് ആയിട്ടുള്ള ഇൻക്യൂബിറ്റീസ് നമ്മൾ സർവീസ് ചാർജാണ് നമ്മൾ ചെയ്യുന്നത്. അവർക്ക് വേണ്ട പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റ് മാർക്കറ്റിംഗ് സ്റ്റഡീസും, പിന്നെ അത് കൂടാതെ ടെക്നോളജി എടുത്ത ശേഷം ഹാൻഡ് ഹോൾഡ് ചെയ്ത് അവരെ കമേഴ്സ്യലൈസേഷൻ ലെവൽ വരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് കൂടാതെ നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. പല രീതിയിലുള്ള എൻ്റർപ്രീനർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആൻഡ് TOT ട്രെയിനിങ് പ്രോഗ്രാംസ് എല്ലാം ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് പല ഏരിയയിൽ, ഫുഡ് ആൻഡ് അഗ്രി പ്രോസസ് സെക്ടറിൽ. ഇതെല്ലാം ഞങ്ങൾ അടുത്തിടെ ഹാൻഡ് ഹോൾഡ് ചെയ്തിട്ടുള്ള കുറേ ഇൻഡസ്ട്രീസാണ്. ഞങ്ങൾക്ക് ITC പോലെയുള്ള ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഞങ്ങളുടെ ബയോഡിഗ്രേഡബിൾ കട്ട്ലറീസ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. പിന്നെ മരിക്കാർ, കോട്ടക്കൽ ആയുർവേദശാല, അതുപോലെ ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് ഇൻഡസ്ട്രീസിൽ നമ്മൾ നമ്മുടെ പലതരത്തിലുള്ള ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്ത്, കൂടാതെ ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ സ്പോൺസേഡ് പ്രോജക്റ്റിൻ്റെ ബേസിലെടുത്ത് നമുക്ക് അവർക്ക് വേണ്ട ഹാൻഡ് ഹോൾഡിംഗ് സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താങ്ക് യു. എൻ്റെ കോൺടാക്ട് നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കും. വേണുഗോപാലൻ സാറിൻ്റെ കോൺടാക്ട് നമ്പർ ചിലപ്പോൾ നിങ്ങൾക്ക് കസേര കാരണം കാണാൻ പറ്റത്തില്ലായിരിക്കും. 9840321559 9847032159. വളരെ എക്സ്റ്റെൻസീവ് ആൻഡ് കോംപ്രിഹെൻസീവ് പ്രസൻറ്റേഷൻ ആയിരുന്നു. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി, അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും. NIIST CSIR ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, തിരുവനന്തപുരത്താണ്. നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുമോ സാറേ? തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വിസിറ്റ് ചെയ്യാം. അവരുടെ ടെക്നോളജി ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്.
നമ്മൾ ഈ ഫൈനൽ ഇനി 3 നമ്മളുടെ സ്പീക്കേഴ്സ് ഇനി നമ്മൾ ഓണേഴ്സ് കൊടുക്കാനുണ്ട്. ആ 3 സ്പീക്കേഴ്സിനെ ഞാൻ ക്ഷണിക്കുന്നു. സജീവ് സാർ, മുരളീധരൻ സാറ്, വേണുഗോപാലൻ സാർ, 3 പേരും. അതോടൊപ്പം തന്നെ ഗ്രിൻസൺ സാറ് നമ്മളുടെ ചീഫ് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് പത്മജ മേനോൻ മാഡമാണ്, കോർപ്പറേഷൻ കൗൺസിലറാണ്. മാഡത്തെ വളരെ ആദരപൂർവ്വം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഷിനോജ് സാർ, KVKയുടെ ഹെഡിനെയും ക്ഷണിക്കുന്നു. സജേഷ്, ഡോക്ടർ മുരളീധരൻ സാറ്, ഡോക്ടർ സജേഷ്, ഡോക്ടർ വേണുഗോപാലൻ സാർ. ഞാൻ ആദ്യമായിട്ട് ഞാൻ ഡോക്ടർ K. മുരളീധരൻ സാറിനെ ക്ഷണിക്കുന്നു ആദരവുകൾ കൈമാറാൻ വേണ്ടി. താങ്ക് യു വെരി മച്ച് മാഡം. അടുത്ത സജേഷ് സാറാണ്. ഡോക്ടർ സജേഷ് VK, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിലെ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ സയൻറ്റിസ്റ്റ് ആണ്. നെക്സ്റ്റ് ഡോക്ടർ വേണുഗോപാലൻ VV. താങ്ക് യു മാഡം. എല്ലാവരും കൂടെ നിന്ന് ഒരു ഫോട്ടോ എല്ലാവരും കൂടെ നിന്ന് എടുത്തിട്ട് സജീവ് സാറിൻ്റെ മൊമെൻറ്റോയും കൂടി. Smita, please come. Please come. നമ്മളെ അഭിസംബോധന സംസാരിക്കുന്നതിനായിട്ട് കോർപ്പറേഷൻ കൗൺസിലർ പത്മജ മേനോൻ മാഡത്തിനെ ആദരപൂർവ്വം ക്ഷണിച്ചു. Don't get worked up. I won't take much of your time. Actually, I was so excited. ഇവിടെ വന്ന് നമ്മളുടെ എക്സിബിഷൻ കണ്ടപ്പോൾ തന്നെ ഇതെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. കുറേ മീനുകൾ അങ്ങനെ എന്നൊക്കെ വിചാരിച്ചുള്ളൂ. ബട്ട് ഇറ്റ് വാസ് സച്ച് എൻ ഐ ഓപ്പണർ. പ്രത്യേകിച്ചും ദിസ് ഇയർ വി ആർ സെലിബ്രേറ്റിംഗ് ആസ് ദ ഇയർ ഓഫ് മില്ലറ്റ്സ്. ഇൻ്റർനാഷണലി ഗ്ലോബലി ഇന്ത്യയുടെ തന്നെ ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ്സ് ആണ്. തൊട്ടടുത്ത കോട്ടുവള്ളി ഗ്രാമമാണ് നമുക്ക് അടുത്ത് കിടക്കുന്ന മില്ലറ്റ് പ്രൊഡ്യൂസ് കേന്ദ്രം എന്ന് പറയാവുന്നത്. ഇവിടെ ഞാൻ കയറി വന്നപ്പോൾ വേണുഗോപാൽ സാറിൻ്റെ മില്ലറ്റ്സിൽ നിന്നും പായിൽ നിന്നും കാറ്റസിൽ നിന്നൊക്കെ പ്ലേറ്റ്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, ഈവൻ പൈനാപ്പിളിൻ്റെ, ഈവൻ ലെതർ ഉണ്ടാക്കുന്നത്, അപ്പോൾ തന്നെ ഞാൻ നോട്ട് ചെയ്തു ആക്ച്വലി ഇതൊക്കെയാണ് ഇന്ത്യയെ അടുത്ത നൂറ്റാണ്ടുകളിൽ ഒരു ലോക ശക്തിയാക്കി മാറ്റാൻ പോകുന്നത്. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഐ ടോൾഡ് ഹിം, സർ ഐ വിൽ ബി കോൺടാക്റ്റിംഗ് യു. ധാരാളം സ്ത്രീകളുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ചൈനയെ മറികടന്ന് നമുക്ക് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറുവാനായിട്ട്. വളരെ വളരെ എക്സ്ട്രീംലി ഹാപ്പി ദാറ്റ് ഐ കുഡ് ബി പ്രസൻറ്റ് ഹിയർ. കുറച്ച് കേട്ടുള്ളൂ, ബാക്കി സേഴ്സ് ക്ലാസ് ഞങ്ങൾ താഴെ എക്സിബിഷൻ കണ്ടുവരുമ്പോൾ അവിടെ LED സ്ക്രീൻസ് കാണുന്നുണ്ടായിരുന്നു. സോ താങ്ക്സ് ടു CMFR ഓൾസോ ഫോർ ഓപ്പണിംഗ് അപ്പ് സച്ച് എ ഹൊറൈസൺ ഫോർ all the people present here, and I am sure the officers here and Dr. Gopalakrishnan is unfortunately not here, will help you. Whoever is interested in doing something
വാട്ട് എവർ has been taught here, അതിൽ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ഹെൽപ്പ് യു. ആൻഡ് ഞാൻ ഓൾറെഡി ഡോക്ടർ വേണുഗോപാലിൻ്റെ അടുത്ത് നമ്മളുടെ ഒരു 10 ലേഡീസിൻ്റെ ഗ്രൂപ്പിനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. സോ ഇൻഫർമേറ്റീവ്. ഐ വിൽ കോൾ യു സർ. ആൻഡ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വിഷ് യു ഓൾ സക്സസ് ഇൻ ലൈഫ്. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഈ ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അവരുടെ കാഴ്ചപ്പാടുകളാണ് ഇപ്പോൾ പങ്കുവച്ചത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറേയധികം അറിവുകൾ ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് കുറേയധികം സംശയങ്ങളുണ്ടാവാം. എല്ലാ സംശയങ്ങളും നിവാരണം ഇവിടെ ഈ ചെറിയൊരു ലെക്ചറിൽ നടക്കുന്ന എനിക്ക് വിശ്വാസമില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. കുറേ സംശയങ്ങളൊപ്പം എനിക്കത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷേ ഈ ആഗ്രഹങ്ങൾ സഫലമാകണമെങ്കിൽ ഇതിനുവേണ്ടി പ്രയത്നിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ചിലപ്പം ഒരു ഗൈഡൻസ് പ്രോപ്പറായിട്ട് കിട്ടിയെന്ന് വരില്ല. അപ്പം നിങ്ങൾ ആരെ സമീപിക്കേണ്ട ആള് ഡോക്ടർ ഷിനോജ് സുബ്രഹ്മണ്യമാണ്. ഇവിടുത്തെ KVKയുടെ ഇൻചാർജാണ്. KV ഞാറക്കലിലാണ് സീമോഫാറയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളുള്ള KVK ആണ്. ഡോക്ടർ ഷിനോജ് സുബ്രഹ്മണ്യൻ ഫോൺ നമ്പർ ഷെയർ ചെയ്തു. സാറിന് വാട്സപ്പ് ചെയ്യാം. ഇനി സാറ് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് KVK ഞാറക്കലിൽ സാറിൻ്റെ ഭടന്മാരോടെ ഉണ്ട്. മെയിൻ ആൾക്കാർ ഷോജി, സ്മിത മാഡം, വികാസ്, അങ്ങനെ പുഷ്പരാജ്, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ KVK ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പ്രവർത്തനങ്ങൾ എറണാകുളം ജില്ലയിൽ നടക്കുന്നുണ്ട്. അവരെ സമീപിക്കുക. ഞാറക്കലാണ് KVKയിൽ ഇൻചാർജിൻ്റെ പേര് ഡോക്ടർ ഷിനോജ് സുബ്രഹ്മണ്യം. അദ്ദേഹത്തിൻ്റെ നമ്പറും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ സമീപിക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും അവിടുന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ സെഷൻ തീരുകയാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് പാനൽ ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം ലഞ്ചിന് വേണ്ടി പിരിയാണ്. അപ്പോൾ ലഞ്ചിന് പിരിയുന്നതിന് മുമ്പ് പത്മജ മാഡം ഇവിടെ വരെ വന്നു. അപ്പോൾ നമ്മുടെ മില്ലറ്റും ഫിഷുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെമൻറ്റോ മാഡം എല്ലാവർക്കും കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് മാഡത്തിനും ഓർമ്മയ്ക്ക് വേണ്ടി ഒരു മെമൻറ്റ് സമ്മാനിക്കാം. അപ്പോൾ Thank you, Padmaja Madam. Thank you very much for your presence here. Thank you for your inspiring words towards the end. Sir and Institutional Madam, മിക്കവാറും വിസിറ്റ് ചെയ്യുമായിരിക്കും. മാഡത്തിൻ്റെ ഗ്രൂപ്പിനെ ഉടനെ അവിടെ വിടുന്നതായിരിക്കും. അപ്പം ഗ്രിൻസൺ സാറിനോടും താങ്ക്സ് പറയുന്നു, ഷിനോജ് സാറിനോടും താങ്ക്സ് പറയുന്നു. വന്ന എല്ലാവരോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വന്ന എല്ലാവരും താഴെ സ്റ്റോളുകളുണ്ട്, ഭക്ഷണ സ്റ്റോളുകളുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് മിതമായ നിരക്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ടേസ്റ്റ് ചെയ്യാം. പല വഴിക്ക് പോയ പല രുചി ആസ്വദിക്കാം. പല വഴി പല രുചി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.